കൂടുതൽ വിറ്റഴിക്കപ്പെട്ട പുസ്തകമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകം. ഒരു പാവപ്പെട്ടവൻ്റെയും മിഡിൽ ക്ലാസ്സുകാരൻ്റെയും അതുപോലെ പണക്കാരൻ്റെയും മനോവ്യാപാരങ്ങൾ അഥവാ മൈൻഡ് സെറ്റുകൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന പുസ്തകമാണിത്. പലരും തന്നെ ചിന്തിച്ചു നോക്കാത്ത വഴികളിലൂടെയാണ് ഈ പുസ്തകം മുന്നോട്ട് പോകുന്നത്. മറ്റെവിടെ നിന്നും ഇതുവരെയും കേട്ടിട്ടില്ലാത്ത നിരവധി ഉപദേശങ്ങൾ സമ്പത്തിനെ കുറിച്ച് ഈ പുസ്തകം വിവരിക്കുന്നുണ്ട്. പണക്കാരൻ ജോലിയെടുക്കുന്നത് പാവപ്പെട്ടവനെ പോലെ പണത്തിന് വേണ്ടിയല്ല, മറിച്ച് പണക്കാരന് വേണ്ടി പണം ജോലിയെടുക്കുകയാണ്. പണം സേവ് ചെയ്തു വെക്കുന്നവർ വാസ്തവത്തിൽ നഷ്ടപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെടുന്നവരാണ്. നമുക്ക് സ്വന്തമായുള്ള നമ്മുടെ വീട് വാസ്തവത്തിൽ നമ്മുടെ സ്വത്തായി പരിഗണിക്കുന്നതിന് പകരം അത് ഒരു കടബാധ്യതയാണ് എന്ന് തിരിച്ചറിയുകയാണ് വേണ്ടത്. ഇങ്ങനെ തുടങ്ങി നിരവധി വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഈ പുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത്. ഇന്നു മുതൽ നമ്മൾ ഈ പുസ്തകത്തിന്റെ സംഗ്രഹ വിശദീകരണത്തിന്റെ പരമ്പര ആരംഭിക്കുകയാണ്. ഇത് ഈ പരമ്പരയിലെ ആദ്യത്തെ വീഡിയോയാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരന് 2 അച്ഛന്മാരുണ്ട്. ഒരു റിച്ച് ഡാഡും ഒരു പുവർ ഡാഡും. പണക്കാരനായ അച്ഛനും പാവപ്പെട്ട അച്ഛനും. ഈ പാവപ്പെട്ട അച്ഛനാണ് റോബർട്ട് കിയോസാക്കി എന്ന പുസ്തകത്തിന്റെ രചയിതാവിന്റെ യഥാർത്ഥ ബയോളജിക്കൽ ഫാദർ, യഥാർത്ഥ അച്ഛൻ. റോബർട്ട് കിയോസാക്കിയുടെ സുഹൃത്തായ മൈക്കിന്റെ അച്ഛനാണ് ഈ പുസ്തകത്തിലെ റിച്ച് ഡാഡ് എന്ന ക്യാരക്ടർ. ഈ റിച്ച് ഡാഡ് എന്ന് പറയുന്നത് നല്ല ഉയർന്ന വിദ്യാഭ്യാസമൊക്കെയുള്ള PhD ഒക്കെ എടുത്തിട്ടുള്ള നല്ല ബുദ്ധികൂർമ്മതയുള്ള ഒരു അച്ഛനാണ്. പുവർ ഡാഡ് എന്ന് പറയുന്നയാൾ വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെ 8ാം തരം പോലും കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു മനുഷ്യനായിരുന്നു. ഈ പറഞ്ഞ 2 വ്യക്തികളും തന്നെ അവരുടേതായ രീതിയിൽ വിജയം സ്വായത്തമാക്കിയ ആളുകളാണ്, അവരുടേതായ രീതിയിൽ വിജയിച്ചവരാണ്. എങ്കിലും ഈ 2 പേരിൽ ഒരാൾ മാത്രം പണത്തിൻ്റെ കാര്യത്തിൽ എപ്പോഴും പിന്നോട്ട് നിൽക്കേണ്ടി വന്നു. പണം സംസാരിക്കുന്ന സമയത്ത് മിണ്ടാതിരിക്കേണ്ടി വരികയും ചെയ്തു. മറ്റേയാളാകട്ടെ അവർ താമസിച്ചിരുന്ന ആ നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായി മാറുകയും ചെയ്തു. ഇത്തരത്തിൽ 2 വ്യത്യസ്തങ്ങളായ മൈൻഡ് സെറ്റുള്ള 2 അച്ഛന്മാരെ തമ്മിൽ റോബർട്ട് കിയോസാക്കി തൻ്റെ ചെറുപ്പകാലം മുതലേ താരതമ്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരിൽ ആരുടെ ആദർശങ്ങളെയും ആശയങ്ങളെയുമാണ് താൻ പിന്തുടരേണ്ടത് എന്ന് റോബർട്ട് കിയോസാക്കിക്ക് ചെറുപ്പകാലത്ത് മനസ്സിലായിട്ടില്ലായിരുന്നു. അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ സാധിക്കുന്ന അവസ്ഥയായിരുന്നില്ല. അതിന് കാരണം അവരവരുടെ കരിയറിന്റെ തുടക്കകാലമായിരുന്നു രചയിതാവിന്റെ കുട്ടിക്കാലത്ത്. ഈ പുസ്തകത്തിൽ നിന്നും നമ്മെ പഠിപ്പിക്കുന്ന വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സ്കൂളുകൾ ഒരിക്കലും നമുക്ക് ഫിനാൻഷ്യൽ എഡ്യൂക്കേഷൻ തരുന്നില്ല എന്ന കാര്യം. സ്കൂളുകൾ പഠിപ്പിക്കുന്നത് ഒരിക്കലും എങ്ങനെ പണം സമ്പാദിക്കണം എന്ന കാര്യമല്ല, മറിച്ച് എങ്ങനെ നല്ലൊരു ജോലി നേടിയെടുക്കണം എന്നതാണ്. അതുകൊണ്ട് തന്നെ പണക്കാരല്ലാത്തവർ, ഈ പറഞ്ഞ പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സുകാരും തുടർച്ചയായി പരമ്പരകളായി ഇത് തുടർന്നു കൊണ്ടുപോവുകയും അവരുടെ അതേ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ഈ പുസ്തകത്തിൽ റിച്ച് ഡാഡിൻ്റെയും പുവർ ഡാഡിൻ്റെയും ഒരേ കാര്യങ്ങളിലുള്ള അവലോകനങ്ങൾ, അവരുടെ തീരുമാനങ്ങളും അവരുടെ ചിന്തകളും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് വിവരിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പാവപ്പെട്ട അച്ഛൻ പലപ്പോഴും എനിക്ക് അത് വാങ്ങിയെടുക്കാൻ സാധിക്കില്ല, എന്നെക്കൊണ്ട് അത് നേടിയെടുക്കാൻ കഴിയില്ല എന്നൊക്കെ കരുതി അവരുടെ സാധ്യതകളുടെ വാതിലുകളെ അടയ്ക്കുമ്പോൾ പണക്കാരനായ അച്ഛൻ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എങ്ങനെ അത് നേടിയെടുക്കാം, എങ്ങനെയാണ് എനിക്കത് വാങ്ങാൻ സാധിക്കുക എന്നാണ്. ഇങ്ങനെയൊരു ചോദ്യം മനസ്സിലേക്ക് നൽകി അവർ ആ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് നേടാൻ ആഗ്രഹമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്യും. ആദ്യമേ തന്നെ നമുക്ക് ഈ റിച്ച് ഡാഡിൻ്റെയും പുവർ ഡാഡിൻ്റെയും ഒരേ കാര്യങ്ങളിലുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ എങ്ങനെയൊക്കെയാണുള്ളത് എന്ന് ചെറിയ ഒരു അവലോകനം നടത്തി നോക്കാം. പുവർ ഡാഡ് എപ്പോഴും കരുതുന്നത് പണക്കാർ എപ്പോഴും ടാക്സുകളെ, നികുതികളെ വളരെ കൂടുതലായി ഗവൺമെൻറ്റിലേക്ക് നൽകേണ്ടതുണ്ട്, അവർ അങ്ങനെ നൽകുന്നവരാണ് എന്നാണ്. അതായത് പണക്കാർ സമ്പാദിക്കുന്ന പണത്തിൻ്റെ നല്ലൊരു ഭാഗവും ടാക്സ് ആയിട്ട് ഗവൺമെൻറ്റിലേക്ക് തന്നെ അടയ്ക്കേണ്ടി വരുന്നു. എന്നാൽ റിച്ച് ഡാഡ് കരുതുന്നത് ഈ ടാക്സിൻ്റെ സിസ്റ്റം ഉള്ളതുകൊണ്ട് അവിടെ ഏറ്റവും കുറവ് ടാക്സ് നൽകേണ്ട വ്യക്തി ഒരു പ്രൊഡക്റ്റിനെ നിർമ്മിക്കുന്നവനാണ് എന്നാണ്. അങ്ങനെ വരുമ്പോൾ ആ പ്രൊഡക്റ്റ് നിർമ്മിക്കുന്നവർക്ക് റോ മെറ്റീരിയൽസ് വാങ്ങിക്കാനുള്ള പണം മാത്രമേ, അതിൻ്റെ ടാക്സ് മാത്രമേ അടയ്ക്കേണ്ടി വരുന്നുള്ളൂ. എങ്ങനെയായാലും ടാക്സിൻ്റെ കാര്യത്തിൽ നമ്മൾ കൂടുതൽ പണം നൽകേണ്ടി വരും എന്ന് കരുതുന്നതിന് പകരം റിച്ച് ഡാഡ് കരുതുന്നത് പണം സമ്പാദിക്കുമ്പോൾ ടാക്സ് വളരെ കുറവ് വരുന്നത് പ്രൊഡക്റ്റുകളെ നിർമ്മിക്കുന്നവരാണ് എന്നാണ്. നന്നായി പഠിച്ചാൽ നല്ലൊരു കമ്പനിയിൽ വളരെ മികച്ച ഒരു ജോലി നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് പുവർ ഡാഡ് അവരുടെ മക്കളെ പഠിപ്പിക്കുക. എന്നാൽ റിച്ച് ഡാഡ് പഠിപ്പിക്കുന്നത് നന്നായി പഠിച്ചാൽ
ഏത് കമ്പനിയാണ് നമുക്ക് വാങ്ങേണ്ടത്, ഏത് കമ്പനിയെ വാങ്ങാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. എനിക്ക് ഭാര്യയും മക്കളും പ്രാരാബ്ധവും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് പണക്കാരനാവാൻ സാധിക്കില്ല എന്ന് കരുതുന്നയാളായിരിക്കും പുവർ ഡാഡ്. എന്നാൽ റിച്ച് ഡാഡ് ആകട്ടെ ഭാര്യയും മക്കളും പ്രാരാബ്ധവും ഒക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായും ഞാൻ പണക്കാരനായി തീരണം എന്ന് ഉറച്ച ബോധ്യമുള്ളവനുമായിരിക്കും. ഒരു ദിവസത്തെ ഏറ്റവും ഒടുവിലത്തെ ഭക്ഷണമാണല്ലോ അത്താഴം. ഈ അത്താഴത്തിന് സമയത്തും അത്താഴം കഴിഞ്ഞിട്ടുമൊക്കെ പണത്തെക്കുറിച്ചും അല്ലെങ്കിൽ കച്ചവടത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുന്നത് പാവപ്പെട്ട അച്ഛൻ അഥവാ നമ്മുടെ പുവർ ഡാഡിന് തീരെ ഇഷ്ടമല്ല. എന്നാൽ റിച്ച് ഡാഡ് ആകട്ടെ ഈ സമയത്ത് ബിസിനസ് സംസാരിക്കാൻ വളരെയേറെ താല്പര്യപ്പെടുന്ന വ്യക്തിയുമായിരിക്കും. ബിസിനസ്സിനെ കുറിച്ചും പണത്തെക്കുറിച്ചുമൊക്കെ ആ സമയത്ത് സംസാരിക്കുന്നത് പിറ്റേ ദിവസം നമുക്കൊരു പ്രത്യേക എനർജി ലഭിക്കാൻ കാരണമാകുമല്ലോ. പുവർ ഡാഡ് ഒരിക്കലും റിസ്കുകളെ ഏറ്റെടുക്കാൻ തയ്യാറാവില്ല. റിസ്കുകൾ വരുന്ന മേഖലയിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കാനാണ് പുവർ ഡാഡ് ശ്രമിക്കുക. എന്നാൽ റിച്ച് ഡാഡ് ആകട്ടെ എങ്ങനെയാണ് റിസ്കുകളെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെ അവയെ കൈകാര്യം ചെയ്യണം എന്നാണ് പഠിക്കുക. എന്ന് പഠിച്ച് മാക്സിമം റിസ്കുകളെ കൈകാര്യം ചെയ്യാൻ സ്വയം ധൈര്യപ്പെട്ട് മുന്നോട്ട് വരികയും ചെയ്യും. പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സുകാരുമൊക്കെ ഏറ്റവും അധികം വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീടെന്ന് പറയുന്നത്, സ്വന്തമായുള്ള നമ്മുടെ വീടെന്ന് പറയുന്നത് നമുക്കൊരു അസറ്റാണ്, ഒരു സ്വത്താണ് എന്നത്. എന്നാൽ റിച്ച് ഡാഡ് കരുതുന്നത് ഒരു വീട് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു കടബാധ്യതയാണ് എന്നാണ്. അതെങ്ങനെയാണ് അയാൾ അങ്ങനെ ചിന്തിക്കുന്നത് എന്നൊക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ മുന്നോട്ട് പോകുന്തോറും മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ മാസവും നമുക്ക് ഓരോ ബില്ലുകളൊക്കെ അടയ്ക്കാനുണ്ടാവും അല്ലേ. കറണ്ട് ബില്ലും അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ ബില്ലും, അങ്ങനെ നിരവധി ബില്ലുകൾ നമുക്ക് അടയ്ക്കാനുണ്ടാവും. പുവർ ഡാഡ് എപ്പോഴും പറയുക ബില്ലുകളൊക്കെ പണം കിട്ടുന്ന തുടക്കത്തിൽ തന്നെ, സാലറി ലഭിച്ച ഉടനെ തന്നെ അടച്ചു തീർക്കുകയാണ് വേണ്ടത് എന്നാണ്. എന്നാൽ റിച്ച് ഡാഡ് കരുതുക ബില്ലുകൾ അടയ്ക്കുന്നത് ഒരു മാസത്തിലെ ഏറ്റവും അവസാനമായിരിക്കും എന്നുമാണ്. പുവർ ഡാഡ് കുറച്ച് പണം സമ്പാദിച്ചു വെക്കാൻ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കാൻ വളരെയധികം കഷ്ടപ്പെടുമ്പോൾ റിച്ച് ഡാഡ് എപ്പോഴും പുതിയ പുതിയ നിക്ഷേപങ്ങളെ, ഇൻവെസ്റ്റ്മെൻറ്റുകളെ കണ്ടെത്തിക്കൊണ്ടിരിക്കും. പുവർ ഡാഡ് പഠിപ്പിക്കുക ഒരു കമ്പനിയിലേക്ക് നല്ലൊരു ജോലി നേടിയെടുക്കാൻ എങ്ങനെ നല്ല മികച്ച ഒരു റെസ്യൂമി നമുക്ക് തയ്യാറാക്കാം, ഒരു CV നമുക്ക് തയ്യാറാക്കാം എന്നാണെങ്കിൽ റിച്ച് ഡാഡ് പഠിപ്പിക്കുന്നത് എങ്ങനെ നമുക്ക് നല്ലൊരു ബിസിനസ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യാം എന്നാണ്. പുവർ ഡാഡ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും തന്നോട് തന്നെ പറയുന്ന ഒരു കാര്യമാണ് ഐ വിൽ നെവർ ബി റിച്ച്. ഞാൻ ഒരിക്കലും തന്നെ പണക്കാരനാവില്ല, ആവാൻ സാധ്യതയില്ല എന്ന്. എന്നാൽ റിച്ച് ഡാഡ് എപ്പോഴും പറയുക ഐ എം എ റിച്ച് മാൻ, ഞാൻ നല്ലൊരു പണക്കാരനാണ്. പണക്കാരായ ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും ചെയ്യാൻ പോകില്ല, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നില്ല. ഇങ്ങനെ തുടങ്ങി നിരവധി വ്യത്യസ്തങ്ങളായ മനോവ്യാപാരങ്ങളാണ് പാവപ്പെട്ടവരും പണക്കാരും തമ്മിലുള്ളത് എന്ന് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിൽ തന്നെ രചയിതാവ് റോബർട്ട് കിയോസാക്കി നമ്മളെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായത്തിൽ രചയിതാവ് പരിചയപ്പെടുത്തുന്നത് പണക്കാർ ഒരിക്കലും തന്നെ പണം സമ്പാദിക്കാനല്ല ജോലി നേടുന്നത് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നത് എന്ന കാര്യമാണ്. പാവപ്പെട്ടവരും അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരുമൊക്കെ ജോലി എടുക്കുന്നത് അവർക്ക് പണം സമ്പാദിക്കാനാണ്, അവരുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ്. എന്നാൽ പണക്കാരനാകട്ടെ പണത്തെ കൊണ്ട് അവർക്ക് വേണ്ടി ജോലി എടുപ്പിക്കുന്നു. പലർക്കും തന്നെ ഈ പറഞ്ഞ കാര്യം എന്താണെന്ന്, ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവില്ല. അത് മനസ്സിലാക്കണമെങ്കിൽ ഈ അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഒരു ബോധമുണ്ടായിരിക്കണം. അത് നമ്മൾ അടുത്ത ഭാഗത്തിലാണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പുസ്തകം മുഴുവനായി വായിക്കുന്നതും അതിൻ്റെ സംഗ്രഹ വിശദീകരണം കേൾക്കുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. സമയവും ക്ഷമയും ഒക്കെ ഉള്ളവർ തീർച്ചയായും ഈ പുസ്തകം മുഴുവനായും വായിച്ചിരിക്കണം. അങ്ങനെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ആമസോണിൽ നിന്നും ഈ പുസ്തകം വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സുകാരും പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നു. എന്നാൽ പണക്കാർക്ക് വേണ്ടി അവരുടെ പണമാണ് ജോലി ചെയ്യുന്നത്. എങ്ങനെയാണ് പണക്കാർക്ക് വേണ്ടി അവരുടെ പണം ജോലി ചെയ്യുന്നത്, പണക്കാരെങ്ങനെയാണ് പണത്തെ കൊണ്ട് അവർക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കുന്നത് എന്ന കാര്യമാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഈ പുസ്തകത്തിലെ ആദ്യത്തെ അധ്യായം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അത് പഠിപ്പിച്ചു തരാൻ രചയിതാവിന്റെ കുട്ടിക്കാലത്തേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. പണക്കാരുടെ കുട്ടികൾ പഠിച്ചിരുന്ന സ്കൂളിലായിരുന്നു റോബർട്ട് കിയോസാക്കിയും പഠിച്ചിരുന്നത്. സ്കൂളിലെ തന്റെ സഹപാഠികളൊക്കെ പണക്കാരായതുകൊണ്ട് തനിക്കും എങ്ങനെ ഒരു പണക്കാരനാകാമെന്ന ചിന്ത ആ കാലം മുതലേ നമ്മുടെ രചയിതാവിന്റെ മനസ്സിലുണ്ടായിരുന്നു. ഇതേ സ്കൂളിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ സുഹൃത്ത് മൈക്കിനെ അദ്ദേഹം പരിചയപ്പെടുന്നത്. മൈക്കും റോബർട്ടും തമ്മിൽ നല്ലൊരു സുഹൃത്ത് ബന്ധം രൂപപ്പെടുകയും രണ്ടുപേരും പണം ഉണ്ടാക്കുന്നതിന്റെ സ്വപ്നം ഒരുമിച്ച് കാണുകയും ചെയ്തിരുന്നു. തങ്ങൾക്കും എങ്ങനെ പണം സമ്പാദിക്കാം എന്നതിന് അവർ ഉത്തരം കണ്ടെത്തിയത് ലെഡിൽ നിന്നും നിക്കൽ ഉരുക്കിയെടുക്കുന്ന അനധികൃതമായ ഒരു വഴിയായിരുന്നു. ഇത് മനസ്സിലാക്കിയ റോബർട്ട് കിയോസാക്കിയുടെ പാവപ്പെട്ട അച്ഛൻ രണ്ടു കുട്ടികളെയും
ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയുടെ അനന്തരഫലം എന്തൊക്കെയാണെന്ന് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അവരിൽ പണമുണ്ടാക്കാനുള്ള ആഗ്രഹം നന്നേ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം ഈ പുസ്തകത്തിൽ റിച്ച് ഡാഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട റോബർട്ട് കിയോസാക്കിയുടെ സുഹൃത്തായ മൈക്കിന്റെ അച്ഛനെ കണ്ടു പഠിക്കാനായി ആവശ്യപ്പെട്ടു. അവിടുത്തെ ഒരു ബാങ്കറിൽ നിന്നും റിച്ച് ഡാഡ് പണമുണ്ടാക്കുന്നതിൽ എത്രമാത്രം അഗ്രഗണ്യനാണെന്ന കാര്യം പുവർ ഡാഡ് മുമ്പ് തന്നെ കേട്ടിരുന്നു. അങ്ങനെ ഒടുവിലവർ രണ്ടുപേരും പണം സമ്പാദിക്കുന്ന വഴികളെ മനസ്സിലാക്കാൻ റിച്ച് ഡാഡിന്റെ അരികിലെത്തി. റിച്ച് ഡാഡുമായി മീറ്റിംഗ് അറേഞ്ച് ചെയ്യപ്പെട്ട ദിവസം രാവിലെ കൃത്യം 8 മണിക്ക് തന്നെ റോബർട്ട് കിയോസാക്കി മൈക്കിന്റെ വീട്ടിലെത്തി. മീറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ റിച്ച് ഡാഡ് 2 കുട്ടികളോടുമായി പറഞ്ഞത്, എനിക്ക് പണമുണ്ടാക്കുന്ന വഴി നിങ്ങളെ പഠിപ്പിച്ചു തരാൻ വളരെ സന്തോഷം മാത്രമേ ഉള്ളൂ. പക്ഷേ അത് നിങ്ങൾ ഇതുവരെ കണ്ട പോലുള്ള ഒരു ക്ലാസ് റൂം സ്റ്റൈലിലുള്ള പഠിപ്പിക്കലായിരിക്കില്ല. ഈ 2 കുട്ടികളും തനിക്ക് വേണ്ടി പണിയെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെ പണം സമ്പാദിക്കാൻ സാധിക്കുമെന്ന് പഠിപ്പിക്കാൻ കഴിയുമെന്നായിരുന്നു റിച്ച് ഡാഡിന്റെ വാദം. അതോടൊപ്പം കൂടുതൽ ചോദ്യങ്ങളൊന്നും ചോദിക്കാൻ പാടില്ലെന്ന നിർദ്ദേശവും റിച്ച് ഡാഡ് വെച്ചിരുന്നു. ഇത് സമ്മതിച്ച 2 പേരെയും റിച്ച് ഡാഡ് ആദ്യം പഠിപ്പിച്ച പാഠം ഇതാണ്. അവസരങ്ങൾ എന്ന് പറയുന്നത്, അതായത് പണം സമ്പാദിക്കാനുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത് എപ്പോഴും വളരെ പെട്ടെന്ന് നമ്മുടെ കൺമുമ്പിലൂടെ പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അവയെ കാത്തിരുന്ന് കൃത്യമായ അവസരം കണ്ടെത്തുമ്പോൾ ഉടനെ അതിലേക്ക് ചാടി വീഴണം. റിച്ച് ഡാഡിന് വേണ്ടി ജോലി ചെയ്യിപ്പിച്ചുകൊണ്ടാണ് പണം സമ്പാദിക്കുന്ന വഴികൾ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നത് എന്ന് പറഞ്ഞിരുന്നല്ലോ. എല്ലാ ശനിയാഴ്ചയും 3 മണിക്കൂറായിരുന്നു അവരുടെ 2 പേരുടെയും ജോലി. ഓരോ മണിക്കൂറിലും 10 സെന്റുകൾ കൂലി. ഒരു സെന്റ് എന്ന് പറയുന്നത് $1 100 വളരെ ബോറിംഗ് ആയിട്ടുള്ള ഒരു ജോലിയായിരുന്നു അത്. 2 ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ തന്നെ തന്നെ കൊണ്ട് ഇത് സാധിക്കില്ലെന്നും താൻ ഈ ജോലി ഉപേക്ഷിക്കുകയാണെന്നും റോബർട്ട് സുഹൃത്തായ മൈക്കിനോട് പറഞ്ഞു. മൈക്കിന്റെ അച്ഛൻ ഇങ്ങനെയൊരു പ്രതികരണം കുട്ടികളിൽ നിന്നും വരാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ഈ ജോലിയിൽ തുടരാൻ തനിക്ക് താല്പര്യമില്ലെന്ന് റിച്ച് ഡാഡിനെ അറിയിക്കാൻ പോകുന്നതിന് മുമ്പ് ഇത് പുവർ ഡാഡിനോട് റോബർട്ട് കിയോസാക്കി ഷെയർ ചെയ്തു. പക്ഷേ പുവർ ഡാഡ് റോബർട്ടിനോട് പറഞ്ഞത്, നീ മണിക്കൂറിൽ 25 സെന്റുകൾ തനിക്ക് തരികയാണെങ്കിൽ മാത്രമേ ഇനി ഈ ജോലിയിൽ തുടരുകയുള്ളൂ എന്ന് ഒരു കരാർ വെക്കാനാണ്. അത് അംഗീകരിച്ച റോബർട്ട് റിച്ച് ഡാഡിനെ കാണാൻ വേണ്ടി പോയപ്പോൾ റോബർട്ട് 1 മണിക്കൂറോളം കാത്തു നിൽക്കേണ്ടി വന്നു. ആ സമയത്ത് റിച്ച് ഡാഡ് തന്നെ കൊണ്ട് വെറുതെ പണിയെടുപ്പിക്കുകയായിരുന്നുവെന്നും തനിക്ക് പണം സമ്പാദിക്കാനുള്ള വഴികളൊന്നും പറഞ്ഞു തരാനുള്ള ആത്മാർത്ഥത അദ്ദേഹത്തിനില്ല എന്നുമൊക്കെ റോബർട്ടിന്റെ മനസ്സിലൂടെ ചിന്തകൾ അങ്ങ് പാഞ്ഞുപോയി. 1-2 വർഷങ്ങൾക്ക് ശേഷം മാത്രം സാധാരണ രീതിയിൽ ജോലിക്കാർക്ക് വരുന്ന ഈ ഒരു ചിന്ത 1 മാസത്തിന് മുമ്പ് തന്നെ റോബർട്ട് കിയോസാക്കിയുടെ മനസ്സിൽ വന്നു എന്നത് റിച്ച് ഡാഡിനെ അത്ഭുതപ്പെടുത്തി. അന്നത്തെ മീറ്റിംഗിൽ അദ്ദേഹം റോബർട്ടിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. താൻ എങ്ങനെയാണ് പണം സമ്പാദിക്കേണ്ടത് എന്ന് കൃത്യമായി പഠിപ്പിച്ച് തന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന്. ആദ്യമേ പറഞ്ഞിരുന്നു, സാധാരണ നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന രീതിയിലായിരിക്കില്ല ഞാൻ പഠിപ്പിക്കുന്നത് എന്ന്. ജീവിതം നമ്മളെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് ആ രീതിയിലായിരിക്കും എൻ്റെ പഠിപ്പിക്കൽ. ഏറ്റവും പെട്ടെന്ന് കാര്യങ്ങളെ പഠിക്കാൻ സാധിക്കുന്നത് കാര്യങ്ങളെ ചെയ്തു നോക്കിക്കൊണ്ടാണ്. എന്നാൽ ഈ ലോകത്ത് പലരും തന്നെ സ്കൂളിൽ പോയും പുസ്തകം വായിച്ചുമൊക്കെയാണ് കാര്യങ്ങളെ പഠിക്കുന്നത്. അത് ഏറ്റവും ബുദ്ധിമുട്ടി കാര്യങ്ങളെ പഠിക്കാനുള്ള മാർഗമാണ്. അന്നത്തെ മീറ്റിംഗിൽ റിച്ച് ഡാഡ് റോബർട്ടിനോടായി മറ്റൊരു കാര്യം പറഞ്ഞു. ഒന്നുകിൽ ഇതേ ജോലി തുടർന്നുകൊണ്ട് ഒരുപക്ഷെ കൂടുതൽ ശമ്പളം ലഭിച്ചുകൊണ്ട് റോബർട്ടിന് മുന്നോട്ട് പോകാം വർഷങ്ങളോളം, അല്ലെങ്കിൽ പണം സമ്പാദിക്കാനായി സ്വന്തമായൊരു മാർഗം കണ്ടെത്താം. ഈ പാഠമായിരുന്നു റിച്ച് ഡാഡ് തന്റെ മക്കൾക്ക് നൽകാനായി ശ്രമിച്ചത്. മറ്റൊരാൾക്ക് ജോലി എടുക്കുന്നതിന് പകരം സ്വന്തമായി എന്തെങ്കിലും ഒരു ബിസിനസ് കണ്ടെത്താൻ. ആ മീറ്റിംഗിനിടയ്ക്ക് റോബർട്ട് വല്ലാതെ ക്ഷുഭിതനായത് റിച്ച് ഡാഡ് ശ്രദ്ധിച്ചിരുന്നു. അദ്ദേഹത്തിന് അത് നന്നേ ഇഷ്ടപ്പെട്ടു. കാരണം പണം സമ്പാദിക്കാൻ കോപം വരുന്നത് വളരെ നല്ലതാണ്. കോപവും സ്നേഹവും കൂട്ടിച്ചേർത്തിക്കൊണ്ടുള്ള വികാരമാണ് നമ്മളെ പണം സമ്പാദിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ പാവപ്പെട്ടവർക്കും മിഡിൽ ക്ലാസ്സുകാർക്കും പണം സമ്പാദിക്കുന്ന സമയത്ത് ഉണ്ടാകുന്നത് പേടിയാണ്, ഭയം എന്ന വികാരം. തങ്ങളുടെ ബില്ലുകൾ അടയ്ക്കാൻ സാധിക്കില്ല, തങ്ങൾ ജോലിയിൽ നിന്നും പുറത്താക്കപ്പെടും എന്നൊക്കെയുള്ള ഭയങ്ങൾ. പണം സമ്പാദിക്കാനുള്ള വഴി മുട്ടിപ്പോകും, പുതിയൊരു ബിസിനസ് കണ്ടെത്താനുള്ള ധൈര്യക്കുറവ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പാവപ്പെട്ടവരെയും മിഡിൽ ക്ലാസ്സുകാരെയും തടഞ്ഞു നിർത്തുന്നത്. ഗവൺമെന്റിലേക്ക് അടയ്ക്കേണ്ട ടാക്സുകളും മറ്റ് പിടുത്തങ്ങളുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ശമ്പളം ലഭിച്ചതിന് ശേഷം പോലും ഇത്തരക്കാർക്ക് സന്തോഷം കാണാറില്ല. അന്ന് വെറും 9 വയസ്സ് മാത്രം ഉണ്ടായിരുന്ന നമ്മുടെ പുസ്തകത്തിന്റെ രചയിതാവ് ആദ്യമായായിരുന്നു ടാക്സിനെ കുറിച്ച് കേൾക്കുന്നത്. അന്ന് തന്നെയായിരുന്നു കൂടുതൽ പണം പണക്കാർ സമ്പാദിക്കുന്നുണ്ടെങ്കിലും ഗവൺമെന്റിലേക്ക് അത്ര ടാക്സ് ഒന്നും അടയ്ക്കുന്നില്ല എന്ന സത്യം റോബർട്ട് കിയോസാക്കി മനസ്സിലാക്കിയത്. ആ മീറ്റിംഗിന് ശേഷം അവർ തമ്മിൽ ഒരു പുതിയ ഡീലിലെത്തി. ആ ഡീൽ ഇങ്ങനെയായിരുന്നു: ഇനി റോബർട്ടും മൈക്കും റിച്ച് ഡാഡിന് വേണ്ടി ജോലിയെടുക്കുന്നത് ഫ്രീ ആയിട്ടാണ്. അടുത്ത 3 ആഴ്ചകളിലേക്ക് റോബർട്ടും മൈക്കും റിച്ച് ഡാഡിന് വേണ്ടി ഫ്രീ ആയി ജോലി ചെയ്തു കൊടുത്തു. 3ാമത്തെ ശനിയാഴ്ചയിൽ 2 കുട്ടികളെയും കൂട്ടി റിച്ച് ഡാഡ് ഒരു പാർക്കിലേക്ക് പോയി. അവിടെ വെച്ചായിരുന്നു
എലിയോട്ടം അഥവാ റാറ്റ് റേസ് എന്ന കാര്യത്തെക്കുറിച്ച് റിച്ച് ഡാഡ് അവരെ പഠിപ്പിക്കുന്നത്. അതിനുവേണ്ടി റിച്ച് ഡാഡ് കുട്ടികളോട് പറഞ്ഞു, ഇനിയുള്ള ഓരോ മണിക്കൂറിലും നിങ്ങൾക്ക് ഞാൻ 25 സെന്റുകൾ വെച്ച് കൂലി തരാം. രണ്ടുപേരും അത് സമ്മതിച്ചില്ല. അങ്ങനെയെങ്കിൽ മണിക്കൂറിന് $1 വെച്ച് തരാം. അപ്പോഴും അവർ സമ്മതിച്ചില്ല. $2 വെച്ചായാലോ? അതിനും അവർ ഒരുക്കമായിരുന്നില്ല. ഒടുവിൽ മണിക്കൂറിന് $5 വെച്ച് തരാമെന്ന് പറഞ്ഞിട്ട് പോലും കുട്ടികൾ സമ്മതിച്ചില്ല. അവർക്കറിയാമായിരുന്നു അവരെ വാങ്ങിക്കാൻ ഇനി ആർക്കും സാധിക്കില്ല എന്ന്. അവർക്ക് സമ്പന്നരാകണം എന്ന ആഗ്രഹം മനസ്സിൻ്റെ ഉള്ളിൽ അതിയായി പതിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ജോലിക്കാരനായി മുന്നോട്ട് പോകാൻ അവർ ഒരുക്കമായിരുന്നില്ല. അന്നത്തെ ദിവസം റിച്ച് ഡാഡ് കുട്ടികളോട് പറഞ്ഞു കൊടുത്ത മറ്റു ചില കാര്യങ്ങളുണ്ട്. പാവപ്പെട്ടവർ സാധാരണയായി ഇടയ്ക്കിടെ പറയാറുള്ള ഒരു കാര്യമാണ് തങ്ങൾക്ക് പണത്തിൽ അത്ര താല്പര്യമൊന്നുമില്ല എന്ന്. അപ്പോഴായിരുന്നു റോബർട്ടിന് തൻ്റെ അച്ഛൻ ഇടയ്ക്കിടെ പറയുന്ന എനിക്ക് പണത്തോടത്ര താല്പര്യമൊന്നുമില്ല, ഞാൻ ജോലി ചെയ്യുന്നത് എൻ്റെ ജോലിയെ ഞാൻ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്നത് ഓർമ്മ വന്നത്. പാവപ്പെട്ടവർ അവരെ തന്നെ കവർ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മാർഗമാണിത്. ഒരു ലോങ് ടേം പ്രശ്നത്തിന് വളരെ ഷോർട്ട് ടേം ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് ജോലി എടുക്കുക എന്ന് പറയുന്നത്. ജോലി എടുക്കുന്നവരുടെ ഉള്ളിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഭയം എപ്പോഴും കാണും. എന്നാൽ റിച്ച് ഡാഡ് 2 മക്കളെയും പഠിപ്പിക്കാൻ ശ്രമിച്ചത് ഇനി ഒരിക്കലും മുട്ടുവിറയ്ക്കുന്ന ഭയം വരുന്ന സമയങ്ങൾ അവർക്കുണ്ടാകരുതെന്നും അങ്ങനെ വരേണ്ട അവസ്ഥയിൽ ചിന്തിക്കാനുള്ള കഴിവ് മറക്കരുതെന്നും അവരെ ഓർമ്മിപ്പിക്കാനാണ്. നിങ്ങൾ നിങ്ങളുടെ തലച്ചോറ് ഉപയോഗിക്കുക. ആളുകൾക്ക് വേണ്ടി പണമൊന്നും വാങ്ങാതെ ജോലി ചെയ്തു കൊടുക്കുക. ഇങ്ങനെ മുമ്പോട്ട് പോയാൽ തന്നെ എങ്ങനെ വളരെ വലിയ രീതിയിലുള്ള പണം നിങ്ങൾക്ക് സമ്പാദിക്കാം എന്ന ചിന്തകൾ, ഐഡിയകൾ നിങ്ങളുടെ തലയിലേക്ക് വന്നുകൊണ്ടിരിക്കും. മറ്റുള്ളവർ കാണാത്ത പലതിനെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം മറ്റുള്ളവരൊക്കെ കാണുന്നത് ആ ജോലി എടുക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന പണത്തെയാണ്. അവർക്കത് ലഭിക്കുകയും ചെയ്യും. റിച്ച് ഡാഡിൻ്റെ ഈ വാക്കുകളെ 2 കുട്ടികളും നന്നേ ഇഷ്ടപ്പെട്ടു. അവർ അതിനെ അവരുടെ ജീവിതത്തിലേക്ക് പകർത്തുമെന്ന് ശപഥം ചെയ്തു. അതിനുശേഷമായിരുന്നു 2 കുട്ടികളും പണം സമ്പാദിക്കാനുള്ള മികച്ച ഒരു വഴി സ്വന്തമായി രൂപപ്പെടുത്തിയെടുത്തത്. മറ്റു കുട്ടികൾക്ക് വായിക്കാൻ സാധിക്കുന്ന രീതിയിൽ കോമിക് ബുക്കുകളുടെ ഒരു ലൈബ്രറി തുടങ്ങുകയായിരുന്നു അവരുടെ ആദ്യത്തെ ലക്ഷ്യം. അക്കാലത്ത് സ്വന്തമായി ഒരു കോമിക് ബുക്ക് വാങ്ങിക്കാൻ 10 സെന്റുകൾ കൊടുക്കണമായിരുന്നു. റോബർട്ടിൻ്റെയും മൈക്കിൻ്റെയും ലൈബ്രറിയിൽ പോയാൽ ഉച്ച സമയത്തെ 2:30 മുതൽ 4:30 വരെയുള്ള സമയങ്ങളിൽ കുട്ടികൾക്ക് എത്ര കോമിക് ബുക്കുകൾ വേണമെങ്കിലും റോബർട്ടിൻ്റെയും മൈക്കിൻ്റെയും ലൈബ്രറിയിൽ നിന്നും വായിക്കാം. ഈ 2 മണിക്കൂറിലേക്ക് വായിക്കാൻ വരുന്ന കുട്ടികൾ ഫീസായി നൽകേണ്ടത് 10 സെന്റുകളായിരുന്നു. അതായത് മറ്റൊരു കോമിക് ബുക്ക് വാങ്ങിക്കാനുള്ള അതേ പണം. ആ ലൈബ്രറിയുടെ നടത്തിപ്പുകാരിയായി മൈക്കിൻ്റെ പെങ്ങളെ അവർ ജോലിക്ക് വെച്ചു. ഓരോ ആഴ്ചയും ഒടുവിൽ $9 50 സെന്റുകളും $10 50 സെന്റുകൾ മാത്രം കുറവുള്ള രീതിയിൽ മെച്ചപ്പെട്ട ഒരു സമ്പാദ്യം അവരെ തേടിയെത്തി. അതിൽ $1 അവരുടെ ലൈബ്രറി സൂക്ഷിപ്പുകാരിക്ക് നൽകുകയും ചെയ്തു. ഒരു 3 മാസത്തിന് ശേഷം ലൈബ്രറിയിൽ വെച്ച് ഒരു ചെറിയ പ്രശ്നം ഉടലെടുക്കുകയും മൈക്കിൻ്റെ അച്ഛനായ നമ്മുടെ റിച്ച് ഡാഡ് ലൈബ്രറി അടച്ചുപൂട്ടാനായി ആവശ്യപ്പെട്ടതുകൊണ്ട് ആ ലൈബ്രറി അടച്ചുപൂട്ടുകയും ചെയ്യപ്പെട്ടു. പക്ഷേ ഈ ഒരു ഉദ്യമത്തിൽ നിന്നും അവർ 2 പേരും മനസ്സിലാക്കി, പണത്തിന് വേണ്ടിയല്ല ജോലിയെടുക്കേണ്ടത്, പണം നമുക്ക് വേണ്ടി ജോലിയെടുക്കണം. ഈ പുസ്തകത്തിന്റെ അടുത്ത അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ചാണ്. ഇപ്പോൾ കയ്യിൽ പണമുള്ളവർ പോലും മനസ്സിലാക്കിയിരിക്കേണ്ട നിരവധി കാര്യങ്ങൾ ആ അധ്യായത്തിൽ പഠിപ്പിച്ചു തരുന്നുണ്ട്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന പുസ്തകത്തിന്റെ 2ാമത്തെ അധ്യായം പഠിപ്പിക്കുന്നത് സാമ്പത്തിക സാക്ഷരതയെക്കുറിച്ചാണ്. നമ്മൾ എത്ര പണം സമ്പാദിക്കുന്നു എന്നതിലല്ല കാര്യം, എത്ര പണം നമ്മൾ കാത്തുവെക്കുന്നു, സൂക്ഷിച്ചു വെക്കുന്നു എന്നതിലാണ്. 47ാമത്തെ വയസ്സിൽ റോബർട്ട് കിയോസാക്കി തൻ്റെ ജോലിയിൽ നിന്നും റിട്ടയർഡ് ചെയ്തിരുന്നു. അതിനുശേഷവും റോബർട്ടും അദ്ദേഹത്തിൻ്റെ ഭാര്യയും ജോലികൾ ചെയ്യാറുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യുന്ന ജോലികളൊക്കെ അവരുടെ സമ്പത്തിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഈ പുസ്തകത്തിൻ്റെ ഈ ഒരു ഭാഗത്ത്, ഈ അധ്യായത്തിൽ റോബർട്ട് കിയോസാക്കി ഒരു ചെറിയ കഥ വിവരിക്കുന്നുണ്ട്. 1923 ലോകത്തിലെ ഏറ്റവും മികച്ച നേതാക്കളും ഏറ്റവും മികച്ച ബിസിനസ്സുകാരുമൊക്കെ ഷിക്കാഗോയിൽ ഒരു മീറ്റിങ്ങിന് ഒരുമിച്ച് കൂടി. 25 വർഷങ്ങൾക്ക് ശേഷം അതിൽ 9 പേർ തങ്ങളുടെ ജീവിതം അവസാനിപ്പിച്ചത് ഇങ്ങനെയൊക്കെയാണ്. 4 പേർ അവരുടെ ബിസിനസ്സിൽ നിന്നും മറ്റും മൊത്തത്തിൽ തകർന്നുപോയി. ഒരാൾക്ക് ഭ്രാന്ത് പിടിച്ചു. 2 പേർ ജയിലിൽ നിന്നും മോചിതരായി. 2 പേരാകട്ടെ ആത്മഹത്യയും ചെയ്തു. 1929 സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷാണ് ഈ 25 പണക്കാരിലെ 9 പേരുടെ അവസാനം ഇങ്ങനെയാക്കിയത്. ആദ്യം പഠിച്ചു വെക്കേണ്ട ഏറ്റവും വലിയ സാമ്പത്തിക പാഠം എന്ന് പറയുന്നത് എത്ര പണം നമ്മൾ സമ്പാദിക്കുന്നു എന്നതിലല്ല, മറിച്ച് എത്ര പണം നമ്മൾ സൂക്ഷിച്ചു വെക്കുന്നു എന്നതിലാണ്.
സാമ്പത്തിക സാക്ഷരതയില്ലെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ പണം മുഴുവൻ നിങ്ങൾ നശിപ്പിക്കും. വളർന്നു വരുമ്പോൾ റോബർട്ടിൻ്റെ പാവപ്പെട്ട അച്ഛൻ ഉപദേശിച്ചത് കൂടുതൽ പുസ്തകങ്ങൾ വായിക്കാനാണെങ്കിൽ, പണക്കാരനായ അച്ഛൻ റോബർട്ടിനെ ഉപദേശിച്ചത് സാമ്പത്തിക സാക്ഷരത എത്രയധികം നേടിയെടുക്കാൻ സാധിക്കുമോ അത്രയും കൈക്കലാക്കാനാണ്. ആകാശം മുട്ടെ ഉയരമുള്ള ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് വലിയ ഒരു കുഴി ഭൂമിയിലെടുക്കുകയാണ് വേണ്ടത്. എന്നിട്ട് ആ കുഴിയിലേക്കാണ് നിങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ തറയെ ഇറക്കേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ വളരെ ദീർഘകാലത്തേക്ക് സമ്പന്നനായി നിലനിൽക്കണമെങ്കിൽ തുടക്കത്തിൽ നമ്മൾ അതുപോലെ സമ്പത്തിൻ്റെ വലിയ ഒരു കുഴി എടുക്കേണ്ടതുണ്ട്. അതായത് സാമ്പത്തിക സാക്ഷരതയെ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ദീർഘദൂരം സമ്പന്നനായി ജീവിക്കണമെങ്കിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കേണ്ട നിയമം എന്ന് പറയുന്നത് ഒരു അസറ്റും ഒരു ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കണം എന്നതാണ്. അസറ്റ് എന്ന് പറഞ്ഞാൽ സ്വത്തും ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ കടബാധ്യതയും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം സ്വത്തുക്കളെ കൂടുതൽ വാങ്ങിയെടുക്കാനാണ് ശ്രമിക്കേണ്ടത്. പണക്കാർ എപ്പോഴും സ്വത്തുക്കളെ നേടിക്കൊണ്ടിരിക്കും. പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സുകാരും കൂടുതലും കടബാധ്യതകളെയാണ് നേടിയെടുക്കുന്നത്. പക്ഷേ അവർ കരുതുന്നു ആ കടബാധ്യതകൾ അവരുടെ സ്വത്തുക്കളാണെന്ന്. ഒരു വീട് പോലെ. ഒരു അസറ്റും ഒരു ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വാസ്തവത്തിൽ പാവപ്പെട്ടവർക്കും മിഡിൽ ക്ലാസ്സുകാർക്കും അറിയില്ല. ഇവ തമ്മിലുള്ള വ്യത്യാസം കൃത്യമായി മനസ്സിലാക്കിയാൽ അത് നിങ്ങളെ സമ്പന്നനാക്കുമെന്നാണ് റിച്ച് ഡാഡിൻ്റെ ഉപദേശം. അപ്പോൾ എന്താണ് വ്യത്യാസം? ഒരു അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവന്ന് തരുന്ന ഒന്നാണ്. ഒരു കടബാധ്യത എന്ന് പറയുന്നത് നമ്മുടെ പോക്കറ്റിൽ നിന്നും പണത്തെ കൊണ്ടുപോകുന്ന ഒന്നാണ്. അസറ്റ് നമ്മുടെ ഇൻകത്തിലേക്ക്, നമ്മുടെ വരുമാനത്തിലേക്ക് കൂടുതൽ കൂടുതൽ നിക്ഷേപിച്ചു കൊണ്ടിരിക്കുന്നു. ലയബിലിറ്റി നമ്മുടെ എക്സ്പെൻസിലേക്കാണ് കൂടുതൽ നിക്ഷേപങ്ങളെ നടത്തുന്നത്. ഒരു പാവപ്പെട്ടവൻ ജോലിയെടുക്കുകയും ആ ജോലിയിൽ നിന്നും ലഭിക്കുന്ന പണം അവൻ്റെ എക്സ്പെൻസുകൾ, അവൻ്റെ ചിലവുകളെ തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒരു മിഡിൽ ക്ലാസ്സുകാരൻ ജോലിയെടുക്കുമ്പോൾ അവന് ലഭിക്കുന്ന ജോലിയുടെ പണം അവൻ്റെ കടബാധ്യതകളെ വീട്ടാനും പിന്നീട് അവൻ്റെ ചിലവുകളെ തീർക്കാനും സഹായിക്കുന്നു. എന്നാൽ ഒരു പണക്കാരൻ്റെ കാര്യത്തിൽ അവൻ്റെ സ്വത്തുക്കൾ അവന് വേണ്ടി പണം സമ്പാദിക്കുന്നു. ഒരു ഉദാഹരണത്തിന്, ഒരു പണക്കാരന് ഏതെങ്കിലും സ്ഥലത്ത് ഒരു ബിൽഡിംഗ് ഉണ്ടെന്ന് കരുതുക. ആ ബിൽഡിങ്ങിൽ നിന്നും ലഭിക്കുന്ന വാടക അയാളുടെ ഇൻകമാണ്. ഡിവിഡൻഡുകൾ, പലിശകൾ, റോയൽറ്റികൾ തുടങ്ങി നിരവധി മാർഗങ്ങളുണ്ട് ഇതിന്. മിഡിൽ ക്ലാസ്സുകാർ അവരുടെ സ്വത്തുക്കളായി കണക്കാക്കുന്ന വാസ്തവത്തിൽ അവരുടെ കടബാധ്യതകളായ കാര്യങ്ങൾ, കാറിൻ്റെയും വീടിൻ്റെയും ഒക്കെ ലോണുകൾ, പണയം, ക്രെഡിറ്റ് കാർഡിൻ്റെ ഡെപ്റ്റ്, സ്കൂളിൻ്റെ ലോണുകൾ തുടങ്ങിയവയൊക്കെയാണ്. എന്നാൽ ഒരു പണക്കാരൻ്റെ സ്വത്തുക്കളായി അവൻ എണ്ണുന്നത് റിയൽ എസ്റ്റേറ്റ്, സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, നോട്ടുകൾ, ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടികൾ തുടങ്ങിയവയൊക്കെയാണ്. പാവപ്പെട്ടവരും മിഡിൽ ക്ലാസ്സുകാരുമായ പലരും പറയുന്ന ഒരു കാര്യം, ഞാൻ കടത്തിലാണ്, അതുകൊണ്ട് എനിക്ക് കൂടുതൽ പണം സമ്പാദിക്കണം എന്നാണ്. വാസ്തവത്തിൽ പണം കൂടുതൽ സമ്പാദിക്കുന്നത് ഒരു പ്രശ്നമേ അല്ല എന്നാണ് റിച്ച് ഡാഡ് പറയുന്നത്. അവർക്ക് കൃത്യമായ സാമ്പത്തിക സാക്ഷരതയില്ലാത്തതാണ് യഥാർത്ഥ പ്രശ്നം. കൃത്യമായ സാമ്പത്തിക സാക്ഷരതയില്ലെങ്കിൽ അവരിലേക്ക് കൂടുതൽ പണം വന്നു ചേർന്നാലും പഴയ രീതിയിലേക്ക് തന്നെ അവർ പോകും. അതുകൊണ്ടാണ് ബമ്പർ ലോട്ടറികൾ പോലും അടിച്ചിട്ടും വീണ്ടും തങ്ങളുടെ പഴയ ജീവിത രീതിയിലേക്ക് പലർക്കും മടങ്ങേണ്ടി വരുന്നത്. ഒരു വ്യക്തി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്നത് മുഴുവനും ചിലവഴിക്കുന്ന സ്വഭാവക്കാരനാണെങ്കിൽ അവനത് തുടർന്നുകൊണ്ടേയിരിക്കും. അവൻ്റെ കയ്യിലേക്ക് എത്ര പണം വന്നു ചേർന്നാലും അതേ രീതി തന്നെ തുടർന്നു പോകുന്നതാണ്. വിദ്യാർത്ഥികളിൽ മിക്കവരും അവരുടെ പഠനം പൂർത്തിയാക്കുന്ന സമയത്തും സാമ്പത്തിക സാക്ഷരതയിൽ വട്ടപൂജ്യമായിരിക്കും. പിന്നീട് അവരുടെ ജീവിതത്തിൽ സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടുന്നവരായി അവർക്ക് അവരെ തന്നെ കാണാൻ സാധിക്കും. പണം എങ്ങനെ സമ്പാദിക്കണം എന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതലായി മനസ്സിലാക്കിയിരിക്കേണ്ടത് എങ്ങനെയാണ് പണത്തെ മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്നതാണ്. ഈ ഒരു സ്കില്ലിനെയാണ് ഫിനാൻഷ്യൽ ആപ്റ്റിറ്റ്യൂഡ് അഥവാ സാമ്പത്തിക അഭിരുചി, സാമ്പത്തിക വാസന എന്നൊക്കെ പറയുന്നത്. മിക്കവരും പഠിച്ചിരിക്കുന്നത് എങ്ങനെ ഹാർഡ് വർക്ക് ചെയ്യാം എന്നാണ്. പക്ഷേ വാസ്തവത്തിൽ എല്ലാവരും പഠിച്ചിരിക്കേണ്ടത് എങ്ങനെ പണത്തെ കൊണ്ട് നമുക്ക് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യിപ്പിക്കാം എന്നതാണ്. പാവപ്പെട്ടവർക്കും മിഡിൽ ക്ലാസ്സുകാർക്കും വലിയ ഒരു തലവേദനയാണ് ടാക്സുകൾ.
സാധാരണ രീതിയിൽ ജനങ്ങൾ വളരെ വലിയ വീടുകൾ വാങ്ങിക്കും തങ്ങളുടെ കുടുംബത്തിന് താമസിക്കാൻ വേണ്ടി. വളരെ വലിയ വീടാകുമ്പോൾ പ്രോപ്പർട്ടി ടാക്സും വളരെ കൂടുതലായിരിക്കും. ജനങ്ങളുടെ ശമ്പളം കാലക്രമേണ വർദ്ധിച്ചുകൊണ്ടിരിക്കും. സോഷ്യൽ സെക്യൂരിറ്റി ടാക്സും അതുപോലെ വർദ്ധിക്കും. അധിക ദൂരം മുന്നോട്ട് പോകാതെ തന്നെ പലരും പണയത്തിലും ക്രെഡിറ്റ് കാർഡിന്റെ കടങ്ങളിലുമൊക്കെ അകപ്പെട്ടിരിക്കും. ഇങ്ങനെയാണ് പലരും നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞ എലിയോട്ടം അഥവാ റാറ്റ് റേസിൽ പങ്കാളികളായിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ കൂടുതൽ പണം സമ്പാദിക്കണം എന്നതിൻ്റെ രഹസ്യം കിടക്കുന്നത് സ്വത്തുക്കളെ കടബാധ്യതകളെക്കാൾ കൂടുതൽ സമ്പാദിക്കുമ്പോഴാണ്. കയ്യിൽ സ്വർണമുള്ളവൻ നിയമങ്ങളെ ഉണ്ടാക്കുന്നു എന്ന ഒരു വാചകം ഈ അധ്യായത്തിൽ രചയിതാവ് എടുത്തു പറയുന്നുണ്ട്. നമ്മൾ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോഴാണ്, അല്ലെങ്കിൽ മറ്റുള്ളവരെ പോലെ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഏറ്റവും വലിയ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഒരു വലിയ വീട് വെക്കുന്നത്, നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്നത്, ജോലിയിൽ ഒരു നല്ല പ്രൊമോഷൻ ലഭിക്കുന്നത്, അല്ലെങ്കിൽ ശമ്പളം കൂട്ടിക്കിട്ടുന്നത്. റോബർട്ട് കിയോസാക്കിയും അദ്ദേഹത്തിന്റെ സുഹൃത്ത് മൈക്കും തങ്ങളുടെ റിച്ച് ഡാഡിന്റെ കൂടെയായിരുന്നു കൗമാരപ്രായം ചിലവിട്ടത്. റിച്ച് ഡാഡ് തന്റെ ബാങ്കർമാരോടും അറ്റോർണികളോടും അക്കൗണ്ടന്റുമാരോടും നിക്ഷേപകരോടുമൊക്കെ എങ്ങനെയാണ് പെരുമാറുന്നത് എന്ന് കണ്ടു വളർന്നവരാണ് റോബർട്ടും സുഹൃത്ത് മൈക്കും. അവർ മനസ്സിലാക്കിയിരുന്ന തങ്ങളുടെ റിച്ച് ഡാഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അദ്ദേഹം തന്നേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമുള്ള ആളുകളോട് ഇടപെടുന്നതും അവരെ തനിക്കു വേണ്ടി ഉപയോഗിക്കുന്നതുമായിരുന്നു. റിച്ച് ഡാഡ് തൻ്റെ കൗമാരക്കാരായ മക്കളോട് ഇടയ്ക്കിടെ പറയാറുള്ള ഒരു കാര്യം, ഒരു ബുദ്ധിമാനായ മനുഷ്യൻ എപ്പോഴും തന്നേക്കാൾ ബുദ്ധിമാനായ ഒരു മനുഷ്യനെയാണ് തനിക്ക് വേണ്ടി ജോലിക്ക് നിയമിക്കുക എന്നതായിരുന്നു. ഒരു കൗമാരക്കാരനായിട്ട് പോലും തൻ്റെ പുവർ ഡാഡിനേക്കാൾ കൂടുതൽ സാമ്പത്തിക സാക്ഷരത തനിക്ക് നേടിയെടുക്കാൻ സാധിച്ചുവെന്ന് റോബർട്ട് കിയോസാക്കി അന്ന് തന്നെ മനസ്സിലാക്കിയിരുന്നു. അതിന് കാരണം റിച്ച് ഡാഡിൻ്റെ ബാങ്കർമാരോടും അതുപോലെ ടാക്സ് അക്കൗണ്ടന്റുകളോടും റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർമാരോടുമൊക്കെ കൂടുതൽ അടുത്ത് പെരുമാറാനും ഇടപഴകാനും റോബർട്ടിന് സാധിച്ചുവെന്നതും അവർക്ക് റോബർട്ടിനെ നന്നേ ഇഷ്ടമായിരുന്നു എന്നതുമായിരുന്നു. ഈ അധ്യായത്തിൽ പ്രധാനമായും എടുത്തു പറയുന്ന മറ്റൊരു കാര്യം, പലരും തന്നെ തങ്ങളുടെ വീടിനെ ഒരു സ്വത്തായാണ്, ഒരു അസറ്റായാണ് കണക്കാക്കുന്നത്. പക്ഷെ പലപ്പോഴും ഒരു വീടിൻ്റെ വില അത്രയങ്ങ് മുകളിലേക്ക് പോകാറില്ല. എങ്കിലും കൂടുതൽ കെട്ടിട നികുതി അവർ അടക്കേണ്ടി വരികയും ചെയ്യുന്നു. നമ്മുടെ രാജ്യത്തിന് പുറത്തുള്ള ആളുകളിൽ പലരും ഇങ്ങനെയുള്ള ജീവിതം നയിക്കുന്നവരാണ്. റോബർട്ട് കിയോസാക്കി ഒരു വലിയ വീട് വാങ്ങാൻ പദ്ധതിയിട്ടപ്പോൾ ആദ്യം ചെയ്തത് ആ വീട് നിർമ്മിക്കാൻ വേണ്ടിയുള്ള പണം സമ്പാദിച്ചു തരുന്ന സ്വത്തുക്കളെ നേടിയെടുക്കുക എന്നതായിരുന്നു. നമ്മുടെ സ്വത്തുക്കളുടെ ലിസ്റ്റ് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കാലം പോകുന്തോറും നമ്മുടെ ഇൻകത്തിലും നമ്മുടെ വരുമാനത്തിലും നല്ല ഒരു വളർച്ച നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പണക്കാർ എപ്പോഴും പണക്കാർ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നത്, മിഡിൽ ക്ലാസ്സുകാരും പാവപ്പെട്ടവരും അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നതും. ഇനി മറ്റൊരു കാര്യത്തിലേക്ക് പോകാം. സാധാരണ രീതിയിൽ ഒരു ജോലിക്കാരൻ ഗവൺമെന്റിന് വേണ്ടിയോ കമ്പനിക്ക് വേണ്ടിയോ ഒരു ബാങ്കിന് വേണ്ടിയോ ആണ് ജോലിയെടുക്കുക. കമ്പനികളിൽ ഒരാൾ ജോലിയെടുക്കുമ്പോൾ ആ കമ്പനി വളരുകയും ആ കമ്പനിയുടെ ഉടമകൾക്ക് കൂടുതൽ പണം വന്നു ചേരുകയും ചെയ്യുന്നു. ഗവൺമെന്റിന് വേണ്ടി ജോലിയെടുക്കുമ്പോൾ നല്ല രീതിയിൽ ടാക്സ് അടയ്ക്കേണ്ടിയും വരുന്നു. ബാങ്കിന് വേണ്ടി ജോലിയെടുക്കുന്ന മിക്കവരുടെയും ഏറ്റവും വലിയ ചിലവുകൾ എന്ന് പറയുന്നത് പണയമോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡിന്റെ കടങ്ങളോ ആയിരിക്കും. എത്രമാത്രം ദിവസങ്ങൾ മുമ്പോട്ട് പോകാനുള്ള പണം നമ്മുടെ കയ്യിലുണ്ടോ അതിനെയാണ് സമ്പത്ത് എന്ന് വിളിക്കുന്നത്. ഇന്ന് ഞാൻ ജോലിയെടുക്കുന്നത് നിർത്തുകയാണെങ്കിൽ ഇനി എത്ര ദിവസത്തേക്ക് ജോലിയെടുക്കാതെ എനിക്ക് ജീവിക്കാനാകും എന്ന കണക്കാണ് വാസ്തവത്തിൽ സമ്പത്ത് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണത്തിന്, ഒരു മനുഷ്യൻ അവൻ്റെ സ്വത്തിൽ നിന്നും 1,00,000 രൂപ ഒരു മാസം നേടുന്നുണ്ട് എന്ന് കരുതുക. എന്നാൽ അവൻ്റെ ചിലവ് 1.5 ലക്ഷം രൂപയുമാണ്. അങ്ങനെയെങ്കിൽ മാസം 1.5 ലക്ഷം രൂപ ഉണ്ടാക്കാനുള്ള സ്വത്ത് വാങ്ങുന്നത് വരെ അവൻ സമ്പന്നനാണെന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും ഈ അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. പണക്കാർ എപ്പോഴും സ്വത്തുക്കളെ വാങ്ങിക്കൊണ്ടിരിക്കും. പാവപ്പെട്ടവർക്ക് എപ്പോഴും ചിലവുകൾ മാത്രമായിരിക്കും. മിഡിൽ ക്ലാസ്സുകാർക്ക് അവർ സ്വത്തുക്കളെന്ന് കരുതുന്ന കടബാധ്യതകളായിരിക്കും കൂടെയുള്ളത്. നിങ്ങൾക്ക് ദീർഘദൂര ജീവിതത്തിലേക്ക് ഒരു പണക്കാരനാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിനുവേണ്ടിയുള്ള സ്വത്തുക്കളെ വാങ്ങിക്കൂട്ടാനാണ് നിങ്ങൾ ആദ്യം ജോലിയെടുക്കേണ്ടത്. നമ്മൾ വേറെ ആരുടെയെങ്കിലും കാര്യങ്ങളിൽ ഇടപെടുന്ന സമയത്ത് ചിലപ്പോഴൊക്കെ കേട്ടിരിക്കാൻ സാധ്യതയുള്ളൊരു വാക്കാണ് മൈൻഡ് യുവർ ഓൺ ബിസിനസ് എന്നത്. നമ്മൾ നമ്മുടെ പണി മാത്രം എടുത്താൽ മതി എന്നവർ നമ്മൾ ഉപദേശിക്കുന്നതാണ്.
ഇത് തന്നെയാണ് പുസ്തകത്തിന്റെ രചയിതാവിന് ഈ അധ്യായത്തിലൂടെ നമ്മളോട് പറയാനുള്ളത്. എല്ലാവരും തന്നെ അവരുടെ വരുമാനത്തിന്റെ കാര്യത്തിലും വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ കാര്യത്തിലുമൊക്കെ ശ്രദ്ധ ചെലുത്തുമ്പോൾ പണക്കാരായിട്ടുള്ള ആളുകൾ ശ്രദ്ധ ചെലുത്തുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അവരുടെ സ്വത്തുക്കളുടെ ലിസ്റ്റ് വർദ്ധിപ്പിക്കാനാണ്. അവർ വരുമാനത്തിലല്ല ശ്രദ്ധ ചെലുത്തുക. മക്ഡൊണാൾഡ്സ് എന്ന കമ്പനിയെ കുറിച്ച് കേട്ടിട്ടുണ്ടോയെന്നല്ലോ. ഫാസ്റ്റ് ഫുഡ് മേഖലയിലെ ലോക പ്രശസ്ത കമ്പനിയാണ് മക്ഡൊണാൾഡ്സ്. ഫാസ്റ്റ് ഫുഡ് മേഖലയിലെ രാജാക്കന്മാരാണ് മക്ഡൊണാൾഡ്സ് എന്നതിലുപരി അവർ റിയൽ എസ്റ്റേറ്റും നടത്തുന്നുണ്ട്. എന്തിനാണ് ഇത്തരമൊരു കമ്പനി റിയൽ എസ്റ്റേറ്റ് നടത്തുന്നത്? ഇവിടെയാണ് ഒരു പണക്കാരൻ്റെ മൈൻഡ് സെറ്റിലുള്ള വ്യത്യാസത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. മക്ഡൊണാൾഡ്സ് പോലെയുള്ള ഒരു കമ്പനി റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ കാലുകുത്തുന്ന സമയത്ത് അവർക്ക് നിരവധി ഗുണങ്ങൾ അതിൽ നിന്നും ലഭിക്കാനുണ്ട്. മക്ഡൊണാൾഡ്സിൻ്റെ ഓരോ ഫ്രാഞ്ചൈസികളും ഏത് സ്ഥലത്ത് നൽകണം എന്ന് തീരുമാനിക്കാൻ ഈ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ഉണ്ടെങ്കിൽ വളരെ എളുപ്പമല്ലേ? എന്നാൽ ഇത് മാത്രമല്ല മക്ഡൊണാൾഡ്സിന് ഇങ്ങനെ ഒരു കച്ചവടത്തിലൂടെ ലഭിക്കുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കുമെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് ഈ അധ്യായത്തിലൂടെ റോബർട്ട് കിയോസാക്കി ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമ്മൾ സാധാരണ നമുക്ക് പരിചയമുള്ള ഒരാളോട് എന്താണിപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി എന്ന് ചോദിക്കുന്ന സമയത്ത് അവരുടെ മറുപടി എന്ന് പറയുന്നത് അവർ ചെയ്യുന്ന ജോലി എന്താണോ അത് പറയുക എന്നതായിരിക്കും. ഏതെങ്കിലും ഒരു കമ്പനിയിലെ ജോലിയെ ആയിരിക്കും അവരെടുത്ത് പറയുന്നത്. പക്ഷെ അവർ ചിന്തിക്കുന്നില്ല അവർ ആ കമ്പനിയിലെ ജോലിക്കാർ മാത്രമാണെന്ന്. അവർ കരുതുന്നത് അങ്ങനെ ഒരു കമ്പനിയിൽ ജോലി ലഭിക്കുന്നത് വളരെ വലിയ ഒരു കാര്യമാണെന്നും ഇപ്പോഴത്തെ സാമൂഹിക അവസ്ഥയിൽ ഇത്തരമൊരു ജോലിയുള്ളത് വളരെ മെച്ചപ്പെട്ട ഒരു നേട്ടമാണെന്നും അവർ കരുതുന്നു. അതിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരക്കാർ അവരുടെ കാര്യമല്ല നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവരുടെ കമ്പനിയുടെ കാര്യവും അതുവഴി ആ കമ്പനിയുടെ ഉടമസ്ഥർ ആരൊക്കെയാണോ അവരുടെ കാര്യവുമാണ്. നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കണം എന്ന് പറയുന്നിടത്ത് റോബർട്ട് കിയോസാക്കിക്ക് നമ്മളോട് ഉപദേശിക്കാനുള്ളത് നമ്മൾ സ്വന്തമായി ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മിലേക്ക് നിലയ്ക്കാതെ പണം ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു സ്രോതസ്സ് നമുക്ക് വേണമെന്നാണ്. അങ്ങനെ ഒരു സ്രോതസ്സ് നമുക്കില്ലെങ്കിൽ നമ്മൾ ഫിനാൻഷ്യൽ ഹാർഡ്ഷിപ്പ് എന്ന് പറയുന്ന ഒരു മേഖലയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അവസ്ഥ. നമ്മുടെ പോക്കറ്റിലേക്ക് പണം വീഴുന്ന രീതിയിൽ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതിന് പകരം മറ്റൊരാളുടെ പോക്കറ്റിലേക്ക് പണം വീഴാൻ വേണ്ടി നമ്മുടെ ജീവിതത്തെ ഒഴിഞ്ഞു വെക്കുന്നവരെയാണ് റോബർട്ട് കിയോസാക്കി ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ മറ്റൊരാളുടെ കീഴിൽ ജോലി എടുത്തുകൊണ്ടിരിക്കുന്നവർക്കാണ് ശമ്പളം കൂട്ടിക്കിട്ടുന്നതിനെ കുറിച്ചും അതുപോലെ മറ്റൊരു ജോലിയെക്കുറിച്ചും അല്ലെങ്കിൽ ഓവർ ടൈം ആയിട്ട് ജോലി ചെയ്യുന്നതിനെ കുറിച്ചുമൊക്കെ സദാ ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഈ പറഞ്ഞതൊക്കെ തന്നെയായിരിക്കും അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും. നമ്മിലേക്ക് നിലയ്ക്കാത്ത പണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഫൗണ്ടേഷൻ നമുക്കില്ലെങ്കിൽ നമ്മൾ നമ്മുടെ ജോലിയിൽ തന്നെ സ്റ്റക്കായി നിൽക്കുമെന്നും നമ്മുടെ ജീവിതാവസാനം വരെ മറ്റൊരാളെ ആശ്രയിച്ച് ജീവിക്കേണ്ടി വരുമെന്നുമാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. അത് ശരിയാണെന്ന് നമുക്കറിയാം. പക്ഷേ നമ്മളിൽ പലരും തന്നെ ചിന്തിക്കുന്നത് അങ്ങനെയൊരു ജോലി ചെയ്യുന്നതിലൂടെ നമുക്ക് പണം ലഭിക്കുന്നുണ്ടല്ലോ എന്നാണ്. അങ്ങനെ ചിന്തിക്കുന്നവർ തീർച്ചയായും സംഗ്രഹ വിശദീകരണത്തിൻ്റെ ഈ ഭാഗം കഴിയുന്നതുവരെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും ഒരു ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു മുതലാളിയായി ഇരിക്കുക എന്ന് പറയുന്നത് കുറച്ച് വ്യത്യസ്തമായ കുറച്ച് ബുദ്ധിമുട്ടേറിയ ജോലി തന്നെയാണ്. എന്നാൽ ആ ജോലി കൃത്യമായി ചെയ്യുകയാണെങ്കിൽ, ആ ജോലിയെ കൃത്യമായി ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോവുകയാണെങ്കിൽ അതിനെ ഒരു ജോലിയായി കാണാതെ അതൊരു ഓട്ടോമേഷൻ പ്രോസസ്സായി നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമെന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. നല്ലൊരു സാമ്പത്തിക അടിത്തറ ജീവിതത്തിൽ വേണമെങ്കിൽ അതിനുവേണ്ടി നമ്മോട് റോബർട്ട് കിയോസാക്കി ഉപദേശിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മുടെ ചിലവുകളെ എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കുറയ്ക്കാൻ ശ്രമിക്കണം എന്നതാണ്. ചിലവുകളെ മാത്രമല്ല നമ്മുടെ കടങ്ങളെയും കുറയ്ക്കണം. കടങ്ങൾ വരുന്നത് സാധാരണ രീതിയിൽ നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള പണം നമ്മുടെ കയ്യിലില്ലാതെ വരുമ്പോഴാണ്. അപ്പോൾ നമ്മുടെ ആവശ്യങ്ങളെയാണ് ആദ്യം കുറയ്ക്കേണ്ടത്. ആവശ്യങ്ങൾ എത്രമാത്രം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം കടത്തെയും കുറയ്ക്കാം, അത്രത്തോളം ചിലവുകളെയും കുറയ്ക്കാം. ചിലവുകൾ കുറയുമ്പോൾ, അതായത് നഷ്ടം കുറയുമ്പോൾ ലാഭം കൂടുന്നു എന്ന ഒരു ലോജിക്കാണ് ഇവിടെ പറയുന്നത്. ഇതേ ലോജിക്ക് തന്നെ വളരെ പ്രശസ്തനായ സ്റ്റോക്ക് മാർക്കറ്റ് രാജാവ് എന്ന് വിളിക്കാവുന്ന നമ്മുടെ വാരൻ ബഫറ്റ് പറഞ്ഞതായി കേട്ടിട്ടുണ്ട്. അടുത്ത ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തുക്കളുടെ ലിസ്റ്റ് വലിയതാക്കണം എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ സ്വത്തുക്കൾ വലുതാക്കണമെങ്കിൽ, സ്വത്തുക്കൾ കൂടുതൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു ഇൻകം നമുക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നമ്മളൊരു ജോലിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ കൃത്യമായിട്ടുള്ള ഒരു പേ ചെക്ക് നമുക്ക് എല്ലാ മാസവും വരുന്നതും ആ പേ ചെക്കിനനുസരിച്ചിട്ടുള്ള ചിലവുകൾ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്നതും സ്വാഭാവികമായിട്ടും നമുക്ക് സ്വത്തുക്കൾ വാങ്ങിച്ചെടുക്കാനുള്ള പണം തികയാതെ വന്നേക്കാം. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ചിലവുകളെക്കുറിച്ച്, കടങ്ങളെക്കുറിച്ച്
നമ്മൾ കൂടുതൽ സേവിങ്സ് ഉണ്ടാക്കി അത് പതിയെ ഇൻവെസ്റ്റ്മെന്റിലേക്ക് മാറ്റിവെച്ച് അങ്ങനെ പതുക്കെ സ്വത്തുക്കളെ ബിൽഡ് ചെയ്ത് വരികയാണ് റോബർട്ട് കിയോസാക്കി പറഞ്ഞു തരുന്ന മെത്തേഡ്. അടുത്ത അധ്യായത്തിൽ ഇതേ രീതിയിൽ റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് സ്വത്തുക്കളെ നേടിയെടുത്ത ഒരു സ്വന്തം ജീവിതാനുഭവം പറയുന്നുണ്ട്. അത് നമുക്ക് 4ാമത്തെ അധ്യായം ചർച്ച ചെയ്യുമ്പോൾ പറയാം. നമ്മുടെ അടുത്ത് സ്വത്തുക്കളുടെ ലിസ്റ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടി പറയുന്നതോടൊപ്പം നമ്മുടെ കുട്ടികളുടെ അടുത്ത് അവർക്ക് സ്വന്തമായി സ്വത്തുക്കളുടെ ലിസ്റ്റ് വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ കൂടുതൽ സ്വത്തുക്കൾ നേടിയെടുക്കാനുള്ള രീതികളെയും നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കണമെന്നും കൂടെ രചയിതാവ് ഉപദേശിക്കുന്നുണ്ട്. നമ്മളും നമ്മുടെ കുട്ടികളും എത്തരം സ്വത്തുക്കളെയാണ് നേടിയെടുക്കാൻ വേണ്ടി പണിപ്പെടേണ്ടത് എന്നുകൂടി ഈ അധ്യായത്തിൽ രചയിതാവ് പറയുന്നുണ്ട്. അവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം, അതായത് നമ്മൾ ജോലിക്ക് പോകുമ്പോൾ നമുക്ക് അതിൽ നിന്നും ഒരു ഇൻകം, ഒരു റവന്യൂ കിട്ടുന്നുണ്ടല്ലോ എന്ന് ചിന്തിക്കുന്നിടത്ത് റോബർട്ട് കിയോസാക്കി നമ്മളോട് ഉപദേശിക്കുന്നത് ബിസിനസ് ദാറ്റ് ഡു നോട്ട് റിക്വയർ മൈ പ്രസൻസ്, അതായത് നമ്മൾ ചെന്നിരിക്കണം എന്ന് നിർബന്ധമില്ലാത്ത കച്ചവടങ്ങളുടെ ഉടമയായിരിക്കുക. നമ്മൾ അവിടെ പോകാതെ തന്നെ അവിടുത്തെ കാര്യങ്ങൾ നടക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു കച്ചവടത്തിന്റെ ഉടമയായിരിക്കുക. അങ്ങനെ ഒരു കച്ചവടത്തിന്റെ ഉടമയായിരിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമ്മൾ അവിടെ പോയാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എന്നുള്ള രീതിയിലാണെങ്കിൽ അതിന് നമുക്ക് നമ്മുടെ കച്ചവടം അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് എന്ന് പറയാൻ പറ്റില്ല. അതിനെ നമ്മൾ വിളിക്കേണ്ടത് നമ്മുടെ ജോലി എന്നാണ്. ഇത് രചയിതാവിന്റെ അഭിപ്രായമാണ്. പിന്നെ നമ്മൾ നേടിയെടുക്കേണ്ട സ്വത്തുക്കളുടെ ലിസ്റ്റിലേക്ക് സ്റ്റോക്കുകൾ, ബോണ്ടുകൾ, നോട്ടുകൾ, അതുപോലെ ഇൻകം കൊണ്ടുതരുന്ന റിയൽ എസ്റ്റേറ്റുകൾ, പിന്നെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടികളായ നമ്മുടെ മ്യൂസിക്, സ്ക്രിപ്റ്റുകൾ, അതുപോലെ ഏതെങ്കിലും ഐഡിയകളുടെ പേറ്റന്റുകൾ, ഇങ്ങനത്തെ കാര്യങ്ങളുടെ റോയൽറ്റീസ്, അല്ലെങ്കിൽ ഏത് നിമിഷവും വിറ്റുപോകാൻ സാധ്യതയുള്ള, ഏത് നിമിഷം വിൽക്കാൻ ശ്രമിച്ചാലും അതിന് ഡിമാൻഡുള്ള കാര്യങ്ങളുടെ ഉടമയായിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണ് പ്രധാനമായും നമ്മളോട് നേടിയെടുക്കാൻ വേണ്ടി ലക്ഷ്യമിടേണ്ടത് എന്നാണ് രചയിതാവ് ഈ അധ്യായത്തിൽ പറയുന്നത്. റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് ഇടയ്ക്കിടെ പറയാറുള്ള മറ്റൊരു കാര്യം പറയുന്നുണ്ട് ഇവിടെ. നമ്മൾ ഒരു കാര്യത്തെ വേണ്ട വിധത്തിൽ സ്നേഹിക്കുന്നില്ലെങ്കിൽ, നമ്മളതിനെ ലവ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ അതിൻ്റെ കാര്യങ്ങളെ കൃത്യമായി നോക്കുകയില്ല. ഇഫ് യു ഡോണ്ട് ലവ് ഇറ്റ് യു വോണ്ട് ടേക്ക് കെയർ ഓഫ് ഇറ്റ്. ഏതൊരു കാര്യത്തോടാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം എന്ന് പറയുന്നത് ഏതൊരു കാര്യത്തോടാണ് കൂടുതലുള്ളത്, ആ കാര്യത്തെ നമ്മളിൽ നിന്നും നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ കഴിയാവുന്നതും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ സ്വന്തമായ ഒരു ബിസിനസ് ആകുമ്പോൾ സ്വാഭാവികമായും നമുക്കതിനെ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ. ഇതിനർത്ഥം നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി നിർത്തി പുതിയൊരു ബിസിനസ് തുടങ്ങി അങ്ങനെ മുന്നോട്ട് പോകണം എന്നല്ല. ഇവിടെ പറയുന്നത് നമ്മൾ ദിവസവും പോയിക്കൊണ്ടിരിക്കുന്ന ജോലിക്ക് തുടർന്നും പോയിക്കൊണ്ടിരിക്കുക, പക്ഷേ അതോടൊപ്പം സ്വത്തുക്കളുടെ ലിസ്റ്റിലേക്ക് സ്വത്തുക്കൾ പതുക്കെ വാങ്ങി, സ്റ്റോക്കുകളായാലും അല്ലെങ്കിൽ ബിസിനസ്സുകളായാലും അല്ലെങ്കിൽ സാധാരണ റിയൽ എസ്റ്റേറ്റ്, അങ്ങനെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തും തന്നെ ആവാം, ഇത്തരം സ്വത്തുക്കളെ നമ്മൾ നമ്മുടെ ജോലി നിലനിർത്തിക്കൊണ്ട് തന്നെ പതുക്കെ നേടിയെടുക്കുകയാണ് വേണ്ടത് എന്നാണ് രചയിതാവ് ഉപദേശിക്കുന്നത്. ഈ അധ്യായത്തിൽ ഏറ്റവും അവസാനം നമ്മളെ ഉപദേശിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ലക്ഷറികളുടെ പിന്നാലെ പോകുന്നത് കൂടുതൽ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരു പണക്കാരനായി തീരാനാണ് നമ്മുടെ ആഗ്രഹമെങ്കിൽ നമ്മൾ ലക്ഷറീസിന്റെ പുറകെ പോകുന്നത്, അല്ലെങ്കിൽ ലക്ഷറീസ് വാങ്ങിയെടുക്കുന്നത്, നേടിയെടുക്കുന്നത് ഏറ്റവും അവസാനം വേണം ചെയ്യാൻ. നമ്മൾ ആദ്യം തന്നെ ലക്ഷറീസ് വാങ്ങാൻ പോയാൽ നമ്മൾ കടക്കണിയിൽ പെടുമെന്നും, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ കടം വീട്ടാൻ വേണ്ടിയായിരിക്കും നമ്മൾ ബിസിനസ് ചെയ്യുന്നതെന്നും, പിന്നീട് ഒരിക്കലും ഒരു നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതി നമുക്ക് വന്നു ചേരില്ലെന്നുമാണ് രചയിതാവ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നാൽ ഒരു പണക്കാരനായിരിക്കുമ്പോൾ ലക്ഷറീസിനോട് താല്പര്യം പാടില്ല എന്നല്ല, മറിച്ച് ഒരു ലക്ഷറി നേടിയെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ആ ലക്ഷറി നേടിയെടുക്കാൻ നമുക്ക് ഏതൊരു സ്വത്ത് നേടിയെടുത്താലാണോ അതിൽ നിന്നും ഈ ലക്ഷറിക്ക് വേണ്ടിയിട്ടുള്ള പണം ഉണ്ടാക്കാൻ സാധിക്കുക, ആ സ്വത്തിനെ നേടിയെടുക്കാനാണ് ആദ്യം ശ്രമിക്കേണ്ടത്. അങ്ങനെ നല്ല കൃത്യമായിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഫണ്ട് നമ്മൾ ആദ്യം വാങ്ങിയെടുക്കണം. എന്നിട്ടാണ് ലക്ഷറീസിന്റെ പുറകെ പോകേണ്ടത് എന്നാണ് രചയിതാവ് ഇവിടെ ഉപദേശിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ ഒരു യുവാവായതിനു ശേഷം എങ്ങനെയാണ് രചയിതാവ് ഒരു ജോലിയിൽ നിന്നും തന്റെ സ്വത്തുക്കൾ വളർത്തുന്ന രീതിയിലേക്ക് മാറിയത്, ജോലി ചെയ്തുകൊണ്ട് തന്നെ മാറിയത് എന്നുള്ള കാര്യവും പറയുന്നുണ്ട്. നികുതികളുടെ ചരിത്രവും കോർപ്പറേഷൻസിന്റെ ശക്തിയും ഇതാണ് ഈ അധ്യായത്തിൽ പറയുന്നതെങ്കിലും നമുക്ക് ഈ അധ്യായത്തിൽ നിന്നും നിരവധി കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. പണക്കാരുടെ വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യത്തെയാണ് ഈ അധ്യായത്തിലൂടെ റോബർട്ട് കിയോസാക്കി പൊളിച്ചെഴുതുന്നത്. എന്റെ റിച്ച് ഡാഡ് വളരെ നന്നായി ഒരു കളി കളിച്ചു. ആ കളി അദ്ദേഹത്തിന്റെ കോർപ്പറേഷൻസിലൂടെയാണ് കളിച്ചിട്ടുള്ളത്. അതാണ് ഒരു പണക്കാരന്റെ ഏറ്റവും വലിയ രഹസ്യങ്ങളിൽ ഒന്ന്. ഇത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. നമുക്കറിയാം, പലപ്പോഴും പാവപ്പെട്ടവർ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ടാണ് പണക്കാർ കൂടുതൽ ടാക്സുകൾ അടയ്ക്കാത്തത്? ശരിക്കും അവർ ടാക്സുകളൊക്കെ കൂടുതൽ അടച്ച് കുറച്ച് പണം പാവപ്പെട്ടവർക്കും കൂടി നൽകേണ്ടതല്ലേ എന്ന്. യഥാർത്ഥ പണക്കാർ അത്രയൊന്നും ടാക്സുകളെ അടയ്ക്കുന്നവരല്ല എന്നാണ് റോബർട്ട് കിയോസാക്കി ഇവിടെ പറയുന്നത്. ടാക്സുകളെ അടയ്ക്കുന്നത് സാധാരണക്കാരായ മിഡിൽ ക്ലാസ്സുകാരാണ്. വിദ്യാഭ്യാസത്തിന്റെ ചരിത്രം അറിയുന്നയാളായിരുന്നു റോബർട്ട് കിയോസാക്കിയുടെ പുവർ ഡാഡ്. എന്നാൽ
റിച്ച് ഡാഡ് ആകട്ടെ ഈ നികുതികളുടെ ചരിത്രമാണ് കൂടുതൽ പഠിച്ചു വെച്ചിട്ടുള്ളത്. നികുതിയുടെ ചരിത്രം പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം മുന്നോട്ട് പോകുന്നത്. ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും നികുതിയുടെ ചരിത്രം. യഥാർത്ഥത്തിൽ യുദ്ധങ്ങൾക്കുള്ള ഒരു ഫണ്ട് ശേഖരണമായിരുന്നു ഈ നികുതി അത്ര. 1874 വരെ ഇംഗ്ലണ്ടിലെ പൗരന്മാർക്ക് ഇൻകം ടാക്സ് ഒന്നും അടയ്ക്കേണ്ടിയിരുന്നില്ല. 1913 അമേരിക്കയിലും ഇത് തുടങ്ങിയത്. നമ്മുടെ രാജ്യത്തും ഇൻകം ടാക്സ് ഉണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് നികുതി, കപ്പം, കരം തുടങ്ങിയ പേരുകളിലേക്ക് അറിയപ്പെട്ടിരുന്ന ഒരു കാര്യമാണിത്. ഇംഗ്ലണ്ടിലെയും അമേരിക്കയിലെയും കാര്യം പറയുകയാണെങ്കിൽ അവിടുത്തെ പണക്കാർക്ക് വേണ്ടിയാണ് വാസ്തവത്തിൽ നികുതികൾ തുടങ്ങിയിരുന്നത്. പാവപ്പെട്ടവർക്കും മിഡിൽ ക്ലാസ്സുകാർക്കും നല്ല രീതിയിലുള്ള മെച്ചപ്പെട്ട ഒരു ജീവിതം പ്രൊവൈഡ് ചെയ്യാൻ പണക്കാരിൽ നിന്നും ടാക്സ് പിരിച്ച് നൽകാൻ സാധിക്കുമെന്നായിരുന്നു ഗവൺമെന്റിന്റെ തുടക്കത്തിലെ വാദങ്ങൾ. എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതിയിൽ പണക്കാരാണ് ഏറ്റവും കുറവ് ടാക്സ് നൽകേണ്ടിയിരിക്കുന്നത്. പാവപ്പെട്ടവരാകട്ടെ അവർക്ക് ലഭിക്കുന്ന പണത്തിൽ നിന്നും ടാക്സുകൾ അടച്ചതിന് ശേഷമാണ് അവരുടെ ചെലവുകളെ പോലും കഴിക്കാൻ അവർക്ക് കഴിയുന്നത്. ഇത് ഒന്ന് കുറച്ചുകൂടി വിശദീകരിക്കാം. കോർപ്പറേഷൻസ് ഉള്ള ബിസിനസ് ഉടമകൾ അവരുടെ ബിസിനസ്സുകളിലൂടെ ആദ്യം സമ്പാദിക്കുന്നു, പിന്നീട് അവരുടെ ചിലവുകളെ കഴിക്കുന്നു. അവരുടെ പേഴ്സണൽ ചിലവുകളും അതുപോലെ കോർപ്പറേഷൻസിന്റെ ചിലവുകളും പിന്നീട് നടത്തുന്നു. അതിനുശേഷമാണ് ബാക്കി വരുന്ന പണത്തിന്റെ ടാക്സ് ആണ് അവരടയ്ക്കുന്നത്. എന്നാൽ ഇത്തരം കമ്പനികളിൽ പോലും ജോലി ചെയ്യുന്ന ജോലിക്കാരുടെ അവസ്ഥ, അവർ ആ ജോലിയിൽ നിന്നും ശമ്പളത്തെ വാങ്ങുന്നു, എന്നിട്ട് അതിന് ടാക്സ് അടയ്ക്കുന്നു, തുടർന്ന് ബാക്കിയുള്ള പണം കൊണ്ട് അവരുടെ ചിലവുകളെ കഴിക്കുന്നു. ഇതിനെയാണ് റോബർട്ട് കിയോസാക്കി റാറ്റ് റേസ് അഥവാ എലിയോട്ടം എന്നൊക്കെ വിളിച്ചത്. നമ്മുടെ ചിലവുകളെ കഴിച്ചതിന് ശേഷമുള്ള പണത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ ടാക്സ് അടയ്ക്കുന്നതെങ്കിൽ അത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അത്ര ഭാരമായി വരില്ലായിരുന്നു. പുവർ ഡാഡ് എപ്പോഴും പറയുന്നത് പണക്കാരായിട്ടുള്ള ആളുകൾ അത്യാർത്ഥിക്കാരായ കള്ളന്മാരാണെന്നാണ്. റിച്ച് ഡാഡ് പറയുന്നത് ഗവൺമെന്റ് മടിയന്മാരായ കള്ളന്മാരാണെന്നാണ്. പക്ഷെ എങ്ങനെ വന്നാലും പണക്കാരെങ്ങനെയാണ് ഇത്ര കുറവ് ടാക്സ് മാത്രമേ അടയ്ക്കുന്നുള്ളൂ എന്ന് റോബർട്ട് കിയോസാക്കിക്ക് പറയാൻ സാധിക്കുക? അതിന് അദ്ദേഹം ഉദ്ധരിക്കുന്ന കുറച്ച് മാർഗങ്ങളുണ്ട്. പണക്കാരായിട്ടുള്ള ആളുകൾ അവരുടെ പണം അവരുടെ ബിസിനസ് കോർപ്പറേഷൻസിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അവരുടെ സ്വത്തുക്കളിൽ നിന്നുള്ള ഇൻകവും അവരുടെ കോർപ്പറേഷൻസിലേക്കാണ് പോകുന്നത്. പിന്നീട് കോർപ്പറേറ്റ് ഇൻകമാണ്, അതായത് അവരുടെ ബിസിനസ്സിൽ നിന്നും ലഭിക്കുന്ന ഇൻകമാണ് അവർ അവരുടെ ഇൻകമായി കണക്കാക്കുന്നത്. അതോടൊപ്പം അവർക്ക് പേഴ്സണലായിട്ട്, അവർക്ക് വ്യക്തിപരമായിട്ട് നടത്തേണ്ടുന്ന അവരുടെ ചിലവുകളെയും കോർപ്പറേഷന്റെ ചിലവുകളായി കാണിച്ചുകൊണ്ട് ആ ചിലവുകൾക്ക് ശേഷമുള്ള ടാക്സിനെ മാത്രമാണ് അവരടയ്ക്കുന്നത്. ഗവൺമെന്റുകൾ എപ്പോഴും പണക്കാരായിട്ടുള്ള ആളുകളിൽ നിന്നും നികുതി കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി ശ്രമിച്ചാലും പണക്കാർ അതിൽ എന്തെങ്കിലും ഒരു ലൂപ്പ് ഹോൾ, നികുതിയുടെ നിയമങ്ങളിലുള്ള ലൂപ്പ് ഹോളുകൾ കണ്ടെത്തി അവർ ഏറ്റവും കുറവ് നികുതി എങ്ങനെ അടയ്ക്കാമെന്ന് മനസ്സിലാക്കി കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇനി ഒരു ഗവൺമെന്റും ഒരു കോർപ്പറേറ്റും തമ്മിലുള്ള മൈൻഡ് സെറ്റിലെ വ്യത്യാസം പറയാം. നമ്മൾ ഇത്രയും നേരം പറഞ്ഞിരുന്നത് ഒരു പാവപ്പെട്ടവനും ഒരു കോർപ്പറേറ്റുകാരനും തമ്മിലുള്ള വ്യത്യാസമാണ്. ഒരു ഗവൺമെന്റും ഒരു കോർപ്പറേഷനും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? അവരുടെ മൈൻഡ് സെറ്റിലുള്ള വ്യത്യാസം എന്താണ്? ഒരു മുതലാളി ചിന്തിക്കുക അയാളുടെ എക്സ്പെൻസുകളെ മാക്സിമം കുറയ്ക്കാനാണ്, അയാളുടെ ചിലവുകളെ മാക്സിമം ഇല്ലായ്മ ചെയ്യാനാണ്. അങ്ങനെ വന്നാൽ മാത്രമേ അയാളുടെ ലാഭത്തിന്റെ കണക്കിനെ വർദ്ധിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഒരു ഗവൺമെന്റിന് അടുത്ത ബഡ്ജറ്റിന് മുമ്പ് കഴിഞ്ഞ ബഡ്ജറ്റിൽ അലോട്ട് ചെയ്തിട്ടുള്ള വികസനത്തിന് വേണ്ടി അനുവദിക്കപ്പെട്ടിട്ടുള്ള പണം എത്രമാത്രം ചിലവഴിക്കാതെ ബാക്കിയായോ അത്രയും ചീത്തപ്പേരാകും. ജനങ്ങൾക്ക് വേണ്ടി, വികസനത്തിന് വേണ്ടി കൃത്യമായി പണം ചിലവഴിക്കാൻ അറിയാത്തവർ, ഇതിന് കഴിയാത്തവർ എന്നൊക്കെയുള്ള ചീത്തപ്പേരായിരിക്കും ഫലം. എന്നാൽ ഇതേ കാര്യം ഒരു കച്ചവടക്കാരൻ, ഒരു മുതലാളി ചെയ്യുകയാണെങ്കിൽ അയാൾ ഫിനാൻഷ്യലി എഫിഷ്യന്റ് ആണ് എന്നാണ് പറയുക. നികുതിയുടെ നിയമങ്ങളിൽ ചില ലൂപ്പ് ഹോളുകളൊക്കെ കണ്ടെത്തി മാക്സിമം നികുതി കുറയ്ക്കാൻ വേണ്ടി ഒരു കോർപ്പറേറ്റ് ചിന്തിക്കും എന്ന് പറഞ്ഞിരുന്നല്ലോ. ഇതുപോലെ റോബർട്ട് കിയോസാക്കിയും റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിൽ ഇത്തരത്തിൽ ഒരു ലൂപ്പ് ഹോള് നികുതി നിയമങ്ങളിൽ കണ്ടെത്തി നടത്തിയിട്ടുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കാര്യങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇന്റേണൽ റവന്യൂ കോഡിലെ 1031 എന്ന സെക്ഷൻ ഉപയോഗിച്ച്, ആ സെക്ഷൻ എന്ന് പറയുന്നത് നമ്മളൊരു റിയൽ എസ്റ്റേറ്റ് പ്രൊഡക്റ്റ് വിൽക്കുകയാണെങ്കിൽ അതിൽ നിന്നും ലഭിക്കുന്ന പണത്തിന് തീർച്ചയായും ഗവൺമെന്റിലേക്ക് ടാക്സ് അടയ്ക്കണം. എന്നാൽ ഈ ടാക്സ് അടയ്ക്കാൻ ഒരു ചെറിയ കാലാവധി, ഒരു ചെറിയ ഇളവ് ലഭിക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, കഴിഞ്ഞ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ നിന്നും ലഭിച്ചിട്ടുള്ള പണം ഉപയോഗിച്ച് വേറൊരു റിയൽ എസ്റ്റേറ്റ് പ്രൊഡക്റ്റ് ആണ് വാങ്ങിക്കുന്നതെങ്കിൽ ഇങ്ങനെയൊരു ഇടക്കാല ആശ്വാസം ലഭിക്കും. ഈ നിയമം ഉപയോഗിച്ച് റോബർട്ട് കിയോസാക്കി ഒരു പ്രൊഡക്റ്റ് വിറ്റ്, ഒരു റിയൽ എസ്റ്റേറ്റ് പ്രൊഡക്റ്റ് വിറ്റ് അടുത്തത് വാങ്ങി, അത് വിറ്റ് അതിനടുത്തത് വാങ്ങി, ഇങ്ങനെ ടാക്സ് അടയ്ക്കുന്ന സമയത്തിലുള്ള ഡിലേ ഉപയോഗിച്ചുകൊണ്ട്, ആ ലൂപ്പ് ഹോൾ ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം ധാരാളം പണം സമ്പാദിച്ചു എന്ന് പറയുന്നുണ്ട്. ധാരാളം പണം സമ്പാദിച്ചു എന്നല്ല, ധാരാളം സ്വത്തുക്കളെ സമ്പാദിച്ചു എന്ന് വേണം പറയാൻ. ഇവിടെ നമുക്ക് തരുന്ന വലിയൊരു ഉപദേശം എന്ന് പറയുന്നത് നിയമത്തെ നമ്മൾ മനസ്സിലാക്കണം, കൃത്യമായി ആ നിയമത്തെ പിന്തുടരാനും അതോടൊപ്പം ആ നിയമം ഉപയോഗിച്ചുകൊണ്ട്
എങ്ങനെ നമ്മൾ ഏറ്റവും കുറവ് ചെലവ് നടത്താം, ഏറ്റവും കുറവ് പണം ടാക്സായും മറ്റും അടയ്ക്കാം എന്ന് മനസ്സിലാക്കാനും കൂടി. കോർപ്പറേറ്റ് ഏണിയിലേക്ക് ചാടിക്കയറണമെന്ന് പറയുന്നയാളാണ് റോബർട്ട് കിയോസാക്കിയുടെ പുവർ ഡാഡ്. എന്നാൽ ആ ഏണി തന്നെ സ്വന്തമാക്കണമെന്ന് പറയുന്നയാളാണ് റിച്ച് ഡാഡ്. നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ സ്വന്തമായുള്ള ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ജോലി നിർത്താതെ തന്നെ എങ്ങനെ സ്വത്തുക്കളുടെ ലിസ്റ്റ് നമുക്ക് ബിൽഡ് ചെയ്യാം എന്ന കാര്യത്തെക്കുറിച്ച് പ്രതിപാദിച്ചിരുന്നു. റോബർട്ട് കിയോസാക്കി തന്റെ ജീവിതാനുഭവം ഈ അധ്യായത്തിൽ വിവരിക്കുന്നുണ്ടെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ അധ്യായത്തെ നമ്മൾ അവസാനിപ്പിച്ചത്. രചയിതാവിന്റെ 30 വയസ്സിന് മുമ്പ് അദ്ദേഹം ഒരു ജെറോക്സ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു. എത്രയും കൂടുതൽ ജെറോക്സ് മെഷീൻസ് വിൽക്കാൻ സാധിക്കുന്നോ അത്രയും കൂടുതൽ പണം നമുക്ക് ലഭിക്കും. കഴിഞ്ഞ ഭാഗങ്ങളിൽ നിന്നും റോബർട്ട് കിയോസാക്കിയുടെ കൗമാരവും ബാല്യവുമൊക്കെ റിച്ച് ഡാഡിന്റെ കൂടെ ആയിരുന്നതിനാൽ അദ്ദേഹം സമ്പത്തിന്റെ കാര്യത്തിൽ എത്രമാത്രം കണിശതയുള്ളവനായി മാറിയിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. ഈ കമ്പനിയിലെ ജോലിയിൽ നിന്നും ലഭിക്കുന്ന പേച്ചക്കും റോബർട്ട് കിയോസാക്കിയുടെ മനസ്സിനെ അത്ര സന്തോഷിപ്പിച്ചില്ല. പ്രൊമോഷനുകളെ കുറിച്ചും ശമ്പളം വർദ്ധിപ്പിച്ച് നൽകുന്നതിനെ കുറിച്ചുമൊക്കെ ആ കമ്പനിയുടെ ഉടമകൾ റോബർട്ട് കിയോസാക്കിയോട് സംസാരിക്കാറുണ്ടായിരുന്നു. ഒരു ജോലിക്കാരന്റെ ശമ്പളം കൂട്ടി നൽകുമെന്ന് ഒരു മുതലാളി പറയുമ്പോൾ മുതലാളിക്ക് എത്രമാത്രം ലാഭം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കണക്ക് കൂട്ടാനായിരുന്നു റോബർട്ട് കിയോസാക്കിക്ക് ഇഷ്ടം. തന്റെ പുവർ ഡാഡിനെ പോലെ ആയി മാറരുത് എന്ന ഒരു വാശി ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഉണ്ടായതുകൊണ്ടായിരിക്കണം ഇത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡിന്റെ പാത എന്താണോ അത് പിന്തുടരാനാണ് അദ്ദേഹം തീരുമാനിച്ചത്. തുടർന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞതുപോലെ റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിന്റെ സ്വന്തം ബിസിനസ് മൈൻഡ് ചെയ്യാൻ തുടങ്ങി. ഹവായിലെ റിയൽ എസ്റ്റേറ്റ് മാർക്കറ്റിൽ ചെറുതായി ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ അദ്ദേഹം ഹാർഡ് വർക്ക് ചെയ്തു. എന്തിനാണ്? കൂടുതൽ ശമ്പളം ലഭിക്കാൻ, കൂടുതൽ കമ്മീഷൻസ് ലഭിക്കാൻ. അങ്ങനെ ലഭിച്ചിട്ട് ആ പണം ഉപയോഗിച്ച് അദ്ദേഹം ചെറുതായി ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങി. ആ ഇൻവെസ്റ്റ്മെന്റ് പതിയെ പതിയെ വളർന്നു. നിരന്തരമായ കഷ്ടപ്പാടുകൾ വേണ്ടി വന്നു എന്നത് ശരിയാണ്. പക്ഷേ 3 വർഷങ്ങളുടെ നിരന്തരമായ ഹാർഡ് വർക്ക് അദ്ദേഹത്തെ കൊണ്ട് എത്തിച്ചത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിയിൽ നിന്നും ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ പണം തന്റെ ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നും ലഭിക്കാൻ തുടങ്ങിയ നിലയിലേക്കാണ്. ജോലിയിലെ ആത്മാർത്ഥതയും കഴിവുമൊക്കെ പരിഗണിച്ച് ആ കമ്പനി തന്നെ അദ്ദേഹത്തിന് ഒരു പോഷ് കാറും ഒക്കെ വാങ്ങിക്കൊടുത്തു. അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകൾ അത്തരത്തിലൊരു കാറ് നേടിയെടുക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നതെങ്കിൽ റോബർട്ട് കിയോസാക്കി ജോലി ചെയ്തിരുന്നത് അദ്ദേഹത്തിന്റെ സ്വത്തുക്കളുടെ ലിസ്റ്റ്, അസറ്റിന്റെ ലിസ്റ്റ് വർദ്ധിപ്പിക്കാനായിരുന്നു. ഇനി ഈ അധ്യായത്തിൽ ഫിനാൻഷ്യൽ ഐക്യുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ഫിനാൻഷ്യൽ ഇന്റലിജൻസ് ക്വഷ്യന്റ് എന്ന് പറയാം. നമ്മുടെ സാമ്പത്തികമായിട്ടുള്ള ബുദ്ധികൂർമ്മത എത്രമാത്രം ഉണ്ട് എന്ന് നോക്കുന്ന ഒരു ഏരിയയാണിത്. ഈ ഏരിയയിൽ പ്രധാനമായും 4 കാര്യങ്ങളെയാണ് ഒരു മനുഷ്യൻ, സമ്പന്നനായിരിക്കണമെന്ന് ആഗ്രഹമുള്ള ഒരു മനുഷ്യൻ ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എണ്ണങ്ങളെ മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിയാണ്, അക്കൗണ്ടിങ്. അടുത്തത് ഇൻവെസ്റ്റിംഗ് അല്ലെങ്കിൽ നിക്ഷേപം. നമ്മുടെ പണം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ പണം ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ പണത്തെ കൊണ്ട് എങ്ങനെ നമുക്ക് വേണ്ടി ജോലി ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞു തരുന്ന കാര്യം. അടുത്തത് മാർക്കറ്റിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു മാർക്കറ്റിലേക്ക് നമ്മളൊരു പ്രൊഡക്റ്റ് ബിസിനസ് ആയിട്ട് ഇറക്കുമ്പോൾ നമ്മൾ പ്രധാനമായും മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റിലേക്ക് അത് ഇറക്കിയിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ എപ്പോഴാണ് ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്. അങ്ങനെ സപ്ലൈയെക്കുറിച്ചും ഡിമാൻഡിനെ കുറിച്ചുമൊക്കെ കൃത്യമായ ബോധം ഉണ്ടായിരിക്കുക. അടുത്തത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞിട്ടുള്ള നിയമം മനസ്സിലാക്കിയിരിക്കുക. നികുതിയുടെ നിയമങ്ങളും ഒരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട മറ്റ് നിയമങ്ങളുമൊക്കെ കൃത്യമായി വളരെ സ്പഷ്ടമായി മനസ്സിലാക്കിയിരിക്കുക. അങ്ങനെ നിയമങ്ങളെ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് എത്രമാത്രം ചിലവ് കുറയ്ക്കാൻ സാധിക്കും എന്ന് കൃത്യമായ ഒരു ബോധം ഉണ്ടാവുകയുള്ളൂ. നേരത്തെ പറഞ്ഞു, കോർപ്പറേഷൻസ് എന്ന് പറയുന്നത് അവരുടെ ചിലവ് കഴിച്ചിട്ടാണ് ടാക്സുകൾ അടയ്ക്കുന്നത്. പക്ഷേ ഒരു എംപ്ലോയി, ഒരു ജോലിക്കാരൻ അങ്ങനെയല്ല. അവൻ ടാക്സ് അടച്ചതിന് ശേഷമാണ് ചിലവുകളെ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോർപ്പറേഷന് എന്ത് എക്സ്പെൻസായി വന്നാലും ഒരു കുഴപ്പവുമില്ല. കാരണം ചിലവുകളൊക്കെ കഴിഞ്ഞ് എന്താണോ ബാക്കിയുള്ളത് അതിന് മാത്രം ടാക്സ് അടച്ചാൽ മതി. കാർ പേയ്മെന്റുകൾ, ഇൻഷുറൻസ്, റിപ്പയറുകൾ, ഹെൽത്ത് ക്ലബിലെ മെമ്പർഷിപ്പുകൾ, അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലെ ബില്ലുകൾ തുടങ്ങിയവയൊക്കെ കോർപ്പറേഷന്റെ പേരിൽ നമുക്ക് ബില്ലടിക്കാവുന്നതാണ്. നിയമപരമായിട്ടുള്ള ടേക്ക് ഓവറുകളൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടും കോർപ്പറേഷൻസ് ഈ നിയമങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതായത് ചിലപ്പോൾ കടക്കാരൊക്കെ വന്നിട്ട് നമ്മുടെ സ്വത്തുക്കളെ നേടിയെടുക്കാൻ വേണ്ടി വരുന്ന സമയത്ത് കോർപ്പറേഷന് മാത്രം അവൈലബിൾ ആയിട്ടുള്ള ചില പ്രത്യേക നിയമങ്ങളൊക്കെ ഉപയോഗിച്ച് അതിൽ നിന്നും പതിയെ തലയൂരി എടുക്കാൻ സാധിക്കുമെന്നും റോബർട്ട് കിയോസാക്കി പറയുന്നുണ്ട്. പക്ഷെ ഇങ്ങനെയൊരു കാര്യം ഒരു മിഡിൽ ക്ലാസ്സുകാരനോ ഒരു പാവപ്പെട്ടവനോ സാധിക്കില്ല. ഒരു കോർപ്പറേറ്റുകാരൻ ആദ്യം പണം സമ്പാദിക്കുന്നു, പിന്നീട് ചിലവഴിക്കുന്നു, പിന്നീട് ടാക്സുകൾ അടയ്ക്കുന്നു. ഒരു ജോലിക്കാരൻ ആദ്യം പണം സമ്പാദിക്കുന്നു, പിന്നീട് ടാക്സുകളെ അടയ്ക്കുന്നു, എന്നിട്ടാണ് ചിലവുകളെ കഴിക്കുന്നത്. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ജോലി നിർത്താതെ തന്നെ നമുക്ക് സ്റ്റോക്കുകൾ പോലെയുള്ള ഇൻവെസ്റ്റ്മെന്റ് നടത്താമെന്ന് പറഞ്ഞത്. അടുത്ത അധ്യായം വിവരിക്കുന്നത് എങ്ങനെ ഒരു നല്ല ഇൻവെസ്റ്റർ ആകാം എന്ന കാര്യമാണ്.
ഒരു മിഡിൽ ക്ലാസ്സുകാരനോ പാവപ്പെട്ടവനോ പണത്തെ കാത്തിരിക്കുകയാണ് ചെയ്യുക. പണത്തെയോ അല്ലെങ്കിൽ പണമുണ്ടാക്കാൻ കഴിയുന്ന അവസരത്തെയോ കാത്തിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു പണക്കാരൻ ആ പണത്തെ കണ്ടെത്തുകയാണ്. താൻ തന്നെ തേടിയിറങ്ങി പണത്തെയോ പണം ഉണ്ടാക്കാനുള്ള സാധ്യതകളെയോ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. ഈ പറഞ്ഞ കാര്യത്തെ തൻ്റെ സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ വളരെ പ്രാക്ടിക്കലായി എങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് പഠിപ്പിച്ചു തരികയാണ് രചയിതാവ് ഈ അധ്യായത്തിലൂടെ ചെയ്യുന്നത്. ഈ അധ്യായത്തിൽ എടുത്തു പറയുന്ന ഒരു വാക്കുണ്ട്. യഥാർത്ഥ ലോകത്ത് സ്മാർട്ടായിട്ടുള്ള ആളുകളല്ല ഏറ്റവും മുൻപന്തിയിലേക്ക് സാധാരണ വരുന്നത്. സാധാരണ മുൻപന്തിയിലേക്ക് വരുന്ന ആളുകൾ വളരെ ധൈര്യമുള്ള ആളുകളായിരിക്കും. അവർ ഒരു പക്ഷേ സ്മാർട്ട് ആയിക്കൊള്ളണമെന്നില്ല. ധൈര്യക്കുറവ് കാരണം പണമുണ്ടാക്കാൻ കഴിയുമായിരുന്ന നിരവധി അവസരങ്ങളെ ഒഴിവാക്കിയവരായിരിക്കും നമ്മളിൽ പലരും. അത് നമ്മുടെ ഉള്ളിൽ ഒരു പേടി ഉണ്ടായതുകൊണ്ടാണ്. നമ്മൾ നല്ലവണ്ണം പേടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ സംശയിക്കാൻ തുടങ്ങും. നമ്മളിലുള്ള ആത്മവിശ്വാസം നമുക്ക് വളരെ കുറവായി വരും. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് പുതിയൊരു അവസരം ലഭിക്കുമ്പോൾ ആ അവസരത്തെ പെട്ടെന്ന് തന്നെ ചാടിയെടുത്ത് സ്വന്തമാക്കാൻ വേണ്ടി കഴിയാതെ പോകും. ഒരുപക്ഷെ പണം പോലും കയ്യിലില്ലാത്ത ധൈര്യമുള്ള ഏതെങ്കിലും ഒരുവൻ അതേ അവസരവും കയ്യിൽ പിടിച്ച് അതേ അവസരത്തെ സ്വന്തമാക്കി സമ്പന്നനാകുന്നത് ഒരുപക്ഷെ നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചിട്ടുണ്ടാകും. ഒരു കമ്പനിയിലെ മാനേജറെ ആ കമ്പനിയിൽ നിന്നും ഒരു വട്ടം പുറത്താക്കി. 45 വയസ്സുണ്ടായിരുന്ന ആ മാനേജറും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമൊക്കെ ആ കമ്പനിയുടെ മുതലാളിയുടെ വീടിനരികിൽ ചെന്ന് അദ്ദേഹത്തെ ഒന്ന് കാണാനായി ഗേറ്റ് കീപ്പറോട് കെഞ്ചുന്ന ഒരു അവസ്ഥയെ ഈ അധ്യായത്തിലൂടെ റോബർട്ട് കിയോസാക്കി വിവരിക്കുന്നുണ്ട്. ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയിൽ എത്രമാത്രം ധൈര്യത്തോടെ പല തീരുമാനങ്ങളും എടുത്ത ആളായിരിക്കും. എന്നിട്ടും ഒടുവിൽ അയാളുടെ ഗതി എന്തായി? നമ്മുടെ ഉള്ളിൽ തന്നെ ധൈര്യമുള്ളയാളും ധൈര്യമില്ലാത്ത ഒരു പേടിത്തൊണ്ടനും ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഈ ഒരു ഉപമയിലൂടെ രചയിതാവ് ചെയ്യുന്നത്. നമ്മുടെ ഉള്ളിലുള്ള ആ പേടിയെ കൂടെ നമ്മുടെ ശക്തിയാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ അത് മതി ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മളെ എത്തിക്കണം. കൃത്യമായ സാമ്പത്തിക സാക്ഷരതയും അതുപോലെ റിസ്ക് എടുക്കാനുള്ള ധൈര്യവും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, അത് നമ്മൾ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് കൂടുതൽ ഓപ്ഷനുകൾ ലഭിക്കും സമ്പന്നനാകാൻ. ഒരു 300 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരിൽ ഏറ്റവും സമ്പന്നനായി കണക്കാക്കപ്പെട്ടിരുന്നത് ഭൂമി സ്വന്തമായി കയ്യിലുള്ള ആളെയായിരുന്നു. എന്നാൽ അതിനുശേഷം സ്വന്തമായി വ്യക്തികളെയാണ് സമ്പന്നരായി കണക്കാക്കിയിരുന്നത്. എന്നാൽ ഇക്കാലത്ത് ആരെയാണ് സമ്പന്നരായി കണക്കാക്കേണ്ടത്? നിലവിൽ ലോകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു നല്ല അവബോധമുള്ളയാളെയാണ് ഇന്നത്തെ കാലത്ത് ഒരു സമ്പന്നനായി കണക്കാക്കേണ്ടത് എന്നാണ് രചയിതാവ് പറയുന്നത്. അതിന്റെ കാരണം എന്താണ്? ഇന്ന് ലോകത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളെക്കുറിച്ചും നല്ല രീതിയിലുള്ള അറിവുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായും കൂടുതൽ അവസരങ്ങളെ, സമ്പന്നനാകാനുള്ള അവസരങ്ങളെ കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയുള്ള വ്യക്തികൾക്ക് നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ മൈൻഡ് സെറ്റ് ഉണ്ടായിരിക്കും. അങ്ങനെ വരുമ്പോൾ അതവരെ വളരെ എളുപ്പത്തിൽ സമ്പന്നതയിലേക്ക് കൊണ്ടുപോകും. നമ്മുടെ കയ്യിൽ അത്യാവശ്യത്തിന് പണം ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായി നല്ലൊരു ജീവിതം നയിക്കാൻ ഒരുപക്ഷെ നമുക്ക് ആയിക്കൊള്ളണമെന്നില്ല. ചില മനുഷ്യർക്ക് നല്ല സമ്പത്ത് നേടിയെടുക്കാനുള്ള അവസരങ്ങളെ വളരെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ ആ അവസരങ്ങളെ ഉപയോഗിക്കാനുള്ള പണം അവരുടെ കയ്യിലുണ്ടാവില്ല. എന്നാൽ മറ്റു ചില വ്യക്തികളുടെ കയ്യിൽ സമ്പത്ത് ഉണ്ടായിരിക്കും, പക്ഷേ അവസരങ്ങളെ അത് നല്ല അവസരങ്ങളാണോ എന്ന് കൃത്യമായി മനസ്സിലാക്കാനുള്ള ബോധവും അറിവും ഉണ്ടായിരിക്കില്ല. ഒരു ശരാശരി മനുഷ്യന്റെ രീതികൾ അല്ലെങ്കിൽ സ്ട്രാറ്റജി എന്നൊക്കെ പറയുന്നത് നല്ലോണം വർക്ക് ചെയ്യുക, നല്ലോണം അധ്വാനിക്കുക, കുറച്ച് പണമൊക്കെ സേവ് ചെയ്ത് വെക്കാം, പിന്നെ നമുക്ക് കൂടുതൽ പണം ആവശ്യമായി വരുന്ന ചില സന്ദർഭങ്ങളിൽ മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങി നമ്മുടെ കാര്യങ്ങൾ നടത്തിയെടുക്കുക, ഇതൊക്കെയാണ്. പക്ഷെ രചയിതാവ് ഇവിടെ ഉപദേശിക്കുന്നത് നമ്മൾ നല്ലോണം അധ്വാനിക്കുന്നതിന് പകരം നമ്മൾ ഒരു ഫിനാൻഷ്യൽ ഇന്റലിജൻസ്, അതായത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധികൂർമ്മത എങ്ങനെ കൂട്ടിയെടുക്കാം എന്നതിനെ കുറിച്ച് ചിന്തിച്ച് അതിനുവേണ്ടി പണിയെടുക്കുകയാണ് വേണ്ടത് എന്നാണ്. അങ്ങനെ പണിയെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മുടെ ജോലിയിലും വളരെ എളുപ്പത്തിൽ കൂടുതൽ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും. രചയിതാവ് പറയുന്നത് വളരെ എളുപ്പത്തിൽ റിച്ചായി വരുന്ന, വളരെ എളുപ്പത്തിൽ സമ്പന്നനാകുന്ന വ്യക്തികൾ എന്ന് പറയുന്നത് പണം എന്നത് യഥാർത്ഥമല്ല, ദ മണി ഈസ് നോട്ട് റിയൽ എന്ന് മനസ്സിലാക്കിയവരാണ്. സ്വത്തുക്കളുടെ എണ്ണം വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കണം എന്ന് ഇടയ്ക്കിടെ ഈ പുസ്തകത്തിലുടനീളം പറയുന്നുണ്ടെങ്കിൽ ഈ അധ്യായത്തിലാണ് നമുക്ക് എല്ലാവർക്കുമുള്ള, പണക്കാർക്കും പാവപ്പെട്ടവർക്കും അതുപോലെ മിഡിൽ ക്ലാസ്സുകാർക്കും ഒക്കെയുള്ള ഒരു പ്രത്യേക സ്വത്തിനെ കുറിച്ച് രചയിതാവ് എടുത്തു പറയുന്നത്. നമുക്ക് എല്ലാവർക്കുമുള്ള ആ സ്വത്ത് നമ്മുടെ മനസ്സാണ്. നല്ലവണ്ണം നമ്മുടെ മനസ്സിനെ ട്രെയിൻ ചെയ്താൽ, പരിശീലിപ്പിച്ചാൽ ആ മനസ്സുപയോഗിച്ച് നമുക്ക് നല്ല രീതിയിലുള്ള സമ്പത്തിനെ നേടിയെടുക്കാൻ സാധിക്കും. ഈ അധ്യായത്തിൽ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പണം സേവ് ചെയ്ത് വെക്കുന്ന ആളുകൾ വാസ്തവത്തിൽ നഷ്ടപ്പെട്ടവരാണ് അല്ലെങ്കിൽ നഷ്ടത്തിലായിക്കൊണ്ടിരിക്കുന്നവരാണ് എന്നാണ്. അതിന്റെ കാരണമായി പ്രധാനമായും എടുത്തു പറയുന്നത് ബാങ്കുകളിലെ ഇൻട്രസ്റ്റ് റേറ്റിനെ കുറിച്ചൊക്കെ ആണെങ്കിലും അതല്ലാതെ തന്നെ ആ പറഞ്ഞ കാര്യം സത്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.
കാരണം ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ കുറച്ച് പണം സേവ് ചെയ്ത് വെക്കുന്നു. എല്ലാ മാസവും നമ്മുടെ ശമ്പളത്തിൽ നിന്നോ മറ്റോ നമ്മൾ കുറച്ച് പണം ഇങ്ങനെ സേവ് ചെയ്ത് വെക്കുന്നു. എന്നാൽ ആ പണം കൊണ്ട് നമുക്ക് ഓരോ മാസവും ഏതെങ്കിലും ഒരു സ്വത്തെങ്കിലും വാങ്ങിയെടുക്കാമായിരുന്നു. അതിനു പകരം ആ പണത്തെ നമ്മൾ സേവ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എന്താണ് സംഭവിക്കുന്നത്? ഭാവിയിൽ നമ്മുടെ കയ്യിൽ അത്രയും പണം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ ആ പണം വന്ന കാലത്ത് നമുക്ക് വാങ്ങിക്കാൻ സാധിക്കുന്നതിനേക്കാളും പല പ്രൊഡക്റ്റുകൾക്കും വില കൂടിയിട്ടുണ്ടാകും. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പണത്തിന്റെ മൂല്യം കുറഞ്ഞു എന്നാണ് അർത്ഥം. പകരം ആ പണം കിട്ടിയ സമയത്ത് തന്നെ സ്റ്റോക്കുകൾ പോലെയുള്ള ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ ആ ഇൻവെസ്റ്റ്മെന്റ് കാലക്രമേണ നമ്മുടെ പണത്തിന്റെ മൂല്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും പണം സേവ് ചെയ്ത് വെക്കുന്ന ആളുകൾ നഷ്ടത്തിലായിട്ടുള്ള ആളുകളാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് റോബർട്ട് കിയോസാക്കി തന്റെ ജീവിതത്തിലേക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെ പകർത്തി കുറച്ച് കൂടുതൽ പണം വളരെ പെട്ടെന്ന് കൈക്കലാക്കിയത് എന്നൊന്ന് നോക്കാം. 1980 മുതൽ 2010 വരെയുള്ള കാലയളവിനുള്ളിൽ 3 വലിയ സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷുകൾ സംഭവിച്ചിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്കുണ്ടാകുന്ന ഏറ്റവും വലിയൊരു പേടി സ്വപ്നം എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് ആവുന്നതാണ്. ചില വാർത്തകളിലൊക്കെ സ്റ്റോക്ക് മാർക്കറ്റ് കൂപ്പുകുത്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? അത് തന്നെ സംഭവം. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷിൽ റോബർട്ട് കിയോസാക്കിക്കും ഇതേ അനുഭവം വന്നു ചേർന്നിരുന്നു. അദ്ദേഹത്തിന്റെ പണം പല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ പുതിയ സ്വത്തുക്കൾ വാങ്ങിയെടുക്കാനുള്ള പണമൊന്നും റോബർട്ട് കിയോസാക്കിയുടെ കയ്യിൽ പെട്ടെന്ന് ഉണ്ടായില്ല. ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് സംഭവിക്കുന്ന സമയമാണ് വളരെ എളുപ്പത്തിൽ കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുന്ന സമയമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. ഒരു സാമ്പത്തിക മാന്ദ്യം നടക്കുന്ന സമയത്ത് പലരും കടബാധ്യതകളിൽ പെടും. അക്കാലത്തെ കടബാധ്യതകളിൽപ്പെട്ട ഒരു വീട് വളരെ ചെറിയ രീതിയിലുള്ള ഒരു എമൗണ്ടിന് റോബർട്ട് കിയോസാക്കി വാങ്ങിയെടുത്തു. $75,000 വില വരുന്ന ആ വീടിനെ അദ്ദേഹം $20,000 വാങ്ങിയത്. അങ്ങനെ വാങ്ങിയ വീടിനെ വിൽക്കാൻ വേണ്ടി തന്റെ സുഹൃത്തിൽ നിന്നും ഒരു $2,000 അദ്ദേഹം കടമെടുത്തു. എന്നിട്ട് ഈ $2,000 ഉപയോഗിച്ച് അദ്ദേഹം ഈ വീട് വിൽക്കാനുള്ള ഒരു പരസ്യം നൽകി. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആ വീട് $60,000 വിറ്റെടുത്തു. ആ പരസ്യം നൽകിയതിന്റെ പ്രോസസ്സിംഗ് ഫീ ആയി $2,500 അദ്ദേഹം വാങ്ങുകയും ചെയ്തു. അതായത് പരസ്യം നൽകാനായി അദ്ദേഹം ഫ്രണ്ടിന്റെ കയ്യിൽ നിന്നും കടമെടുത്ത പണം അതുപോലെ തിരിച്ചു നൽകാൻ സാധിച്ചു എന്ന് മാത്രമല്ല, $20,000 വാങ്ങിയ ആ വീടിനെ $60,000 വിൽക്കാനും സാധിച്ചു. $40,000 അദ്ദേഹത്തിന് ഇവിടെ ലാഭം. പക്ഷേ ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടന്നത് വെറും 5 മണിക്കൂറുകൾക്കുള്ളിലായിരുന്നു എന്നതാണ്. ഇവിടെ എന്താണ് സംഭവിച്ചത്? റോബർട്ട് കിയോസാക്കിക്ക് ഒരു അവസരം വീണ് കിട്ടി. അദ്ദേഹത്തിന് അറിയാമായിരുന്നു ഈ അവസരം കൃത്യമായി ഉപയോഗിച്ചാൽ നല്ല സമ്പത്ത് കൊയ്തെടുക്കാൻ സാധിക്കും. അത് നല്ല രീതിയിൽ അദ്ദേഹം ഉപയോഗിക്കുകയും ചെയ്തു. റോബർട്ട് കിയോസാക്കിയുടെ സമ്പത്തിന്റെ വളർച്ച പൊതുവെ റിയൽ എസ്റ്റേറ്റിൽ നിന്നും സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിൽ നിന്നുമായിരുന്നു. ലാർജ് ക്യാപ് സ്റ്റോക്കുകളാണ് നല്ല സ്റ്റെബിലിറ്റിയുള്ള അല്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാവുന്ന സ്റ്റോക്കുകൾ എന്ന് പറയപ്പെടാറുണ്ട്. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം സെക്യൂർ ആയിട്ടുള്ള നല്ല സുരക്ഷിതത്വമുള്ള ഇത്തരം ലാർജ് ക്യാപ് ഇൻവെസ്റ്റുകളിൽ നിന്നും നമുക്ക് വളരെ കുറഞ്ഞ ലാഭം മാത്രമേ ലഭിക്കുകയുള്ളൂ. നഷ്ടമുണ്ടാകാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് എന്നത് ശരി തന്നെയാണെങ്കിലും സ്മോൾ ക്യാപ് കമ്പനികളിൽ നിക്ഷേപിക്കുമ്പോൾ വളരെ ചെറിയ വിലയ്ക്ക് അവയുടെ വലിയ ഷെയറുകൾ നമുക്ക് വാങ്ങിയെടുക്കാൻ സാധിക്കും. അത് ഒരുപക്ഷെ ഒരു വർഷത്തിനുള്ളിൽ തന്നെ ചെറിയ ഒരു മാറ്റം ഉണ്ടെങ്കിൽ പോലും വളരെ നല്ല രീതിയിലുള്ള സാമ്പത്തിക ഉന്നമനം നമുക്കുണ്ടാകും. $65,000 വിലമതിക്കുന്ന ഒരു വീട് $45,000 റോബർട്ട് കിയോസാക്കി വാങ്ങിയിരുന്നു. ആ വീട് റോബർട്ട് കിയോസാക്കി ഒരു ലോക്കൽ പ്രൊഫസർക്ക് വാടകയ്ക്ക് നൽകി. ഒരു മാസം ചിലവുകളൊക്കെ കഴിച്ച് അദ്ദേഹത്തിന് $40 മിച്ചമായി ലാഭം വന്നു. എന്നാൽ യഥാർത്ഥ ലാഭം അതൊന്നും ആയിരുന്നില്ല. മാർക്കറ്റ് വീണ്ടും പഴയ പോലെ സ്റ്റേബിൾ ആയപ്പോൾ ആ വീട് $95,000 വിറ്റുപോയത്. ഒറ്റ വർഷം കൊണ്ട് $50,000 വില കൂടി. ഒരു 12 യൂണിറ്റുള്ള അപ്പാർട്ട്മെന്റ് $3 ലക്ഷം വാങ്ങിയതിനു ശേഷം 2 വർഷങ്ങൾക്ക് ശേഷം അത് $4,95,000 അദ്ദേഹം വിറ്റത്. ഇങ്ങനെ കിട്ടിയ പണം ഉപയോഗിച്ചുകൊണ്ട് 30 യൂണിറ്റുകളുള്ള മറ്റൊരു അപ്പാർട്ട്മെന്റ് അദ്ദേഹം വാങ്ങിയെടുക്കുകയും ആ അപ്പാർട്ട്മെന്റിൽ നിന്നും $5,000 ഒരു മാസം ലാഭമായി നേടിയെടുക്കുകയും ചെയ്തു. എന്നാൽ ഏതാനും വർഷങ്ങൾക്ക് ശേഷം ഈ അപ്പാർട്ട്മെന്റ്, അതായത് വെറും $5 ലക്ഷത്തിൽ താഴെ വാങ്ങിയിട്ടുള്ള ഈ അപ്പാർട്ട്മെന്റ് $12 ലക്ഷത്തോളം വിറ്റുപോവുകയും ചെയ്തു. ഇവിടെ പ്രധാനമായും എടുത്തു പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരം ബിസിനസ്സുകളിലേക്ക് വരുന്ന പുതിയ ആളുകൾക്ക് പലപ്പോഴും നല്ല ഡീലുകളൊന്നും ആരും നൽകില്ല. പണക്കാർക്കാണ് പലപ്പോഴും നല്ല ഡീലുകളൊക്കെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത്. പക്ഷേ നമുക്ക് നല്ല ലോകപരിചയം ഉണ്ടെങ്കിൽ, അതായത് നിങ്ങൾ ഇതുപോലുള്ള ബിസിനസ്സുകൾ ചെറിയ രീതിയിലെങ്കിലും ഒരുപാട് നടത്തിയിട്ടുണ്ട് എന്ന ബോധം മറ്റുള്ളവർക്ക് വന്നു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്കും ഈ തരത്തിലുള്ള ഡീലുകളൊക്കെ വന്നു ചേരുമെന്നും റോബർട്ട് കിയോസാക്കി പറയുന്നുണ്ട്.
പലപ്പോഴും റോബർട്ട് കിയോസാക്കി നേടിയെടുത്ത $1,000,000 $5,000-ഓ $10,000-ഓ ഇൻവെസ്റ്റ്മെന്റുകളിൽ നിന്നുമാണ് എന്നും ഇവിടെ പറയുന്നു. സ്മോൾ ക്യാപ് കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്തും റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തുമാണ് റോബർട്ട് കിയോസാക്കി കൂടുതൽ പണം നേടിയത് എന്ന് പറഞ്ഞിരുന്നു. മുമ്പ് റോബർട്ട് കിയോസാക്കി 1,00,000-ഓളം ഷെയറുകൾ ഒരു ചെറിയ കമ്പനിയുടേത് വാങ്ങിയിരുന്നു. അന്ന് ആ ഷെയറുകൾക്ക് വെറും 25 സെന്റുകളായിരുന്നു. $1 4/1 മാത്രമായിരുന്നു വില. ആ കമ്പനിയുടെ തുടക്ക കാലഘട്ടമായിരുന്നു അത്. പിന്നെ ആ കമ്പനി മുന്നോട്ട് പോകുമ്പോൾ ഒരുപക്ഷെ 1-2 വർഷങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ അതിന് മുമ്പോ തന്നെ ആ കമ്പനിയുടെ ഒരു ഷെയറിന്റെ വില $1-ഓ $2 ആയി മാറിയെങ്കിലോ, ഇനി അതല്ല അത് പിന്നീട് ഒരുപക്ഷെ $10-ലേക്കും $20-ലേക്കും ഒക്കെ ആയി മാറിയേക്കാം. വെറും 25 സെന്റിന് 1,00,000-ഓളം ഷെയറുകൾ വാങ്ങാൻ അദ്ദേഹത്തിന് ആയെങ്കിൽ $1 വിറ്റുപോയാൽ പോലും തന്റെ ഇൻവെസ്റ്റ്മെന്റിന്റെ 3 ഇരട്ടിയാണ് ലാഭം മാത്രം ലഭിക്കുന്നത്. എന്താണ് ചെയ്യുന്നതെന്ന് നമുക്ക് കൃത്യമായി ബോധമുണ്ടെങ്കിൽ അതിനെ ഗാംബ്ലിംഗ് അല്ലെങ്കിൽ ചൂതാട്ടം എന്നൊന്നും വിളിക്കാൻ സാധിക്കില്ല. നമ്മൾ എന്താണ് ചെയ്യുന്നത്, എന്തിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്തത് എന്ന് കൃത്യമായ ബോധമില്ലാതെ ആ പണം നല്ല ലാഭത്തോടുകൂടി തിരികെ ലഭിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നിടത്താണ് അതിനെ ഒരു ഗാംബ്ലിംഗ് എന്ന് വിളിക്കേണ്ടത് എന്നാണ് രചയിതാവിന്റെ അഭിപ്രായം. അപ്പോൾ എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം, എപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള നേരത്തെ പറഞ്ഞ നമ്മുടെ സാമ്പത്തിക സാക്ഷരത നമുക്കുണ്ടായിരിക്കണം. റോബർട്ട് കിയോസാക്കി പറയുന്നത് പലരും ഒരിക്കലും വിജയിക്കാത്തതിന്റെ കാരണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് വല്ലാതെ പേടിക്കുന്നത് കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ടാണ് അദ്ദേഹം സ്കൂളുകളെ തീരെ വില കൽപ്പിക്കാത്തത്. സ്കൂളുകളിൽ നമ്മൾ എന്തെങ്കിലും ഒരു മിസ്റ്റേക്കുകൾ ചെയ്തു കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു തെറ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് സ്കൂളിന്റെ രീതികൾക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ അധ്യാപകർ നമ്മെ ശിക്ഷിച്ചേക്കാം. എന്നാൽ റോബർട്ട് കിയോസാക്കി പറയുന്നു, മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ള, മനുഷ്യരെ ഡിസൈൻ ചെയ്തിട്ടുള്ള രീതി എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്നത് നമ്മൾ മിസ്റ്റേക്കുകൾ ചെയ്തുകൊണ്ടാണ്. നമ്മൾ നടക്കാൻ പഠിച്ചത് ഒരുപാട് തവണ വീണ് നടന്നുകൊണ്ടാണ്. നമ്മൾ ഒരിക്കലും വീണില്ലായിരുന്നെങ്കിൽ ഒരിക്കലും നല്ല രീതിയിൽ നടക്കാൻ പഠിക്കില്ലായിരുന്നു എന്നാണ് രചയിതാവ് പറയുന്നത്. പീപ്പിൾ ഹു അവോയ്ഡ് ഫെയിലിയർ ഓൾസോ അവോയ്ഡ് സക്സസ്. തോൽവിയെ അവോയ്ഡ് ചെയ്യുന്ന ആളുകൾ വിജയത്തെയും അവോയ്ഡ് ചെയ്യുകയാണ്. ഈ അധ്യായത്തിന്റെ സംഗ്രഹ വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. അതിനു മുമ്പ് ഒരു ഇൻവെസ്റ്റർക്ക് വേണ്ട, ഒരു നിക്ഷേപകന് വേണ്ട അത്യാവശ്യമായിട്ടുള്ള ഒരു 3 സ്കില്ലുകളെ കുറിച്ച് കൂടി പറയാം. ആദ്യത്തെ സ്കില്ലെന്ന് പറയുന്നത് എല്ലാവരും ഒരുപക്ഷെ ഒഴിവാക്കിയേക്കാവുന്ന ഏതെങ്കിലും ഒരു അവസരത്തെ കണ്ടെത്തുക. അതായത് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതിന് പകരം നമ്മുടെ മനസ്സുകൊണ്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. രണ്ടാമത്തെ സ്കിൽ എന്ന് പറയുന്നത് ഫണ്ട് റേസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ പ്രത്യേകമായി ഓർമ്മിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ റേസ് ചെയ്യുന്ന പണം ബാങ്കിൽ നിന്നായിരിക്കുമ്പോൾ അത് നമ്മുടെ ലാഭത്തിന്റെ കണക്കിനെ, ലാഭത്തിന്റെ അളവിനെ കുറയ്ക്കും. ബാങ്കിന് പുറത്തു നിന്നും എങ്ങനെ റേസ് ചെയ്യാം, അതിനുള്ള സ്കില്ല് എത്രമാത്രം കൂട്ടാം എന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇനി മൂന്നാമത്തെ സ്കിൽ എന്ന് പറയുന്നത് നല്ല സ്മാർട്ടായിട്ടുള്ള വ്യക്തികളെ ഓർഗനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മളെക്കാൾ ബുദ്ധിയുള്ള വ്യക്തികളെ കണ്ടെത്തുകയും അവരെ നമുക്ക് വേണ്ടി ജോലി എടുപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുക. ഏതായാലും ഈ ഒരു അധ്യായം ഇവിടെ നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അടുത്ത അധ്യായത്തിലാണ് പ്രധാനമായും സാമ്പത്തിക സാക്ഷരതയെ ഊന്നി പറയുന്നത്. പണത്തിന് വേണ്ടി ജോലി എടുക്കരുത്, പഠിക്കാനായി ജോലി എടുത്തോളൂ. ഇതാണ് ഈ ഒരു അധ്യായം മുഴുക്കെ പറയുന്നത്. ജോബ് സെക്യൂരിറ്റിയാണ് അല്ലെങ്കിൽ ജോലിയിലുള്ള സ്ഥിരതയാണ് എൻ്റെ പാവപ്പെട്ട നല്ല വിദ്യാഭ്യാസമുള്ള അച്ഛന് ഏറ്റവും അധികം താല്പര്യമുള്ളതെങ്കിൽ, അദ്ദേഹം കൂടുതലും ശ്രദ്ധിക്കുന്നത് ആ ഒരു കാര്യത്തെ ആണെങ്കിൽ, എൻ്റെ അധികം വിദ്യാഭ്യാസമില്ലാത്ത റിച്ചായിട്ടുള്ള അച്ഛൻ പറയുന്നത് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കേണ്ടത് പഠിക്കുന്നതിന് അല്ലെങ്കിൽ ആർജിച്ചെടുക്കുന്നതിനെയൊക്കെയാണ് എന്നാണ്. നമുക്കറിയാം, ഈ ലോകത്ത് വിജയികളായിട്ടുള്ള ഒരുപാട് പേരുണ്ട്. നിരവധി മേഖലകളിലായി അവരവരുടെ കഴിവുകൾ തെളിയിച്ച നിരവധി പേർ. മെഡിക്കൽ ഡോക്ടർമാർ, വക്കീലന്മാർ, അതുപോലെ ഡെന്റിസ്റ്റുകൾ തുടങ്ങി നിരവധി മേഖലകളുണ്ട്. നല്ലവണ്ണം പഠിച്ച് ജോലിയൊക്കെ നേടിയെടുത്തിട്ട് പോലും ചിലരെക്കാൾ ഇവർ സാമ്പത്തികമായി പിന്നോട്ട് പോകുന്നത് എന്തുകൊണ്ടാണ്? ഇത്തരക്കാരെ കുറിച്ച് ഒരിക്കൽ ഒരു ബിസിനസ് കൺസൾട്ടന്റ് വളരെ മികച്ച ഒരു വാചകം പറഞ്ഞിരുന്നു. ആ വാചകം ഇതാണ്: ദേ ആർ വൺ സ്കിൽ എവേ ഫ്രം ഗ്രേറ്റ് വെൽത്ത്. ഈ പറഞ്ഞ ആളുകൾക്ക് വലിയ രീതിയിലുള്ള സമ്പത്ത് നേടിയെടുക്കാൻ ഒരേ ഒരു പടി മാത്രമാണ് മുമ്പിലുള്ളത്, ഒരു സാമർഥ്യം മാത്രം. റോബർട്ട് കിയോസാക്കി പറയുന്നത്, നിങ്ങൾ ഏതൊരു മേഖലയിലാണോ നിങ്ങളുടെ കഴിവ് തെളിയിച്ചിട്ടുള്ളത്, ആ മേഖലയിലുള്ള നിങ്ങളുടെ അറിവും ഫിനാൻഷ്യൽ ഇന്റലിജൻസ് അഥവാ സാമ്പത്തിക സാക്ഷരതയും അക്കൗണ്ടിങ്ങും ഇൻവെസ്റ്റിങ്ങും മാർക്കറ്റിങ്ങും പിന്നെ ആ മേഖലയോട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ കച്ചവടത്തോട് ബന്ധപ്പെട്ടിട്ടുള്ള നിയമങ്ങളും, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങൾക്കും നല്ല രീതിയിലുള്ള സമ്പത്ത് നേടിയെടുക്കാൻ സാധിക്കും. ഈ അധ്യായത്തിൽ റോബർട്ട് കിയോസാക്കി ഒരു ജേർണലിസ്റ്റുമായി അഭിമുഖം നടത്തിയതിനെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. ആ അഭിമുഖത്തിൽ നിന്നും ആ ജേർണലിസ്റ്റ് നല്ലൊരു ബെസ്റ്റ് സെല്ലിംഗ് ഓതറായി മാറാൻ വല്ലാതെ കഷ്ടപ്പെടുന്നുണ്ട്,
അവരെത്ര ശ്രമിച്ചിട്ടും അവർക്കതിന് സാധിക്കുന്നില്ല എന്ന് റോബർട്ട് കിയോസാക്കിക്ക് മനസ്സിലായി. ബെസ്റ്റ് സെല്ലിംഗ് ഓതർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വിൽക്കപ്പെടുന്ന പുസ്തകത്തിന്റെ എഴുത്തുകാരനാവുക എന്നതാണ്. അവർ ഒരുപാട് ശ്രമിച്ചിട്ട് പോലും ആ ഒരു അച്ചീവ്മെന്റ് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അവർ നല്ലൊരു എഴുത്തുകാരിയാണെന്ന് റോബർട്ട് കിയോസാക്കി മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ആ പാഷനെ, ആ ഒരു ലക്ഷ്യത്തെ കൃത്യമായി ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ റോബർട്ട് കിയോസാക്കി അവരെ പ്രേരിപ്പിച്ചു. ആ പ്രേരണക്കുത്തരമായി അവർ പറഞ്ഞത് അവർ ശ്രമിച്ചു നോക്കി, പക്ഷേ തന്റെ എഴുത്തുകളിൽ അധികം ആരും ഇംപ്രസ് ആയില്ല എന്നായിരുന്നു. അത് കേട്ടപ്പോൾ റോബർട്ട് കിയോസാക്കി അവരോട് പറഞ്ഞത് വിൽപ്പനയെക്കുറിച്ച്, സെയിൽസിനെ കുറിച്ച്, എങ്ങനെ ഒരു പ്രൊഡക്റ്റ് വിൽക്കണം എന്നതിനെ കുറിച്ചൊരു കോഴ്സ് എത്രയും പെട്ടെന്ന് പഠിക്കാൻ വേണ്ടി പോകണം എന്നായിരുന്നു. ഈ ഒരു ഉപദേശം പക്ഷേ ആ ജേർണലിസ്റ്റിന് അത്ര ഇഷ്ടപ്പെട്ടില്ല. അവരതിന് മറുപടിയായി പറഞ്ഞത്, എനിക്ക് ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ ഒരു മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ട്, പിന്നെ എന്തിന് ഞാൻ ഒരു സെയിൽസ് പേഴ്സൺ ആവാൻ വേണ്ടി പഠിക്കാൻ പോകണം? ഞാനൊരു പ്രൊഫഷണലാണ്. ഞാൻ പഠിക്കാൻ പോയിരുന്നത് ഒരു പ്രൊഫഷനിൽ നല്ല പരിശീലനം നേടാനായിരുന്നു. അതുകൊണ്ട് ഞാനൊരു സെയിൽസ് പേഴ്സൺ ആവാൻ വേണ്ടി പോകേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഈ സെയിൽസ് പീപ്പിളിനെ, ഇങ്ങനെ വിൽക്കാൻ വേണ്ടി നടക്കുന്ന ആളുകളെ തീരെ ഇഷ്ടമല്ല. അവർക്കാകെ വേണ്ടത് പണമാണ്. ഇങ്ങനെയൊക്കെ ആയിരുന്നു അവരുടെ മറുപടി. ഈ ജേർണലിസ്റ്റിന്റെ മറുപടിക്ക് ഉരുളക്കുപ്പേരി എന്നോണം റോബർട്ട് കിയോസാക്കി പറഞ്ഞത് ഇതായിരുന്നു: ഞാൻ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ഓതറാണ്, ഞാനൊരു ബെസ്റ്റ് റൈറ്റിംഗ് ഓതറല്ല. അതായത് നല്ല രീതിയിൽ വിറ്റുപോകുന്ന ഒരു പുസ്തകത്തിന്റെ എഴുത്തുകാരനായി മാറി ഞാൻ. നല്ല എഴുത്തിന്റെ, നല്ലൊരു സൃഷ്ടിയുടെ രചയിതാവായിരുന്നില്ല ഞാൻ. ഇത് കേട്ടിട്ടും പക്ഷേ ആ ജേർണലിസ്റ്റിന് ദേഷ്യമാണ് വന്നത്. അങ്ങനെ ആ ഇന്റർവ്യൂ അവിടെ അവസാനിച്ചു. ഈ പറഞ്ഞ ജേർണലിസ്റ്റ് തന്നെ ഒരു പരസ്യ കമ്പനിയിലായിരുന്നു ജോലി എടുത്തിരുന്നത് എങ്കിൽ എങ്ങനെ ഒരു പ്രൊഡക്റ്റിനെ വിൽക്കണം എന്ന കാര്യം കൃത്യമായി അവർക്ക് പഠിക്കാൻ കഴിയുമായിരുന്നു. ശരിയല്ലേ? അത് കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരെഴുതുന്ന ഏതൊരു പുസ്തകത്തിനെയും നല്ല രീതിയിൽ വിൽക്കാൻ അവരെ കൊണ്ട് സാധിക്കുകയും ചെയ്യും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ജോലികളെ കാണേണ്ടത് ഈ രീതിയിലായിരിക്കണം എന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡിന്റെ ഉപദേശമായിരുന്നു അത്. റോബർട്ട് കിയോസാക്കിയോട് റിച്ച് ഡാഡ് ഇടയ്ക്കിടെ പറയാറുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് നീ പഠിച്ചിരിക്കണം. അതായത് നിരവധി കാര്യങ്ങളെക്കുറിച്ച് നീ പഠിച്ചിരിക്കണം, പക്ഷേ എല്ലാം മുഴുവനായി പഠിക്കണമെന്നില്ല. നമ്മൾ പഠിക്കാൻ പോകുന്ന സ്കൂളിലായാലും അല്ലെങ്കിൽ ജോലി എടുക്കാൻ പോകുന്ന സ്ഥലത്തായാലും നമ്മൾ ഏറ്റവും കൂടുതൽ എക്സ്പേർട്ട് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടും. എന്നാൽ റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് പറയുന്നത് ഇതിന് നേരെ വിപരീതം പ്രവർത്തിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഏതാനും വർഷങ്ങൾക്കുള്ളിൽ തന്നെ റോബർട്ട് കിയോസാക്കി അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡിന്റെ കമ്പനിയിലെ നിരവധി മേഖലകളിൽ ജോലി ചെയ്തത്. ആ കമ്പനിയുമായി ബന്ധപ്പെട്ട വക്കീലന്മാരെയും ബാങ്കർമാരെയും അക്കൗണ്ടന്റുകളെയും ഒക്കെ റോബർട്ട് കിയോസാക്കി കൈകാര്യം ചെയ്യേണ്ടിയിരുന്നു. ഒരു വലിയ സാമ്രാജ്യം പടുത്തുയർത്തണമെങ്കിൽ ഇത്തരത്തിൽ പല മേഖലകളിലും പ്രവർത്തിച്ചിരിക്കണമെന്നത് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡിന് നിർബന്ധമുള്ള കാര്യമായിരുന്നു. നല്ല ശമ്പളം ലഭിച്ചിരുന്ന ഒരു ജോലി റോബർട്ട് കിയോസാക്കി ഒഴിവാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ പുവർ ഡാഡിന് അതെന്തുകൊണ്ടാണ്, എന്തൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് റോബർട്ട് കിയോസാക്കി ആ ഒരു ജോലിയെ ഒഴിവാക്കിയത് എന്ന് മനസ്സിലായില്ലായിരുന്നു. റോബർട്ട് കിയോസാക്കിയുടെ പുവർ ഡാഡിന് ജോബ് സെക്യൂരിറ്റി ആണ് ഏറ്റവും വലുത്. എന്നാൽ റിച്ച് ഡാഡിന് ജോബ് സെക്യൂരിറ്റിയോ ജോബോ അല്ല, മറിച്ച് പഠിക്കുക, ആർജിച്ചെടുക്കുക എന്നതാണ്. പുവർ ഡാഡ് കരുതിയത് റോബർട്ട് കിയോസാക്കി സ്കൂളിൽ പോയത് ഒരു കപ്പലിലെ മികച്ച ഒരു ഓഫീസർ ആവുന്നത് എങ്ങനെയെന്ന് പഠിക്കാനായിരുന്നു എന്നാണ്. എന്നാൽ റിച്ച് ഡാഡ് മനസ്സിലാക്കിയത് റോബർട്ട് കിയോസാക്കി പഠിക്കാൻ പോയത് എങ്ങനെയാണ് അന്താരാഷ്ട്ര കച്ചവടങ്ങളൊക്കെ നടക്കുന്നത് എന്ന് പഠിക്കാനാണ് എന്നും. എന്തുകൊണ്ടായിരുന്നു നല്ല ശമ്പളം ലഭിച്ചിട്ട് പോലും റോബർട്ട് കിയോസാക്കി ആ ജോലിയിൽ നിന്നും വിടവാങ്ങിയത്? അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡ് അദ്ദേഹത്തോട് ഇടയ്ക്കിടെ പറയാറുള്ള ഒരു കാര്യം, നീ ഒരു നല്ല ലീഡർ അല്ലെങ്കിൽ നല്ലൊരു നേതാവായി മാറിയിട്ടില്ലെങ്കിൽ നിന്റെ പിറകിലേക്ക് അവർ വെടിവെക്കും. ബിസിനസ്സിൽ അങ്ങനെയാണ്. ഇംഗ്ലീഷിൽ നമ്മൾ ജോബ് എന്ന് വിളിക്കുന്ന കാര്യം ജസ്റ്റ് ഓവർ ബ്രോക്ക് അഥവാ അധികം സാമ്പത്തിക ബാധ്യതയൊന്നുമില്ലാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു എന്ന് പറയുന്നതിൻ്റെ മറ്റൊരു അർത്ഥമാണ്, മറ്റൊരു പേരാണ് എന്നാണ്. അതിലൂടെ റോബർട്ട് കിയോസാക്കി നമ്മളെ ഉപദേശിക്കുന്നത്, നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ ആ ജോലിയിൽ നിന്നും നമുക്ക് പുതിയതായിട്ടുള്ള കഴിവുകളെ നേടിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ ആ ജോലി നിങ്ങൾക്ക് എത്രമാത്രം ശമ്പളം കൂടുതൽ തരും എന്ന് നോക്കി പോവുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശമ്പളവും ശമ്പളത്തിൻ്റെ വർധനവും മാത്രമേ ലക്ഷ്യങ്ങളായി ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ പണം സമ്പാദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ജോലിക്കാരോട് റോബർട്ട് കിയോസാക്കി പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മറ്റൊരു ജോലി കൂടെ ഇതേ സമയത്ത് ചെയ്യാൻ സാധിക്കുമോ എന്ന് ശ്രമിക്കേണ്ടതാണ് എന്നാണ്. ഈ പറഞ്ഞ കാര്യത്തെ നമ്മളിൽ പലർക്കും തന്നെ അത്രയധികം ഇഷ്ടമാവാൻ സാധ്യതയില്ല.
നമ്മളൊരു ജോലി ചെയ്യുമ്പോൾ ആ ജോലിയോട് പാഷനേറ്റ് ആയിരിക്കണം, ആ ജോലി നമുക്ക് അത്രയും ഇഷ്ടമുള്ള ഒന്നായിരിക്കണം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ജിമ്മിലൊക്കെ പോകുന്നത് നമുക്ക് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാനുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല, ആണോ? മറിച്ച് നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനും കൂടുതൽ സമയം ജീവിച്ചിരിക്കാനുമാണ്. ജിമ്മിൽ പോകുമ്പോൾ നമ്മൾ അങ്ങോട്ട് പണം നൽകി പോലും അത്രയും കഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം എന്താണ്? നമ്മുടെ ഉദ്ദേശം ഒരു കാര്യത്തെ നേടിയെടുക്കലാണ്. ഈ അധ്യായത്തിൽ വിജയിയാവാൻ വേണ്ടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട, പഠിച്ചിരിക്കേണ്ട 3 മാനേജ്മെൻറ്റ് സ്കില്ലുകളെ കുറിച്ച് പ്രസ്താവിക്കുന്നുണ്ട്. അതിൽ ആദ്യത്തേത് മാനേജ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ. പണം ഒഴുകുന്നത് അല്ലെങ്കിൽ പണത്തിൻ്റെ പോക്കുവരവ് മാനേജ് ചെയ്യാൻ പഠിക്കുക എന്നതാണ്. അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് സിസ്റ്റംസ്. നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയും അല്ലെങ്കിൽ ആ ഒരു ബിസിനസ്സിൻ്റെയും സിസ്റ്റംസ്, അതിൻ്റെ രീതികൾ അതെങ്ങനെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കിയിരിക്കുകയും അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുകയും ചെയ്യലാണിത്. അടുത്തത് മാനേജ്മെൻറ്റ് ഓഫ് പീപ്പിൾ. ജനങ്ങളുടെ രീതികളെ മനസ്സിലാക്കി അവർക്ക് ഗുണം ലഭിക്കുന്ന രീതിയിൽ അവരെ മാനേജ് ചെയ്യാൻ പറ്റലാണിത്. എന്നാൽ ഏറ്റവും പ്രധാനപ്പെട്ട, വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള, നമ്മൾ നല്ലോണം എക്സ്പീരിയൻസ് നേടിയെടുക്കേണ്ട സ്കില്ലുകൾ എന്ന് പറയുന്നത് സെയിൽസും മാർക്കറ്റിങ്ങുമാണെന്നാണ് റോബർട്ട് കിയോസാക്കി നമ്മളെ പഠിപ്പിക്കുന്നത്. റോബർട്ട് കിയോസാക്കിയുടെ സുഹൃത്തായ ബ്ലെയർ സിംഗർ ഒരിക്കൽ പറഞ്ഞിരുന്നു, സെയിൽസ് ഈക്വൽ ടു ഇൻകം. വിൽപ്പന എന്ന് പറയുന്നതാണ് നമ്മുടെ വരുമാനം. ഒരു പ്രൊഡക്റ്റിനെ, ഒരു വസ്തുവിനെ വിൽക്കാനുള്ള കഴിവ് എത്രമാത്രം നമുക്കുണ്ട്, അതാണ് കാര്യം. ഈ ഒരു കാര്യം ഉണ്ടെങ്കിലാണ് നമ്മുടെ ശക്തിയെ മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കുക. നമ്മൾ ഉദ്ദേശിക്കുന്ന, നമ്മുടെ ആഗ്രഹത്തിലുള്ള നമ്മുടെ പൊസിഷൻ എന്താണ് എന്ന് മറ്റുള്ളവരെ കാണിച്ചു കൊടുക്കാൻ സാധിക്കുക. ആ ഒരു കഴിവ് നമുക്കുണ്ടെങ്കിൽ അത് നേരിട്ട് നമ്മുടെ വിജയത്തിലേക്ക് നമ്മളെ എത്തിക്കും. ജനങ്ങളിൽ പലരും തന്നെ പേടിക്കുന്ന ഒരു കാര്യമാണ് റിജക്ഷൻ എന്ന് പറയുന്നത്. തിരസ്കരിക്കപ്പെടുക അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുക, തള്ളപ്പെടുക എന്നൊക്കെ പറയുന്ന കാര്യം. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യവുമായി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളത് ആരിലേക്കാണോ എത്തിക്കാൻ ശ്രമിക്കുന്നത് അവരതിനെ റിജക്റ്റ് ചെയ്യുമോ എന്ന പേടി. ഈ പേടി മനസ്സിലുള്ളവർക്കാണ് സെയിൽസിനെ കുറിച്ചും മാർക്കറ്റിങ്ങിനെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ വല്ലാത്ത ഒരു ദേഷ്യവും വെറുപ്പും ഒക്കെ വരുന്നത്. എന്നാൽ സമ്പത്തിന്റെ നിയമം എന്ന് പറയുന്നത് നിങ്ങൾ നൽകിയാൽ നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കും. ഈ അധ്യായത്തിന്റെ അവസാനത്തിൽ റോബർട്ട് കിയോസാക്കി പറയുന്നുണ്ട്, തൻ്റെ ജീവിതത്തിൽ റിച്ച് ഡാഡും പുവർ ഡാഡും നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഭാഗത്ത് നല്ലൊരു മുതലാളിത്ത ചിന്താഗതിക്കാരനായി മാറാൻ റോബർട്ട് കിയോസാക്കിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മറുഭാഗത്ത് ജനങ്ങളെ ഈ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനുള്ള, എന്താണ് ഒരു പണക്കാരനും ഒരു പാവപ്പെട്ടവനും തമ്മിലുള്ള ചിന്താരീതികളിലുള്ള വ്യത്യാസങ്ങൾ എന്നൊക്കെ പഠിപ്പിച്ചു കൊടുക്കാനുള്ള ത്വരത മറ്റൊരു ഭാഗത്തും ലഭിച്ചത് ഇങ്ങനെ 2 വ്യക്തികളുടെയും വ്യക്തിത്വത്തെ ആഗിരണം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിച്ചതുകൊണ്ടാണ്. ഇവിടെയും നമ്മുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം മൂലമാണ് പലരും ഇന്നും സമ്പന്നരായി മാറാത്തത് എന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട് റോബർട്ട് കിയോസാക്കി. 7ാമത്തെ അധ്യായത്തിൽ നമ്മൾ എങ്ങനെയാണ് തടസ്സങ്ങളെ, പ്രതിബന്ധങ്ങളെ തട്ടിമാറ്റി ജീവിത വിജയത്തിലേക്ക്, സാമ്പത്തിക ഉന്നതിയിലേക്ക് കടന്നു ചെല്ലേണ്ടത് എന്നതിനെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ഒരു സമ്പന്നനായി മാറാൻ നമുക്കുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ആ തടസ്സങ്ങളെ എങ്ങനെ നമുക്ക് ദൂരീകരിക്കാം, എങ്ങനെ നമുക്ക് തട്ടിമാറ്റാം എന്നാണ് ഈ അധ്യായം പഠിപ്പിക്കുന്നത്. ഒരു പണക്കാരൻ്റെയും ഒരു പാവപ്പെട്ടവൻ്റെയും ഏറ്റവും വലിയ വ്യത്യാസം എന്ന് പറയുന്നത് അവർ ഭയത്തെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നതിലാണ്. നമ്മൾ ഈ പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ കേട്ടുപോരുന്ന ഒരു കാര്യമാണ് ഫിനാൻഷ്യൽ ലിറ്ററസി, അതായത് സാമ്പത്തിക സാക്ഷരത എന്ന് പറയുന്ന കാര്യം. നല്ല ഫിനാൻഷ്യൽ ലിറ്ററസി നമുക്കുണ്ടെങ്കിൽ, സമ്പത്തിൻ്റെ കാര്യത്തിൽ നല്ല അറിവ് നമുക്കുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു സമ്പന്നനായി മാറാം എന്ന് നമ്മൾ ഈ പുസ്തകത്തിൻ്റെ തുടക്കം മുതൽ പറഞ്ഞു പോരുന്നതാണ്. എന്നാൽ ഈ അധ്യായത്തിൽ രചയിതാവ് റോബർട്ട് കിയോസാക്കി നമ്മളെ പഠിപ്പിക്കുന്ന 5 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ 5 കാര്യങ്ങളാണ് നല്ല സാമ്പത്തിക സാക്ഷരത ഉണ്ടെങ്കിൽ പോലും സാമ്പത്തികമായി മുന്നേറാൻ പലരെയും അനുവദിക്കാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത്. ആ 5 എണ്ണത്തിലെ ആദ്യത്തെ കാര്യം പേടി തന്നെയാണ്, ഭയം. 2ാമത്തെ കാര്യം എല്ലാത്തിലും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന സ്വഭാവമാണ്. 3ാമത്തേത് മടിയാണ്. 4ാമത്തേത് നമ്മുടെ ദുശീലങ്ങൾ. 5ാമത്തേതാകട്ടെ അഹങ്കാരം. ഈ പറഞ്ഞ 5 കാര്യങ്ങളാണ് പ്രധാനമായുള്ള തടസ്സങ്ങൾ. ഈ തടസ്സങ്ങളെ എങ്ങനെയാണ് തട്ടി മാറ്റേണ്ടത്, ഈ തടസ്സങ്ങളെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എന്നാണ് നമ്മൾ ഈ അധ്യായത്തിൽ പഠിക്കാൻ പോകുന്നത്. ആദ്യം തന്നെ നമുക്ക് പേടിയെക്കുറിച്ച് സംസാരിക്കാം. ആരും തന്നെ അവരുടെ പണത്തെ നഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടില്ല. പാവപ്പെട്ടവർ മാത്രമല്ല, പണക്കാരും ഇതിനെ ഇഷ്ടപ്പെടുന്നില്ല. റിച്ച് ഡാഡ് ഇടയ്ക്കിടെ പറയുന്ന ഒരു കാര്യമാണ്, ചില ആളുകൾക്ക് പാമ്പിനെ പേടിയായിരിക്കും, മറ്റു ചിലർക്ക് പണം നഷ്ടപ്പെടുന്നതും.
രണ്ടുപേരും പേടിത്തൊണ്ടന്മാരാണ്. അതുകൊണ്ടാണ് റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് അദ്ദേഹത്തിന്റെ 2 മക്കളെയും, റോബർട്ട് കിയോസാക്കിയെയും സുഹൃത്തായ മൈക്കിനെയും വളരെ ചെറിയ പ്രായം മുതലേ എങ്ങനെ റിസ്കുകളെ ഏറ്റെടുക്കണം, അവയെ എങ്ങനെ തരണം ചെയ്യണം എന്ന് പഠിപ്പിച്ചത്. ഏറ്റവും ചെറുപ്പത്തിലാണ് വളരെ എളുപ്പത്തിൽ പണക്കാരനാകാൻ സാധിക്കുക എന്നാണ് റിച്ച് ഡാഡ് പറയുന്നത്. അതിനർത്ഥം നമ്മുടെ പ്രായം അധികരിച്ചു പോയി എന്നല്ല. നിരവധി ഉദാഹരണങ്ങൾ ഇതിനെതിരായി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. KFCയുടെ ഉടമസ്ഥൻ മുതൽ ആമസോണിന്റെ ഉടമസ്ഥനായ ജെഫ് ബസോസ് വരെ അതിന് ഉദാഹരണങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പേടിയെ ദൂരീകരിക്കണം. ഭയമില്ലാതാകണമെങ്കിൽ നമ്മൾ റിസ്കുകളെ ഏറ്റെടുക്കണം. ഇവിടെ റിച്ച് ഡാഡ് പഠിപ്പിക്കുന്ന ഒരു കാര്യം, ടെക്സൻസിനെ പോലെ നമ്മൾ റിസ്കുകളെ ഏറ്റെടുക്കാൻ പഠിക്കണമെന്നാണ്. ടെക്സൻസ് എന്ന് പറയുന്നത് ടെക്സസിലുള്ള ആളുകളെ കുറിച്ചാണ്. അവര് വലിയ പണത്തെയാണ് നഷ്ടപ്പെടുത്തുന്നതും നേടുന്നതും. ഒറ്റയടിക്ക് കളി മാറ്റുന്ന, കളിയുടെ വിധി മാറ്റി എഴുതുന്ന ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് ഈ ടെക്സൻസിനുള്ളത്. വിജയിക്കുന്ന സമയത്ത് അവർക്ക് വല്ലാത്ത ഒരു അഭിമാനം തോന്നും. എന്നാൽ തോറ്റു കഴിഞ്ഞാലോ അവരെത്രമാത്രം പണത്തെയാണ് തോറ്റത് എന്നതിനെ കുറിച്ച് പൊങ്ങച്ചം പറഞ്ഞു നടക്കും. അവർക്ക് പേടി എന്ന് പറയുന്ന ഒരു കാര്യമേ ഇല്ല. അവർക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ അവരെ കൂടുതൽ സമ്പന്നതയിലേക്ക് പ്രചോദിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ജയിക്കുന്നതിന് മുമ്പ് തോറ്റിരിക്കും എന്നത് പ്രകൃതി നിയമമാണെന്നാണ് റിച്ച് ഡാഡ് പഠിപ്പിക്കുന്നത്. നമ്മളൊരു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്നതോ അല്ലെങ്കിൽ നടക്കാൻ പഠിച്ചതോ ഒക്കെ തോറ്റുകൊണ്ടാണ്. പണക്കാരാകുന്നതിന് മുമ്പ് പലരും ഒരുപാട് പണത്തെ നഷ്ടപ്പെടുത്തിയിട്ടുണ്ട്. പലരും തന്നെ പണത്തെ നഷ്ടപ്പെടുത്തുന്നതിനെ കുറിച്ച് പേടിച്ചിരിക്കുകയാണ്. പകരം അവർ മനസ്സിലാക്കേണ്ടത് പണക്കാരനാകുന്നതിന്റെ സന്തോഷം എന്താണെന്ന് ചിന്തിക്കുകയാണ് നമ്മൾ വേണ്ടത് എന്നാണ്. റിച്ച് ഡാഡ് മനസ്സിലാക്കിയത് തോൽവി എന്ന് പറയുന്നത് തന്നെ കൂടുതൽ ശക്തനും സ്മാർട്ടായിട്ടുള്ള വ്യക്തിയുമാക്കി മാറ്റുന്നു എന്നാണ്. ലൂസേഴ്സ് ആർ ഡിഫീറ്റഡ് ബൈ ലോസ്, വിന്നേഴ്സ് ആർ ഇൻസ്പയർഡ് ബൈ ലോസ്. നഷ്ടമുണ്ടാകുന്നത് ചിലരെ അവരുടെ ജീവിതത്തിൽ തോൽപ്പിക്കുന്നു. എന്നാൽ വിജയികളാകട്ടെ അവരുടെ നഷ്ടത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളുന്നു. നഷ്ടം സംഭവിക്കുമ്പോൾ കൂടുതൽ പണം സമ്പാദിക്കാനുള്ള ആവേശം കയറുകയാണ് സാധാരണ വിജയികളുടെ സ്വഭാവം. പണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പേടിക്കാതെ തന്നെ നമുക്ക് പണം നഷ്ടപ്പെടുന്നതിനെ വെറുക്കാം എന്ന് പഠിപ്പിക്കുകയാണ് റിച്ച് ഡാഡ്. മിക്കവരും വളരെ ചെറിയ ലാഭം മാത്രം തരുന്ന മ്യൂച്വൽ ഫണ്ടുകളിലും സ്റ്റോക്കുകളിലുമൊക്കെ നിക്ഷേപിക്കാറുണ്ട്. അതിന്റെ കാരണമെന്ന് പറയുന്നത് ഇത്തരം സ്റ്റോക്കുകളിലും മ്യൂച്വൽ ഫണ്ടുകളിലും നഷ്ടം കുറവായിരിക്കും എന്നുള്ളത് തന്നെയാണ്. വളരെ സേഫായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കും എന്നൊരു കാരണം കൊണ്ട് അതിനെ തിരഞ്ഞെടുക്കുന്നവർ മനസ്സിലാക്കേണ്ടത്, ഈ ഒരു മേഖല എന്ന് പറയുന്നത്, അതായത് വളരെ കുറച്ച് ലാഭം മാത്രം തരുന്ന സേഫ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് വിജയികളുടെ പോർട്ട്ഫോളിയോ അല്ല. നിങ്ങൾക്ക് ജീവിതത്തിൽ സക്സസ്ഫുൾ ആകണമെങ്കിൽ, ഒരു വിജയിയായി മാറണമെങ്കിൽ നിങ്ങൾ നല്ലോണം ഫോക്കസ് ചെയ്താൽ മതി. ബാലൻസ് ചെയ്ത് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ ജോബിനെ കുറിച്ച് പറയുമ്പോൾ ജോബ് എന്നത് JOB അഥവാ ജസ്റ്റ് ഓവർ ബ്രോക്ക് എന്ന് പറഞ്ഞിരുന്നു. ഈ അധ്യായത്തിൽ ഫോക്കസിനെ കുറിച്ച് പറയുന്നത് ഫോളോ വൺ കോഴ്സ് അൻറ്റിൽ സക്സസ്ഫുൾ എന്നാണ്. അതായത് വിജയിക്കുന്നത് വരെ ഏതൊന്നിലാണോ നിങ്ങൾക്ക് വിജയിക്കേണ്ടത് അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നമ്മുടെ പ്രവർത്തനങ്ങളെ നിർത്തിക്കളയാൻ നമ്മുടെ സംശയങ്ങളെ ഒരിക്കലും തന്നെ അനുവദിക്കരുത്. നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ സുഹൃത്തുക്കളും നമ്മുടെ ഫാമിലിയിലുള്ള ആളുകളും തന്നെ നമ്മളോട് പലപ്പോഴും പറയാറുണ്ട്, എന്തുകൊണ്ടാണ് നീ ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്ത് ചിന്തിച്ചിട്ടാണ് നിനക്ക് ഇതിൽ നിന്നും ലാഭം ലഭിക്കുമെന്ന് നീ കരുതുന്നത്? അതൊരു നല്ല ഐഡിയ, നല്ലൊരു ആശയമായിരുന്നെങ്കിൽ എത്ര പേര് ഇതിനു മുമ്പ് ശ്രമിച്ചു നോക്കിയിരിക്കും. എന്തുകൊണ്ട് അവരാരും ചെയ്തില്ല? അത് നടക്കാൻ പോകുന്നില്ല. നീ എന്താണ് പറയുന്നതെന്ന് നിനക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ്. ഈ വാക്കുകളല്ലെങ്കിൽ ഇതേ അർത്ഥം വരുന്ന മറ്റു വാക്കുകളുമായിരിക്കാം. ഇത്തരം വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കാതിരിക്കുക. നല്ല ബുദ്ധിമുട്ടുള്ള എന്തെങ്കിലും ഒരു ക്രൈസിസ് ഒക്കെ വരുന്ന, ഇനി എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ഒരു സമയത്ത്, സ്റ്റോക്ക് മാർക്കറ്റ് ക്രാഷ് പോലെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൊറോണയുടെ സമയം പോലെയുള്ള ഇങ്ങനെയുള്ള സമയത്താണ് ഏറ്റവും പെട്ടെന്ന് ഏറ്റവും നല്ല രീതിയിൽ പണം ഉണ്ടാക്കാൻ സാധിക്കുക എന്ന് ഒരു നല്ല നിക്ഷേപകൻ മനസ്സിലാക്കിയിരിക്കും. ഇതിനൊരു ഉദാഹരണം പറയുന്നുണ്ട്. അതായത് റോബർട്ട് കിയോസാക്കിയുടെ സുഹൃത്തായിരുന്ന റിച്ചാർഡ് എന്ന് പറയുന്ന വ്യക്തി ഒരിക്കൽ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടി റോബർട്ട് കിയോസാക്കിയുടെ ഉപദേശം തേടി. അവർ രണ്ടുപേരും ഒരു 2 ബെഡ്റൂമുള്ള ഒരു ടൗൺ ഹൗസ് $42,000 വിൽക്കപ്പെടുന്നുണ്ടെന്ന് മനസ്സിലാക്കി അത് വാങ്ങിക്കാൻ വേണ്ടി റോബർട്ട് കിയോസാക്കിയുടെ ഉപദേശം പ്രകാരം തീരുമാനിച്ചു. അതേ സമയത്ത് ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടികൾ ഏകദേശം $65,000 സാധാരണയായി വിറ്റ് പോന്നിരുന്നത്. മാർക്കറ്റ് വില $65,000 അതാണ് $42,000 ഇപ്പോൾ ലഭിക്കാൻ പോകുന്നത്. റിച്ചാർഡ് എന്ന് പറയുന്ന റോബർട്ട് കിയോസാക്കിയുടെ സുഹൃത്ത് അത് വാങ്ങി. പക്ഷേ ആ പ്രോപ്പർട്ടിയുടെ പരിസരത്ത് താമസിച്ചിരുന്ന ഒരാളുമായി സംസാരിച്ചപ്പോൾ ഈ പറയുന്ന പ്രോപ്പർട്ടി വാങ്ങിയത് നഷ്ടക്കച്ചവടമാണ് എന്നൊരു സംശയം ഈ റിച്ചാർഡിന്റെ മനസ്സിൽ വന്നു. അതുകൊണ്ട് തന്നെ ആ പ്രോപ്പർട്ടി അയാൾ മടക്കി കൊടുക്കുകയും ചെയ്തു. എന്നാൽ കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ആ പ്രോപ്പർട്ടി $95,000 വിലമതിക്കുന്ന ഒന്നായി മാറി. അന്ന് മനസ്സിലുണ്ടായിരുന്ന സംശയത്തെ പേടിക്കാതെ ആ പ്രോപ്പർട്ടി വാങ്ങിയിരുന്നെങ്കിൽ
റിച്ചാർഡ് വളരെ പെട്ടെന്ന് സമ്പന്നനായി. നമ്മൾ എല്ലാത്തിനെയും കൃത്യമായി മനസ്സിലാക്കാൻ ശ്രമിക്കണം, അതിൻ്റെ രീതികൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം. എന്നാൽ പലരും തന്നെ ചെയ്യുന്നത് മിക്കപ്പോഴും പല കാര്യങ്ങളെയും വിമർശിക്കാനാണ് ശ്രമിക്കുന്നത്. വിമർശിക്കലല്ല നമ്മൾ ചെയ്യേണ്ടത് മനസ്സിലാക്കലാണ്. അത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മുടെ അനുഭവജ്ഞാനം കൊണ്ട് നമ്മൾ മനസ്സിലാക്കിയെടുക്കാൻ ശ്രമിക്കണം. മറിച്ച് ഒരു മുൻവിധി വെച്ച് നമ്മൾ പല ഓപ്പർച്യൂണിറ്റികളെയും വിമർശിക്കാൻ വേണ്ടി നിൽക്കരുത്. പലരും പറയുന്ന ഒരു കാര്യമാണ്, സമ്പത്തിനെ കുറിച്ചും ആരോഗ്യത്തെക്കുറിച്ചും ഒക്കെ നോക്കാൻ എനിക്ക് സമയമൊന്നുമില്ല, ഞാൻ ഭയങ്കര ബിസിയാണെന്നൊക്കെ. എന്നാൽ സത്യത്തിൽ അവർ ഈ പറഞ്ഞ രണ്ട് കാര്യത്തെയും അവോയ്ഡ് ചെയ്യുകയാണ് എന്നാണ് റോബർട്ട് കിയോസാക്കി പഠിപ്പിക്കുന്നത്. റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യം, എനിക്കത് നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന വാചകം നമ്മുടെ തലച്ചോറിനെ കൂടുതൽ ചിന്തിക്കുന്നതിൽ നിന്നും തടയും. എന്നാൽ എനിക്ക് എങ്ങനെ അത് നേടിയെടുക്കാൻ സാധിക്കും എന്ന ചോദ്യം ഉന്നയിക്കുന്നത് കൂടുതൽ പോസിബിലിറ്റികളെ, കൂടുതൽ സാധ്യതകളെ, നമ്മുടെ സ്വപ്നങ്ങളെ ഉണ്ടാക്കിയെടുക്കും. റിച്ച് ഡാഡിന്റെ കുട്ടികൾ എന്തൊക്കെ ചോദിച്ചിട്ടുണ്ടോ അതൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കുന്നതിന് പകരം റിച്ച് ഡാഡ് അതെങ്ങനെ വാങ്ങിയെടുക്കാം, എങ്ങനെ നേടിയെടുക്കാം എന്ന് ചിന്തിക്കാനാണ് അവരെ പഠിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ റിച്ച് ഡാഡ് ഒരിക്കലും റോബർട്ടിനും മൈക്കിനും അവർ ചോദിച്ചതൊന്നും നൽകിയിരുന്നില്ല. അവരെ കൊണ്ട് തന്നെ അത് വാങ്ങിപ്പിക്കാനുള്ള ശ്രമമാണ് അദ്ദേഹം നടത്തിയത്. അവർ രണ്ടുപേരും കോളേജിൽ പോയതുപോലും അവരുടെ സ്വന്തം പണം ഉപയോഗിച്ചുകൊണ്ടാണത്രേ. ഇനി പറയാനുള്ളത് നമ്മുടെ ബാഡ് ഹാബിറ്റ്സിനെ കുറിച്ചാണ്, ദുശീലങ്ങൾ. ഫിനാൻഷ്യൽ സ്ട്രഗിൾ വരുന്നത് പലപ്പോഴും നമ്മുടെ ദുശീലങ്ങളിൽ നിന്നുമാണ്. ആദ്യം തന്നെ നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പണത്തെ ചിലവഴിക്കാൻ നിന്നാൽ പിന്നെ നമ്മൾ ഒരിക്കലും പണക്കാരനായി മാറില്ല. നമ്മൾ തുടക്കത്തിലൊക്കെ പറഞ്ഞിരുന്നു, ബില്ലുകളെ, നമുക്കുണ്ടാകുന്ന മാസത്തിൽ അടയ്ക്കേണ്ട ബില്ലുകളെ ആദ്യം തന്നെ അടച്ച് എല്ലാത്തിൽ നിന്നും സ്വസ്ഥമായി മുന്നോട്ട് പോയി അടുത്ത മാസത്തെ ശമ്പളത്തിന് വേണ്ടി കാത്തിരിക്കുന്നതിന് പകരം നമ്മൾ ബില്ലുകളെ ഏറ്റവും അവസാനം അടക്കണമെന്ന്. അത് എടുത്തു പറയുന്ന ഭാഗമാണിത്. നമ്മൾ ആദ്യം തന്നെ ബില്ലുകളെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും തന്നെ ബാക്കി ഉണ്ടാവില്ല. അപ്പം നമ്മൾ അടുത്ത മാസത്തെ ശമ്പളത്തിന് വേണ്ടി കാത്തിരിക്കും. അങ്ങനെ ആ എലിയോട്ടത്തിൽ, ആ റാറ്റ് റേസിൽ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ കൂടുതൽ ചിലവുകൾ വരുമ്പോൾ വലിയ കടത്തിലേക്ക് നമ്മൾ നീങ്ങും. കടത്തിലേക്ക് നീങ്ങുമ്പോൾ കൂടുതൽ പണം ലഭിക്കുന്ന ഏതെങ്കിലും മേഖലയെക്കുറിച്ച് ചിന്തിക്കേണ്ടതായി വരും. അങ്ങനെ ചിന്തിച്ച പലരും കൂടുതൽ സമ്പത്തിനെ നേടിയെടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ കടം വാങ്ങിയിട്ടുള്ള ആളുകൾ നിരന്തരം അവർക്ക് ലഭിക്കാനുള്ള പണത്തിന് വേണ്ടി നമ്മളെ വിളിച്ചുകൊണ്ടിരുന്ന നമുക്ക് കൂടുതൽ പണം നേടിയെടുക്കേണ്ട വഴിയെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. എനിക്ക് എന്താണോ അറിയുന്നത് ആ അറിയുന്ന കാര്യം എനിക്ക് പണത്തെ നേടിത്തരും. എനിക്ക് എന്താണോ അറിയാത്തത് ആ കാര്യം എൻ്റെ പണത്തെ നഷ്ടപ്പെടുത്തും. ഈ ഒരു വാചകം കൂടി പറഞ്ഞുകൊണ്ടാണ് ഈ അധ്യായം അവസാനിപ്പിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്ക് ജന്മന ലഭിച്ചിട്ടുള്ള, ജനിക്കുമ്പോഴേ ദൈവം നമുക്ക് തന്നിട്ടുള്ള പ്രത്യേകമായ കഴിവുകളെ എങ്ങനെ ഉപയോഗിച്ച് നമുക്കൊരു സമ്പന്നനായി മാറാം എന്ന് പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വെറുതെ അങ്ങ് സമ്പന്നരാവില്ല. ഒരാൾക്ക് സമ്പന്നനാകണമെങ്കിൽ പണം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്ന ഏതെങ്കിലും അവസരം അയാളുടെ മുമ്പിലേക്ക് വരണം. ഈ അധ്യായത്തിലൂടെ റോബർട്ട് കിയോസാക്കി നമ്മളെ പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്, ദൈവം നമുക്ക് ഇതുപോലെ അവസരങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി തന്നിട്ടുള്ള നമ്മുടെ പ്രത്യേകമായ കഴിവിനെ എങ്ങനെയാണ് നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കുക എന്നതാണ്. നമ്മുടെ ഗോഡ് ഗിവൺ പവേഴ്സ് 10 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് വികസിപ്പിച്ചെടുക്കാമെന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. പെറുവിലെ ഒരു ഗോൾഡ് മൈനർ, അതായത് പെറുവിൽ ഉണ്ടായിരുന്ന ഒരു സ്വർണ്ണ ഖനി ഉടമ ഒരിക്കൽ റോബർട്ട് കിയോസാക്കിയോട് ഇങ്ങനെ പറഞ്ഞു, എല്ലായിടത്തും സ്വർണമുണ്ട്, പക്ഷേ മിക്ക ആളുകൾക്കും അതിനെ കണ്ടെത്താനുള്ള പരിശീലനം ലഭിച്ചിട്ടില്ല എന്ന് മാത്രം. ഈ പറഞ്ഞ വാക്കുകളെ റോബർട്ട് കിയോസാക്കിയും ശരിവെക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ ദിവസവും തന്നെ 4-5 മികച്ച പ്രോപ്പർട്ടികളെ കണ്ടെത്താൻ സാധിച്ചിട്ട് പോലും പലർക്കും പണമുണ്ടാക്കാൻ സാധിക്കുന്ന നല്ലൊരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. എങ്ങനെയാണ് റോബർട്ട് കിയോസാക്കി പിന്നെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കാത്ത കാര്യങ്ങളെ കണ്ടെത്തുന്നത്? അത് നമുക്ക് പഠിക്കാൻ വേണ്ടി റോബർട്ട് കിയോസാക്കി നമ്മളെ ഉപദേശിക്കുന്ന 10 സ്റ്റെപ്പുകളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യത്തെ സ്റ്റെപ്പിൽ റോബർട്ട് കിയോസാക്കി പറയുന്നത് നമ്മുടെ ആത്മാവിന്റെ ശക്തിയെ ഉപയോഗിക്കാനാണ്. ഒരാൾ താൻ പണക്കാരനാകണമെന്ന് ആഗ്രഹിക്കുന്നതിന്റെ കാരണം എന്തായിരിക്കും? അങ്ങനെ സാധാരണക്കാർ ചിന്തിക്കുന്ന കാരണങ്ങളല്ലാതെ പ്രത്യേകമായ വലിയ ഏതോ ഒരു കാരണത്തെ നിങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഒളിമ്പിക്സിന് പങ്കെടുക്കാൻ വേണ്ടി സ്വപ്നം കണ്ടിരുന്ന ഒരു പെൺകുട്ടി തന്റെ എല്ലാ ദിവസത്തെയും സ്കൂൾ പഠനത്തിന് തൊട്ട് മുമ്പായി 3 മണിക്കൂറോളം നീന്തൽ പരിശീലനത്തിന് പോകുമായിരുന്നു. എന്നാൽ തന്റെ സ്കൂളിലെ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ ആ പെൺകുട്ടി എല്ലാ വീക്കെൻഡുകളിലും പഠിക്കുകയും ചെയ്യുമായിരുന്നു. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ പെൺകുട്ടി മറുപടി പറഞ്ഞത് ഇതാണ്: ഞാനിത് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയും
എന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയുമാണ്. സ്നേഹമാണ് ഇത്രയും ബുദ്ധിമുട്ടുന്നതിൽ ഒരു പ്രശ്നവുമില്ലെന്ന് എന്നെ തോന്നിപ്പിക്കുന്ന കാര്യം. ഒളിമ്പിക്സിൽ പങ്കെടുത്ത് മെഡൽ നേടാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ പെൺകുട്ടി ആഗ്രഹിച്ചത് തൻ്റെ സ്നേഹത്തിന് വേണ്ടി വിജയിക്കാനാണ്. അതുപോലെ നമ്മുടെ വികാരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു കാരണത്തെ നമ്മൾ കണ്ടെത്തിയിരിക്കണം എന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പിൽ പ്രധാനമായും പറയുന്നത് ദ പവർ ഓഫ് ചോയ്സിനെ കുറിച്ചാണ്. അതായത് നമ്മുടെ തിരഞ്ഞെടുക്കലിന്റെ ശക്തിയെക്കുറിച്ച്. നമുക്ക് ഓരോ ദിവസവും ലഭിക്കുന്ന ഓരോ രൂപ കൊണ്ടും നമ്മൾ തീരുമാനിക്കുന്നുണ്ട് നമ്മൾ റിച്ച് ആയിട്ടാണോ അല്ലെങ്കിൽ പാവപ്പെട്ടവനായിട്ടാണോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ്സുകാരനായിട്ടാണോ ജീവിക്കേണ്ടത് എന്നാണ് റോബർട്ട് കിയോസാക്കിയുടെ പക്ഷം. നമ്മളാണ് തീരുമാനിക്കുന്നത് നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന്. റിസ്കുകൾ എടുക്കാനും അതുപോലെ മറ്റുള്ളവർ എഴുതിത്തള്ളുന്ന പല അവസരങ്ങളെയും ഉപയോഗിക്കാനും നമ്മൾ പഠിക്കണം. ഓരോ അവസരങ്ങൾ മുമ്പിൽ കാണുമ്പോഴും അതിൽ വന്നേക്കാവുന്ന നഷ്ടത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും നമുക്ക് കൃത്യമായ ബോധം ഉണ്ടാവണമെങ്കിൽ നമ്മൾ അതിനെ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കണം. അതുമാത്രമല്ല, നമ്മൾ നമ്മുടെ കുട്ടികളെ നമ്മുടെ സ്വത്തുക്കളെ കൈകാര്യം ചെയ്യേണ്ട രീതിയും പഠിപ്പിച്ചു കൊടുക്കണമെന്നാണ് രചയിതാവ് പറയുന്നത്. അല്ലെങ്കിൽ അവർ അവരുടെ തലമുറയിൽ ജീവിക്കുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയ സ്വത്തുക്കളൊക്കെ നശിപ്പിച്ചേക്കാം. ഈ പറഞ്ഞതിന്റെ ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമുക്ക് തന്നെ കണ്ടെത്താൻ സാധിക്കും. ഓരോ അവസരത്തിലും നമ്മൾ നിക്ഷേപം നടത്തണമെങ്കിൽ ആദ്യം നമ്മൾ നിക്ഷേപത്തെക്കുറിച്ച് പഠിക്കണം. എവിടെ നിക്ഷേപിക്കണം, എങ്ങനെ നിക്ഷേപിക്കണം, എത്ര രൂപ നിക്ഷേപിക്കണം എന്ന കാര്യമൊക്കെ നമുക്ക് അറിയണമെങ്കിൽ, അതൊക്കെ നമുക്ക് തീരുമാനിക്കാൻ പറ്റണമെങ്കിൽ, നമ്മുടെ തീരുമാനങ്ങൾ കൃത്യമാവണമെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ദ പവർ ഓഫ് അസോസിയേഷനെ കുറിച്ചാണ്. അതായത് ഒരു കൂട്ടായ്മയുടെ ശക്തിയെക്കുറിച്ച്. നമ്മുടെ സുഹൃത്തുക്കളെ വളരെ കെയർഫുൾ ആയിട്ട് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ എന്നാണ് റോബർട്ട് കിയോസാക്കി ഈ സ്റ്റെപ്പിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. തീർച്ചയായും സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്നവന്റെ മൈൻഡ് സെറ്റ് ഒരു സമ്പന്നന്റേതായിരിക്കണം. അതുകൊണ്ട് തന്നെ നമ്മുടെ സുഹൃത്ത് വലയം ഈ കാര്യത്തിൽ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. ഈ പറഞ്ഞതിന്റെ അർത്ഥം സമ്പന്നരായ സുഹൃത്തുക്കളെ മാത്രമേ കൊണ്ടു നടക്കാവൂ എന്നല്ല, മറിച്ച് സമ്പത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് പോസിറ്റീവായി അപ്രോച്ച് ചെയ്യുന്ന സുഹൃത്തുക്കളെ മാത്രമേ സുഹൃത്തുക്കളായി കാണാൻ പാടുള്ളൂ എന്നും അതുപോലെ അവരുടെ കൂടെ തന്നെയാണ് നമ്മൾ കൂടുതൽ സമയവും ചിലവഴിക്കേണ്ടതെന്നും റോബർട്ട് കിയോസാക്കി പഠിപ്പിക്കുന്നു. സമ്പന്നരായിട്ടുള്ള ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കംപ്ലൈന്റ് ഇവിടെ രചയിതാവ് പറയുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, തങ്ങളുടെ സുഹൃത്തുക്കളിൽ സമ്പത്ത് കുറവുള്ള ആളുകൾ ഒരിക്കലും തന്നെ തങ്ങൾ എങ്ങനെയാണ് ഈ സമ്പത്ത് നേടിയെടുത്തത് എന്ന് ചോദിക്കാറില്ല. അതെന്നെയും കൂടി പഠിപ്പിക്കാമോ എന്നൊക്കെ ചോദിക്കുന്നതിന് പകരം സാധാരണയായി സുഹൃത്തുക്കൾ ചോദിക്കാറുള്ളത് എനിക്കൊരു ജോലി തരാമോ അല്ലെങ്കിൽ ഇത്ര രൂപ കടം തരാമോ എന്നൊക്കെയായിരിക്കും. അതിനു പകരം എങ്ങനെയാണ് സമ്പത്ത് ഉണ്ടാക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിക്കുന്ന, എന്നതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന സുഹൃത്ത് വലയമാണ് നമുക്ക് വേണ്ടത് എന്ന് രചയിതാവ് അഭിപ്രായപ്പെടുന്നു. അടുത്ത സ്റ്റെപ്പിൽ പറയുന്നത് വളരെ പെട്ടെന്ന് കാര്യങ്ങളെ പഠിച്ചെടുക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചാണ്. നമ്മൾ ആദ്യം ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആ ബിസിനസ് വർക്കൗട്ട് ആവാനുള്ള ഒരു ഫോർമുല നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. ആ ഫോർമുല ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് മാർക്കറ്റ് പഠിക്കേണ്ടി വരും, അതുപോലെ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സിനെ കുറിച്ച് പഠിക്കേണ്ടി വരും, തുടങ്ങി നിരവധി കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമ്മൾ ആ ബിസിനസ്സിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യണം എന്നാണ് രചയിതാവ് പറയുന്നത്. അതിനുശേഷം അങ്ങനെ ഒരു ഫോർമുല ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അടുത്തത് പഠിക്കണം. എന്നിട്ട് അതിലും ഒരു ഫോർമുല ക്രിയേറ്റ് ചെയ്യണം. ഇങ്ങനെ വളരെ പെട്ടെന്ന് നമ്മൾ കൂടുതൽ കാര്യങ്ങളെ പഠിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരാളായി മാറണമെന്നാണ് രചയിതാവ് പറയുന്നത്. നിങ്ങൾക്ക് എന്താണോ ചെയ്യേണ്ടത് അതിനെക്കുറിച്ച് മാത്രം പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉദാഹരണത്തിന്, നിങ്ങൾക്കൊരു പാചകക്കാരനാവണമെങ്കിൽ കുക്കിങ്ങിനെ കുറിച്ച് പഠിക്കുക. ഇനി നിങ്ങൾക്ക് പണം സമ്പാദിക്കണമെങ്കിൽ നിങ്ങൾ പണത്തിന് വേണ്ടി പണിയെടുക്കരുത്, പകരം പണത്തെ കൊണ്ട് പണിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക. പഠിക്കുന്നതിന്റെ കാര്യം പറയുമ്പോൾ റോബർട്ട് കിയോസാക്കി പറയുന്നത് മിക്കവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്, പക്ഷേ അവർ തോറ്റുപോകുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത്, ആ സ്റ്റെപ്പാണ് ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റെപ്പ്, അത് ആക്ഷനാണ്. അതായത് ആ പഠിച്ച കാര്യങ്ങളെ അവരുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്ന സ്റ്റെപ്പ്. അതിലാണ് മിക്കവരും തോറ്റുപോകുന്നത്. റോബർട്ട് കിയോസാക്കി പ്രാധാന്യം കൽപ്പിക്കുന്നത് എന്തൊക്കെ അറിയാം എന്നതിനേക്കാളും കൂടുതൽ എത്ര പെട്ടെന്ന് നമ്മൾ പഠിച്ചെടുക്കുന്നവരാണ് എന്നതിനാണ്. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് സെൽഫ് ഡിസിപ്ലിനെ കുറിച്ചാണ്, ആത്മനിയന്ത്രണത്തെക്കുറിച്ച്. നമുക്ക് പണം കിട്ടുന്ന സമയത്ത്, നമുക്ക് സാലറി ആയിട്ടോ മറ്റോ പണം കിട്ടുന്ന സമയത്ത് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ബില്ലുകളെയൊക്കെ പേ ചെയ്ത് അങ്ങനെ നമ്മുടെ ചിലവുകളെയൊക്കെ മാക്സിമം കഴിച്ച് കുറച്ച് പൈസ ബാക്കി വെച്ച് ആ പൈസ കൊണ്ട് ആ മാസം മുഴുവനും കഴിക്കുന്ന രീതിയാണ് സാധാരണ നിലവിലുള്ളത്. അതിനു പകരം നമ്മൾ എല്ലാവരും സെൽഫ് ഡിസിപ്ലിൻഡ് ആയിരിക്കണം. നമുക്ക് സെൽഫ് ഡിസിപ്ലിൻ ഇല്ലെങ്കിൽ നമുക്ക് $1 മില്യൺ കിട്ടിയാൽ പോലും അത് എങ്ങനെ ചെലവഴിക്കണം അല്ലെങ്കിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് നമുക്ക് അറിയലുണ്ടാവില്ല. സെൽഫ് ഡിസിപ്ലിനും അതുപോലെ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ഒരു നിയന്ത്രണവും നമ്മുടെ ആത്മനിയന്ത്രണവും ഒക്കെ നമുക്കില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ തള്ളി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നതല്ലാതെ കൂടുതൽ പണം സമ്പാദിക്കുന്ന രീതിയിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. അപ്പോൾ ഈ സെൽഫ് ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ അതിന് പ്രധാനപ്പെട്ട 3 മാനേജ്മെന്റ് സ്കില്ലുകൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ,
നമ്മുടെ ക്യാഷ് ഫ്ലോ എങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ നമ്മളോട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന ആളുകളെ എങ്ങനെ മാനേജ് ചെയ്യണം, അതുപോലെ നമ്മുടെ സ്വന്തം സമയത്തെ എങ്ങനെ മാനേജ് ചെയ്യണം. ഈ 3 കാര്യത്തിലുമുള്ള നമ്മുടെ മാനേജ്മെന്റ് സ്കില്ലുകൾ നമ്മുടെ സെൽഫ് ഡിസിപ്ലിനെ വല്ലാതെ ബാധിക്കും. അതുകൊണ്ട് തന്നെ ഈ 3 കാര്യത്തിലുള്ള നമ്മുടെ മാനേജ്മെന്റ് സ്കില്ലുകൾ എങ്ങനെ വർദ്ധിപ്പിക്കാമെന്നും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. നമ്മൾ ആദ്യം തന്നെ ബില്ലുകളൊക്കെ പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബാക്കി വരുന്ന പണം കൊണ്ട് നമ്മൾ ആ മാസം മുഴുവൻ തട്ടി നീക്കുമ്പോൾ ഒടുവിൽ നമ്മൾ ഓട്ടക്കീശയുമായാണ് അടുത്ത മാസത്തിലേക്ക് കടക്കുന്നത്. ശരിയല്ലേ? എന്നാൽ ഇങ്ങനെ ചെയ്യാതെ ആദ്യം നമുക്ക് വേണ്ടി പണം ചിലവഴിച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് നിക്ഷേപിക്കാനുള്ള ഏതെങ്കിലും ഒരു ബിസിനസ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അതിലേക്ക് ആദ്യം നിക്ഷേപമൊക്കെ നടത്തി അങ്ങനെ നമുക്ക് വേണ്ടി ആദ്യം പണം ചിലവഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ ചിലവുകളെ തീർക്കാനുള്ള പണം നൽകാൻ പോകുന്ന സ്വത്തുക്കൾ വാങ്ങിയെടുക്കാൻ നമുക്ക് ആ പണം ഉപയോഗിക്കാം എന്നാണ് രചയിതാവ് പറയുന്നത്. ഇതുവഴി ഓരോ മാസവും നമ്മൾ കൂടുതൽ നിക്ഷേപം നടത്തുന്നവരാവുകയും നമ്മുടെ ചിലവ് കഴിക്കാനുള്ള പണം ആ നിക്ഷേപത്തിലെ ലാഭത്തിൽ നിന്ന് മാത്രം നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. എന്നാൽ നമുക്ക് കിട്ടുന്ന പണത്തിന്റെ അളവ്, നമുക്ക് കിട്ടുന്ന സാലറിയുടെ അളവ് വളരെ കുറവും നമ്മുടെ ബില്ലുകളുടെ അളവ് വളരെ കൂടുതലുമാണെങ്കിലോ, അങ്ങനെയാണെങ്കിലും നമുക്ക് വേണ്ടിയാണ് ആദ്യം ചിലവഴിക്കേണ്ടത് എന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. കാരണം അങ്ങനെയാണ് പണക്കാരായ ആളുകളൊക്കെ ചെയ്യാറുള്ളത്. ഇതൊക്കെ എങ്ങനെ നടക്കാനാണ് എന്ന് കരുതുന്നവരോട് പറയാനുള്ളത്, റോബർട്ട് കിയോസാക്കിക്ക് ധാരാളം ലയബിലിറ്റീസ്, ധാരാളം കടങ്ങൾ ഉണ്ടായിരുന്നു. ആ കടങ്ങളെ വീട്ടാൻ വേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത് അദ്ദേഹത്തിന്റെ വാടകക്കാരിൽ നിന്നും ലഭിക്കുന്ന പണത്തെയാണ്. ഇനി ഇതൊന്നുമല്ലാതെ നമുക്ക് വേണ്ടി പണം ചെലവഴിക്കാൻ വേണ്ടി കരുതുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാന കാര്യങ്ങളെ കുറച്ച് ടിപ്പുകളായിട്ട് റോബർട്ട് കിയോസാക്കി പറയുന്നുണ്ട്. അതിൽ ആദ്യത്തേത് വളരെ കുറഞ്ഞ ചെലവിൽ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. കൂടുതൽ ചിലവുകൾ വരുന്ന കാര്യങ്ങളിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചിലവുകൾ കുറഞ്ഞാലേ നമുക്ക് കൂടുതൽ പണത്തെ സേവ് ചെയ്യാൻ സാധിക്കുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം ആ കാര്യം. എന്നാൽ നഷ്ടം കുറഞ്ഞാലേ ലാഭം കൂടുകയുള്ളൂ എന്ന മറ്റൊരു തത്വവും ഇതിന് പുറകിലുണ്ട് എന്ന് ഓർക്കുക. ഇനി അടുത്ത ടിപ്പിൽ പറയുന്നത്, നമ്മൾ സാധാരണ രീതിയിൽ നമുക്ക് കൂടുതൽ പണം ആവശ്യം വരുന്ന ഏതെങ്കിലും ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ, അഥവാ നമ്മുടെ കയ്യിൽ കുറച്ച് സേവിങ്സ് ഉണ്ടെങ്കിൽ ആ സേവിങ്സിൽ നിന്നും എടുത്തിട്ടാണ് നമ്മൾ ആ ആവശ്യത്തെ കഴിക്കുക. ഒരിക്കലും തന്നെ ഇങ്ങനെ ചെയ്യരുത് എന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. പകരം ഇങ്ങനെ നമുക്ക് പണത്തിന് ആവശ്യം വരുന്ന നമ്മുടെ ആ പ്രഷറിനെ കൂടുതൽ പണം ഉണ്ടാക്കാൻ സാധ്യമാകുന്ന ഏതെങ്കിലും വഴിയെ കണ്ടെത്താൻ വേണ്ടി ഉപയോഗിക്കുക. സേവിങ്സ് ആയി നമ്മൾ മാറ്റിവെച്ചിട്ടുള്ള പണത്തെ നമ്മുടെ ബില്ലുകളെ പേ ചെയ്യുന്നതിനേക്കാളും ഏറ്റവും നല്ലത് കൂടുതൽ നിക്ഷേപങ്ങളിലേക്ക് നിക്ഷേപിക്കുന്നതാണ് എന്നാണ് രചയിതാവ് പറയുന്നത്. ഇനി നമ്മൾ 6ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുകയാണ്. ദ പവർ ഓഫ് ഗുഡ് അഡ്വൈസിനെ കുറിച്ചാണ് ഈ സ്റ്റെപ്പിൽ പറയുന്നത്. ഒരാൾ ഒറ്റയ്ക്ക് തുനിഞ്ഞിറങ്ങിയാൽ അയാൾക്ക് സമ്പന്നനാകാൻ സാധിക്കുമെങ്കിലും അയാൾക്ക് ഒരുപാട് പേരുടെ ഉപദേശങ്ങളും ഒരുപാട് പേരുടെ പ്രവർത്തനങ്ങളുമൊക്കെ അയാളുടെ സമ്പന്നതയിലേക്കുള്ള യാത്രയിൽ അയാളെ സഹായിക്കേണ്ടതുണ്ട്. നമ്മുടെ ജോലിക്കാർ, നമ്മുടെ ബ്രോക്കർമാർ, ഇങ്ങനെ നമുക്ക് കൂടുതൽ സമ്പത്ത് കൊണ്ടുവരാനുള്ള അവസരങ്ങളെ കൊണ്ടെത്തിക്കുന്ന ആളുകൾക്ക് കൂടുതൽ പണം ചിലവഴിക്കണം എന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്. മാർക്കറ്റിലുള്ള ഏറ്റവും മികച്ച അക്കൗണ്ടന്റുകൾ, ഏറ്റവും മികച്ച റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ്, സ്റ്റോക്ക് ബ്രോക്കേഴ്സ്, അതുപോലെ അറ്റോർണീസ് തുടങ്ങിയവരൊക്കെയായി നമ്മൾ നല്ല ബന്ധം പുലർത്തേണ്ടതുണ്ട്. കാരണം അവരുടെ സർവീസ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് കൂടുതൽ പണം സമ്പാദിക്കാൻ സാധിക്കുക. അവർ കൂടുതൽ പണം നിങ്ങളിൽ നിന്നും സമ്പാദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ പണത്തെ ഉണ്ടാക്കി തരാനും അവർ പരിശ്രമിച്ചുകൊണ്ടിരിക്കും. ഇതാണ് റോബർട്ട് കിയോസാക്കിയുടെ ന്യായം. ഈ സ്റ്റെപ്പിൽ തന്നെ പറയുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത്, നമ്മളെക്കാളും സ്മാർട്ടായിട്ടുള്ള ആളുകളെ നമുക്ക് വേണ്ടി പണിയെടുപ്പിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അതിനുവേണ്ടി എങ്ങനെ നമുക്ക് കരുക്കൾ നീക്കാം എന്നാകണം നമ്മുടെ ചിന്ത. അടുത്ത സ്റ്റെപ്പിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ദ പവർ ഓഫ് ഗെറ്റിംഗ് സംതിങ് ഫോർ നത്തിങ്. അതായത് നമ്മൾ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന അവസരങ്ങളുണ്ടോ എന്ന് എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഏതെങ്കിലും ഒരു നിക്ഷേപത്തിന് നിൽക്കുന്ന സമയത്ത്, ഏതെങ്കിലും ഒരു ബിസിനസ്സിലേക്ക് കടക്കുന്ന സമയത്ത്, ഒരു പക്ഷേ ആ ബിസിനസ്സിൽ കടക്കുമ്പോൾ അതിൻ്റെ കൂടെ മറ്റേതെങ്കിലും ഒരു കാര്യത്തെ നമുക്ക് വെറുതെ കിട്ടുന്നുണ്ടാകും. അങ്ങനെ കിട്ടാനുള്ള സാധ്യതയുള്ള പല കാര്യങ്ങളും ഉണ്ടാകും. ഇതിനുള്ള ഉദാഹരണങ്ങളൊക്കെ റോബർട്ട് കിയോസാക്കി ഈ അധ്യായത്തിൽ പറയുന്നുണ്ട്. ഒന്നും നൽകാതെ തന്നെ നമുക്ക് പലതും നേടിയെടുക്കാൻ സാധിക്കുമെന്ന് റോബർട്ട് കിയോസാക്കി ഇവിടെ പറയുന്നു. ഒന്നും നൽകാതെ എന്നതിന് പകരം വളരെ കുറഞ്ഞ പണത്തിന് എന്തെങ്കിലും വലിയ കാര്യത്തെ നേടിയെടുക്കാൻ സാധിച്ച അതും ഇവിടെ ആപ്ലിക്കബിൾ ആണ്. ഇതിന് ഉദാഹരണമായി റോബർട്ട് കിയോസാക്കി പറയുന്ന മക്ഡൊണാൾഡ്സിന്റെ ഫൗണ്ടർ റേ ക്രോക്കിന്റെ കഥയാണ്. അതായത് റേ ക്രോക്ക്, അദ്ദേഹം മക്ഡൊണാൾഡ്സിന്റെ ഫ്രാഞ്ചൈസിക്ക് വേണ്ടി ആരെങ്കിലും അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ ആദ്യം വെക്കുന്ന ഉടമ്പടി എന്ന് പറയുന്നത് അവർ വെക്കുന്ന ഫ്രാഞ്ചൈസിയുടെ ആ ഷോപ്പിന്റെ കീഴിലുള്ള ഭൂമി തന്റെ പേരിലായിരിക്കണം എന്നതാണ്. മക്ഡൊണാൾഡ്സിന്റെ ബ്രാൻഡ് വാല്യൂ ഉപയോഗിച്ച് കച്ചവടം നടത്തണമെങ്കിൽ ആ ഡീലിൽ സമ്മതം മൂളേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. 8ാമത്തെ സ്റ്റെപ്പിൽ പറയുന്നത് ദ പവർ ഓഫ് ഫോക്കസിനെ കുറിച്ചാണ്. നമ്മുടെ സ്വത്തുക്കൾ ഉപയോഗിച്ച് നമുക്ക് ലക്ഷറീസ് വാങ്ങിയെടുക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നമുക്കൊരു കാറ് വാങ്ങിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് കരുതുക.
ആ കാറ് വാങ്ങിക്കാനുള്ള പണവും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ആ കാറ് നേരെ പോയി വാങ്ങിക്കും, അല്ലേ? എന്നാൽ ഇങ്ങനെ ചെയ്യുന്നതിന് പകരം നിങ്ങൾ കാറ് വാങ്ങിക്കാൻ ആഗ്രഹവും നിങ്ങളുടെ കയ്യിൽ പണവും ഉണ്ടെങ്കിൽ ആ പണം ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു നിക്ഷേപത്തിൽ നിക്ഷേപിക്കാൻ വേണ്ടി ശ്രമിക്കുക. ആ നിക്ഷേപത്തിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ഉപയോഗിച്ചുകൊണ്ട് കാറ് വാങ്ങാനാണ് ശ്രമിക്കേണ്ടത്. ഒരു വർഷത്തിന്റെ തുടക്കത്തിൽ 100 ആളുകൾക്ക് ഒരു 10 ലക്ഷം രൂപ വെച്ചിട്ട് ലഭിച്ചിട്ടുണ്ട് എന്ന് കരുതുക. അതിലൊരു 80 പേരും ആ 10 ലക്ഷം മുഴുവനും ചിലവഴിക്കുകയും അതിൽ കൂടുതൽ ചിലവിലും വരുത്തിവെക്കുകയും ചെയ്യുന്നവരായിരിക്കും. ബാക്കിയുള്ള 20 പേരിൽ ഒരു 16ഓളം പേർ അവർക്ക് ലഭിച്ചിട്ടുള്ള 10 ലക്ഷത്തിന് ഒരു 5%, 10% വർദ്ധിപ്പിച്ചിട്ടുണ്ടാകും. എന്നാൽ അതും കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി 4 പേരായിരിക്കും അവർക്ക് ലഭിച്ചിട്ടുള്ള 10 ലക്ഷത്തിന് 20 ലക്ഷമോ അല്ലെങ്കിൽ 1 കോടിയോ ആക്കി മാറ്റുന്നവർ. ഇനി നമുക്ക് 9ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കാം. നമുക്കൊരു റോൾ മോഡൽ ഉണ്ടായിരിക്കണം എന്നാണ് റോബർട്ട് കിയോസാക്കി പറയുന്നത്, പ്രത്യേകിച്ച് ബിസിനസ്സിൽ. റോബർട്ട് കിയോസാക്കിയുടെ റോൾ മോഡൽ വാരൻ ബഫറ്റ്, പീറ്റർ ലിഞ്ച്, ജോർജ് സോറോസ് പോലെയുള്ള വ്യക്തികളായിരുന്നു. റോബർട്ട് കിയോസാക്കി ഏതെങ്കിലും ഒരു ഡീല് അനലൈസ് ചെയ്യുന്ന സമയത്ത് വാരൻ ബഫറ്റ് ആണ് തനിക്ക് പകരമെങ്കിൽ എങ്ങനെയായിരിക്കും അതിനെ കൈകാര്യം ചെയ്യുക എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ആ ഡീൽ അനലൈസ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്നത് അദ്ദേഹത്തെ കൂടുതൽ സമ്പന്നനാക്കാൻ സഹായിച്ചുവെന്നാണ് അദ്ദേഹം പറയുന്നത്. അടുത്ത സ്റ്റെപ്പ് പക്ഷേ നമ്മൾ ആരും അത്ര പ്രതീക്ഷിക്കാത്ത ഒരു സ്റ്റെപ്പാണ്. ടീച്ച് ആൻഡ് യു ഷാൽ റിസീവ്. നമ്മൾ പഠിപ്പിക്കുക. നമുക്ക് എങ്ങനെയാണോ പണം ഉണ്ടാക്കാൻ സാധിക്കുന്നത് ആ കാര്യത്തെ മറ്റുള്ളവർക്ക് പഠിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതായത് നമ്മുടെ കയ്യിലുള്ള ഒരു അറിവിനെ മറ്റൊരാൾക്ക് നൽകുക, നമ്മുടെ കയ്യിലുള്ള സമ്പത്തിനെ മറ്റൊരാൾക്ക് നൽകുക, ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ. റോബർട്ട് കിയോസാക്കിയുടെ റിച്ച് ഡാഡ് അദ്ദേഹത്തിന് നൽകിയ ഉപദേശം തൻ്റെ കയ്യിലുള്ള പണത്തെ മറ്റുള്ളവർക്ക് ദാനം ചെയ്യാൻ ശീലിക്കണമെന്നാണ്. എന്നാൽ പുവർ ഡാഡ് അദ്ദേഹത്തിന് നൽകിയ ഉപദേശം എന്ന് പറയുന്നത് നമ്മുടെ സമയത്തെയും അറിവിനെയും മറ്റുള്ളവർക്ക് വേണ്ടി ദാനം ചെയ്യാം, പക്ഷേ നമ്മുടെ പണത്തെ അധികം മറ്റുള്ളവർക്ക് ദാനം ചെയ്യരുത് എന്നാണ്. പക്ഷേ റിച്ച് ഡാഡ് എന്തുകൊണ്ട് പണത്തെ ദാനം ചെയ്യണം എന്ന് പറയുന്നു? റിച്ച് ഡാഡ് പറയുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യത്തെ നേടിയെടുക്കണമെങ്കിൽ ആദ്യം അതിന് നൽകാൻ വേണ്ടി പഠിക്കണം. നിങ്ങൾക്ക് പണം വേണമെങ്കിൽ പണത്തെ നൽകി പഠിക്കണം. ഈ അധ്യായത്തിൽ പറയുന്ന പ്രധാനപ്പെട്ട 10 സ്റ്റെപ്പുകൾ നമ്മൾ വിവരിച്ചു കഴിഞ്ഞു. അടുത്ത അധ്യായം വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു അധ്യായമാണ്. അതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും അവസാനത്തെ അധ്യായവും. കഴിഞ്ഞ അധ്യായത്തിൽ ഗോഡ് ഗിവൺ ആയിട്ടുള്ള നമുക്ക് എല്ലാവർക്കുമുള്ള പവേഴ്സിനെ വർദ്ധിപ്പിക്കാനുള്ള ഒരു 10 സ്റ്റെപ്പുകളെ കുറിച്ച് റോബർട്ട് കിയോസാക്കി പറഞ്ഞിരുന്നു. എന്നാൽ ഈ അധ്യായത്തിൽ സമ്പന്നതയിലേക്ക് നടന്നു നീങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറച്ചധികം ടിപ്പുകൾ കൂടെ റോബർട്ട് കിയോസാക്കി നൽകുന്നു. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന ജോലിയോ നമുക്ക് കാര്യമായ നേട്ടങ്ങളൊന്നും തരുന്നില്ല, നമ്മുടെ സമയവും ഹാർഡ് വർക്കും നഷ്ടപ്പെടുക മാത്രമാണ് ചെയ്യുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് നിർത്തി പുതിയ പരിപാടി നോക്കണം. സ്റ്റോപ്പ് ഡൂയിങ് വാട്ട് യു ആർ ഡൂയിങ്. ഇതാണ് ഈ അധ്യായത്തിൽ പറയുന്ന ആദ്യത്തെ ടിപ്പ്. പുതിയ ഐഡിയകൾക്കും ആശയങ്ങൾക്കും വേണ്ടി നമ്മൾ സദാ തിരഞ്ഞുകൊണ്ടിരിക്കണം എന്നാണ് അടുത്ത ടിപ്പിൽ പറയുന്നത്. അറിവുകൾ നേടിക്കൊണ്ടേയിരിക്കണം. ഹൗ ടു പുസ്തകങ്ങൾ, വീഡിയോകൾ, നമ്മൾ കൂടുതൽ അഗ്രഗണ്യരായിരിക്കേണ്ട കാര്യങ്ങളിലുള്ള ഫോർമുലകൾ തുടങ്ങിയവയൊക്കെ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. ജോയൽ മോസ്കോവിറ്റ്സ് എഴുതിയ ദ 16% സൊല്യൂഷൻ എന്ന പുസ്തകം നല്ലൊരു ഉദാഹരണമാണ്. ഇനി പറയാനുള്ളത്, നമ്മൾ ഏതൊരു ബിസിനസ്സിലേക്കാണ് ഇറങ്ങാൻ പോകുന്നത്, ആ ബിസിനസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് രീതിയിലുള്ള ബിസിനസ്സിലേക്കാണോ ഇറങ്ങുന്നത് ആ രീതിയിൽ ബിസിനസ് ചെയ്ത് വിജയിച്ച ഏതെങ്കിലും ഒരു വ്യക്തിയെ കണ്ടെത്തുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവർ ചിന്തിക്കുന്നത് പോലെ പല സമയത്തും ചിന്തിക്കാനും അതുപോലെ അവർക്ക് ലഭിച്ചിട്ടുള്ള പല അവസരങ്ങളും നമ്മുടെ മുമ്പിലൂടെയും കടന്നു പോകുന്നത് കാണാനും നമുക്ക് സാധിക്കും. സെമിനാറുകൾ, ക്ലാസുകൾ, അതുപോലെ പുതിയ വായനകൾ എന്നിവയൊക്കെ നമ്മൾ വിടാതെ പിന്തുടർന്നുകൊണ്ടേയിരിക്കണം എന്നാണ് റോബർട്ട് കിയോസാക്കി പഠിപ്പിക്കുന്നത്. ഒരുപാട് ക്ലാസുകൾ ഓൺലൈനിൽ ഇപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കും. അതുമല്ലെങ്കിൽ വളരെ തുച്ഛമായ ഫീസിന് നമുക്കൊരു കോഴ്സ് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന അവസ്ഥയാണിപ്പോൾ. നമ്മൾ ഏതൊരു മേഖലയിലേക്കാണോ ഇറങ്ങാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് ആ മേഖലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെ പഠിക്കാൻ ഇത്തരം ക്ലാസുകൾ, കോഴ്സുകൾ, അതുപോലെ സെമിനാറുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് റോബർട്ട് കിയോസാക്കി നമ്മളെ പഠിപ്പിക്കുന്നത്. ഇനി പറയാനുള്ളത് റോബർട്ട് കിയോസാക്കി പറയുന്ന ഒരു കിടിലൻ അഡ്വൈസ് ആണ്. ആ അഡ്വൈസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് ഓഫറുകൾ എപ്പോഴും ചെയ്തുകൊണ്ടേയിരിക്കുക.
റോബർട്ട് കിയോസാക്കിക്ക് വാങ്ങിയെടുക്കാൻ താല്പര്യമുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളിലൊക്കെ അദ്ദേഹം ഇടയ്ക്കിടെ പോയി പുതിയ പുതിയ ഓഫറുകൾ വെക്കും. എന്നാൽ അങ്ങനെ വെക്കുന്ന ഓഫറുകളൊക്കെ അദ്ദേഹത്തിന്റെ റിയൽ എസ്റ്റേറ്റ് ഏജന്റിനോട് അഡ്വൈസ് ചോദിച്ച് അദ്ദേഹത്തിന്റെ ഉപദേശത്തോടു കൂടി തന്നെ ആയിരിക്കും. കാരണം ആ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ് ഈ മേഖലയിൽ റോബർട്ട് കിയോസാക്കിയേക്കാളും മികച്ചവൻ. ഉടമസ്ഥരായിട്ടുള്ള ആളുകളൊക്കെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്ന സമയത്ത് വളരെ വലിയ ഒരു തുകയായിരിക്കും ആദ്യം തന്നെ ചോദിക്കുക. പലരും വന്ന് പല ഓഫറുകളും അവരോട് പറഞ്ഞു പോകും. അതില് രണ്ടാമതൊരു ഓഫർ ലഭിക്കുന്നത് വരെ അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല ഏത് ഓഫറാണ് അല്ലെങ്കിൽ എത്ര രൂപയാണ് ഈ പ്രോപ്പർട്ടിക്ക് നമുക്ക് ലഭിക്കാൻ പോകുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. ഇവിടെയാണ് നമ്മൾ ഒരുപാട് ഓഫറുകൾ ഇടയ്ക്കിടെ കൊടുത്തുകൊണ്ടിരിക്കുന്നതിന്റെ പ്രാധാന്യമുള്ളത്. ഈ പറഞ്ഞ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പകർത്തുന്നയാളാണെങ്കിൽ നിങ്ങളുടെ പല ഓഫറുകൾക്കും പലരും യെസ് പറയുന്നത് കണ്ട് നിങ്ങൾ അത്ഭുതപ്പെട്ടു പോകും എന്നാണ് റോബർട്ട് കിയോസാക്കിയുടെ പക്ഷം. റോബർട്ട് കിയോസാക്കി അടുത്തതായി പറയുന്നത് നമ്മൾ മാസത്തിൽ ഒരിക്കൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് ജോഗിങ്ങിനോ വാക്കിങ്ങിനോ അല്ലെങ്കിൽ വണ്ടിയെടുത്ത് ഡ്രൈവോ ചെയ്ത് അവിടേക്ക് പോയി നോക്കി ആ ഏരിയകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കണം. ആ വഴിയിലൂടെ പോകുമ്പോഴൊക്കെ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളെ കുറിച്ചൊക്കെ ചിന്തിച്ചുകൊണ്ട് അവിടെയുള്ള റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളിൽ കണ്ണ് വെച്ച് വേണം പോകാൻ. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിരവധി പ്രോപ്പർട്ടികളെ കണ്ടെത്താൻ സാധിക്കുമെന്നും അത്തരം പ്രോപ്പർട്ടികളൊക്കെ എത്രമാത്രം വിലമതിക്കുന്നവയാണെന്ന് നമുക്ക് ആ പ്രോപ്പർട്ടിയുടെ അയൽപക്കത്തുള്ള മറ്റ് വ്യക്തികളുമായി സംസാരിക്കുമ്പോഴും അല്ലെങ്കിൽ ആ വഴിക്ക് പോകുമ്പോഴുമൊക്കെ തീർച്ചയായും മനസ്സിലാകും. ഇനി പറയുന്ന ടിപ്പ് ബാർഗെയിനിങ്ങിനെ കുറിച്ചാണ്. നമ്മൾ വില പേശുക എന്ന് പറയില്ലേ, റോബർട്ട് കിയോസാക്കി പറയുന്നത് ലാഭം ഉണ്ടാക്കപ്പെടുന്നത് നമ്മൾ വാങ്ങുന്ന സമയത്താണ്, മറിച്ച് വിൽക്കുന്ന സമയത്തല്ല. നമ്മൾ ഏതൊരു കച്ചവടത്തിന് പോകുമ്പോഴും ഏതൊരു വസ്തു വാങ്ങിക്കാൻ പോകുമ്പോഴും അവിടെ ബാർഗെയിനിങ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് നമ്മൾ ചിന്തിച്ച് അങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ അതിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ വളരെ ചെറിയ എമൗണ്ടിന് നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുകയും ആ പ്രോപ്പർട്ടി കുറച്ച് നല്ല മാർക്കറ്റ് ലഭിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വിൽക്കാൻ സാധിക്കുകയും ചെയ്യുമ്പോൾ നല്ല പ്രോഫിറ്റ് ലഭിക്കും. എങ്ങനെ നമുക്ക് വില കുറഞ്ഞ് വാങ്ങിക്കാം എന്ന് ആലോചിക്കുമ്പോൾ നമുക്കിടയിൽ നിൽക്കുന്ന ബ്രോക്കർമാരെയും റിയൽ എസ്റ്റേറ്റ് ഏജന്റുകളെയൊക്കെ എങ്ങനെ ഒഴിവാക്കാം എന്നും കൂടി ചിന്തിക്കേണ്ടതുണ്ട്. മിക്കവരും റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികൾ വാങ്ങിക്കുന്നത് ഏതെങ്കിലും റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ സഹായത്തോടു കൂടിയായിരിക്കും. എന്നാൽ റോബർട്ട് കിയോസാക്കി പല റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടികളും വാങ്ങിയത് ഏതെങ്കിലും ലേലങ്ങളിലൂടെ ആയിരുന്നു. അതല്ലാത്ത മേഖലകളിൽ അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് ഏജന്റിന്റെ സഹായം തേടുകയും ചെയ്തിരുന്നു. ഇനി പറയാൻ പോകുന്നത് റോബർട്ട് കിയോസാക്കിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട ഉപദേശമാണ്. അതെന്താണെന്ന് വെച്ചാൽ ആ പ്രോപ്പർട്ടി നമ്മൾ ഒരാളുടെ കയ്യിൽ നിന്നും വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം നോക്കേണ്ടത് നമ്മുടെ കയ്യിൽ നിന്നും ആ പ്രോപ്പർട്ടി വാങ്ങിക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്നതാണ്. ഒരു പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിയെടുത്തു കഴിഞ്ഞാൽ അത് മറിച്ചു വിൽക്കുന്ന സമയത്ത് വാങ്ങിക്കാൻ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായി ആ പറഞ്ഞ പ്രോപ്പർട്ടി വാങ്ങിയെടുക്കാം. ശരിയല്ലേ? ഇനി പറയാനുള്ളത് വളരെ വലുതായി ചിന്തിക്കാനുള്ള റോബർട്ട് കിയോസാക്കിയുടെ ഉപദേശത്തെക്കുറിച്ചാണ്. നമ്മൾ ഏതെങ്കിലും ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും പ്രൊഡക്റ്റുകളൊക്കെ നമുക്ക് വാങ്ങിക്കേണ്ടി വരുമല്ലോ. നമ്മൾ ചെറിയ രീതിയിലുള്ള ബിസിനസ്സാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകളുടെ സപ്ലയേഴ്സിൽ നിന്നും വാങ്ങിക്കുന്ന പ്രൊഡക്റ്റുകളുടെ എണ്ണവും വളരെ കുറവായിരിക്കും. എന്നാൽ ബൾക്കായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുമായിരുന്നെങ്കിൽ വളരെ കുറഞ്ഞ കാശിന് ആ പ്രൊഡക്റ്റ് നമുക്ക് വാങ്ങിയെടുക്കാനും സാധിക്കുമായിരുന്നു. പക്ഷെ എന്ത് ചെയ്യാനാണ്, ബൾക്കായി വാങ്ങിയെടുക്കാൻ നമ്മുടെ കയ്യിൽ കാശില്ല. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അങ്ങനെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാൻ താല്പര്യമുള്ള മറ്റേതെങ്കിലും വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ കണ്ടെത്തുക എന്നതാണ്. ഇങ്ങനെ ചെയ്താലും നമ്മൾ വാങ്ങുന്ന സമയത്ത് നമുക്ക് വളരെ ചെറിയ കാശിനാണ് പ്രൊഡക്റ്റുകൾ ലഭിക്കുന്നത്. അപ്പൊ നമ്മുടെ ലാഭത്തിന്റെ അളവും കൂടും. ഇനി പറയാനുള്ളത് ചരിത്രത്തിലേക്ക് എപ്പോഴും കണ്ണോടിച്ചുകൊണ്ടിരിക്കണം എന്നാണ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിലുള്ള വലിയ കമ്പനികളൊക്കെ അവരുടെ തുടക്കകാലത്ത് വളരെ ചെറിയ കമ്പനികളായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കരുതെന്ന് റോബർട്ട് കിയോസാക്കി നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപദേശം കൂടെ നമുക്ക് റോബർട്ട് കിയോസാക്കി തരുന്നു. ആ ഉപദേശം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ തന്നെ പ്രവർത്തിച്ചു തുടങ്ങുക എന്നതാണ്. ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നതിനേക്കാളും ഏറ്റവും നല്ല കാര്യം പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. കാരണം എക്സ്പീരിയൻസിലൂടെ ലഭിക്കുന്ന അറിവുകൾ മറ്റ് പല അറിവുകളെക്കാളും വളരെ മികച്ചവയായിരിക്കും. ഇതോടുകൂടി റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന ഈ പുസ്തകത്തിന്റെ സംഗ്രഹ വിശദീകരണം നമ്മൾ അവസാനിപ്പിക്കുകയാണ്. അതിനു മുമ്പ് റിച്ച് ഡാഡ് ഇടയ്ക്കിടെ റോബർട്ട് കിയോസാക്കിയോട് പറയാറുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശം കൂടി പറയാം. നിങ്ങൾക്ക് പണക്കാരനാവണമെങ്കിൽ നിങ്ങൾ ഏത് തരത്തിലുള്ള വരുമാനത്തിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം എന്ന കാര്യം കൃത്യമായി മനസ്സിലാക്കി വെക്കണം. പിന്നെ എങ്ങനെ ആ വരുമാനത്തെ നമ്മൾ കീപ്പപ്പ് ചെയ്യണം, മെയിൻറ്റെയിൻ ചെയ്യണം എന്നതും പഠിക്കണം. എങ്ങനെ നമുക്ക് നഷ്ടങ്ങളിലേക്ക് എത്താതെ ആ വരുമാനത്തെ കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് ഇടയ്ക്കിടെ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അതാണ് സമ്പന്നതയിലേക്കുള്ള ഏറ്റവും വലിയ കീ പോയിന്റ് എന്ന് പറയുന്നത്.
ഈ പുസ്തകത്തിന്റെ സംഗ്രഹ വിശദീകരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തേക്ക് വിട പറയുകയാണ്. അടുത്ത ദിവസങ്ങളിൽ മറ്റ് പുസ്തകങ്ങളുടെ സംഗ്രഹ വിശദീകരണവുമായി വരാം എന്ന് പ്രതീക്ഷിക്കുന്നു.